Hello, good evening. I hope I'm audible. So we had a power outage, so that is the reason why we had to quit the earlier part, and we are restarting. Kekam, audible ana. Good. All right. Okay, I think without wasting time, we'll continue what we were talking about. Again, not a constitutional bodies, election commission. I think I have communicated regarding the structure, again the appointment, the composition, the tenure, etc. Then we are also talking about the removal procedure. And I was talking about the concept called model code of conduct. Model code of conduct. Model code of conduct again, this is a basically a code of conduct, a perimata chattamana, election commission, ella political parties in edthum, Malsarikana candidates in edthum, members of political parties in edthu, okay, Parina, set of rules on or perimata chattamana. Election eppo declare election declare the moment model, election commission dates declare the moment model, model code of conduct enforce then automatically election day complete process model code of conduct todarum. This is actually MCC or model code of conduct in the election commission this is a book rule book set of rules അത് ഒരു പെരുമാറ്റച്ചട്ടമായി ഇലക്ഷനെ വളരെ സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഓഫ് കണ്ടക്റ്റ് ആണ് ആക്ച്വലി ഇത്. ദിസ് ഇസ് കോൾഡ് ആസ് എ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ്. ആൻഡ് ഇതിനെപ്പറ്റി UPSC ചോദിച്ചിരിക്കുന്ന രീതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവറൽ ടൈംസ് UPSC ആസ്ക് അബൌട്ട് ദിസ് ഐഡിയ ദാറ്റ് അഗെയിൻ ഇതിനെന്തെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ബാക്കിംഗ് ഉണ്ടോ, ഏതെങ്കിലും നിയമത്തിൽ ഏതെങ്കിലും ഒരു ആക്റ്റിൽ പറയുന്നതാണോ, പാർലമെൻറ്റ് എന്തെങ്കിലും ആക്ട് കൊണ്ടുവന്നതാണോ മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അല്ല, ഒരിക്കലും അല്ല. ഇത് വെറും ഒരു സെറ്റ് ഓഫ് റൂൾസ് ആണ് ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത്. അതിനനുസരിച്ച് വരുന്ന ഒരു കാര്യം മാത്രമാണ്. സോ ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ സ്റ്റാറ്റ്യൂട്ടറി വൺ. ഇലക്ഷൻ കമ്മീഷൻ ഇഷ്യൂ ചെയ്യുന്നൊരു കാര്യമാണ്, ഒരു നിയമപരമായി വന്ന ഒരു കാര്യമല്ല, ഒരു ലോ പ്രകാരം വന്ന കാര്യമല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ ദാറ്റ് വാസ് അഗെയിൻ വൺ തിങ് ദേ ഓഫൺ ആസ്ക്ഡ്. ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഒരു സിംഗിൾ മെമ്പർ ബോഡിയാണെന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ അതൊരു 3 മെമ്പർ ബോഡിയാണ്. ലാസ്റ്റ് ടൈം UPSC ചോദിച്ച ചോദ്യം ഇത് 5 മെമ്പർ ബോഡിയാണോ എന്നാണ്. അല്ല, ഒരിക്കലും അങ്ങനെ ഒരു 5 മെമ്പറിലേക്ക് ഇതുവരെ വന്നിട്ട് പോലുമില്ല. 3 മെമ്പർ ബോഡിയാണ് ഫ്രം 1993 to till now. Alright? Yes. So this was the idea. അപ്പം ഇവിടെ നിന്നുള്ള ടേക്ക് അവേ ഇതാണ്. അഗൈൻ ഐ എം ഗോയിങ് ടു ടെൽ യു ജസ്റ്റ് ദ ടേക്ക് അവേ. അപ്പോയിൻമെൻറ്റ്, പുതിയ സെലക്ഷൻ കമ്മിറ്റിനെ പറ്റി അറിയുക. കെയിം ആഫ്റ്റർ ദ CC Act of 2023. അഗെയിൻ പിന്നെ സാലറി ഈസ് ഇക്വേറ്റഡ് ടു ദ സുപ്രീം കോർട്ട് ജഡ്ജ്, ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ആർട്ടിക്കിൾ അറിയുക. അതിനൊപ്പം തന്നെ റിമൂവൽ പ്രൊസീജിയറും CCയുടെ റിമൂവലും ഇലക്ഷൻ കമ്മീഷൻ റിമൂവലും ഒരുപോലെ അല്ല എന്നുള്ള കാര്യങ്ങളും മോഡൽ കോഡ് ഓഫ് കണ്ടക്റ്റിനെ പറ്റിയും ചോദിച്ചിട്ടുണ്ട്. സോ ദിസ് ഇസ് ദി ഐഡിയ ദാറ്റ് ദേ ലിറ്ററലി ആസ്ക്ഡ്. ഇനി ഞാൻ ഇതിനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. കുറച്ച് കാര്യങ്ങൾ ഇതിൻ്റെ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് പറയുന്നതാണ്, വിച്ച് ഇസ് വെരി ഈസി ആൻഡ് റീഡബിൾ. വായിക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ്. ഇലക്ഷൻ്റെ ഷെഡ്യൂൾ ഡിക്ലെയർ ചെയ്യുക, ഇലക്ഷൻസ് കണ്ടക്ട് ചെയ്യുക, ഇലക്ഷൻ സിംബൽസ് കൊടുക്കുക, പൊളിറ്റിക്കൽ പാർട്ടീസിനെ റെക്കഗ്നൈസ് ചെയ്യുക, അഗെയിൻ പ്രസിഡൻറ്റിനെയും ഗവർണറിനെയും ആവശ്യമുണ്ടെങ്കിൽ അഡ്വൈസ് ചെയ്യുക, ക്യാൻസൽ ചെയ്യുക. ഇലക്ഷൻ കംപ്ലീറ്റ്ലി ക്യാൻസൽ ചെയ്യാനുള്ള അധികാരം പോലും എന്താണ് ഇലക്ഷൻ കമ്മീഷനുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും ഈ ഡിസ്റപ്ഷൻ വന്നു, ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും കള്ള വോട്ട് നടന്നു, ആരെങ്കിലും ഇലക്ഷനെ കംപ്ലീറ്റ്ലി റിഗ് ചെയ്തു, ക്യാപ്ചർ ചെയ്തു എന്നൊക്കെ തോന്നുന്ന സമയത്തേക്ക് ഇലക്ഷൻ ക്യാൻസൽ ചെയ്യാം. ആൻഡ് 2 കാര്യങ്ങളാണ് എനിക്ക് ഇവിടുന്ന് അറിയേണ്ടതായിട്ടുള്ള 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇലക്ഷൻ കമ്മീഷൻ്റെ ഫങ്ഷൻസ്, ഈ പവേഴ്സും ഫങ്ഷൻസും എവിടെ നിന്ന് ഡിറൈവ് ചെയ്യുന്നു. ഒരു മിനിമൽ ഫങ്ഷൻ എന്ന നിലയിലേക്ക് ഇറ്റ് ഈസ് ബേസിക്കലി ഡിറൈവ് ഫ്രം ദി കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 394 അതുകൂടാതെ മെജോറിറ്റി ഓഫ് ഫങ്ഷൻസ് ഓഫ് ദി ഇലക്ഷൻ കമ്മീഷൻ ഈസ് ഡിറൈവ് ഫ്രം ദി റെപ്രസെൻറ്റേഷൻസ് ഓഫ് ദി പീപ്പിൾ ആക്ട് ഓഫ് 1951. അറിഞ്ഞിരിക്കേണ്ടതാണ്, ചോദിച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് ഇലക്ഷൻ കമ്മീഷൻ്റെ പവർ ഡിറൈവ് ചെയ്തെന്നുള്ളതാണ്. സോ ഇറ്റ് ഇസ് ഡിറൈവ് ഫ്രം ദി RPA Act of 1951. ആൻഡ് they also basically help the delimitation commission. ഡീലിമിറ്റേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യുവൻസിന്ന് ഡീലിമിറ്റ് ചെയ്യുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ഇടയ്ക്ക് പെർമനൻറ്റ് ബോഡി അല്ല, ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ ഡീലിമിറ്റേഷൻ നടത്തുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല, സഹായിക്കുന്നത് അസിസ്റ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു സെപ്പറേറ്റ്ലി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്, പെർമനൻറ്റ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി അല്ല.
4 തവണ ഇതുവരെ ഡീലിമിറ്റേഷൻ ഡീലിമിറ്റേഷൻ ബോഡി ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ പണ്ടൊരിക്കൽ അതിനെപ്പറ്റി UPSC ചോദിച്ചിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ അറിഞ്ഞിരിക്കുക, ഡീലിമിറ്റേഷൻ പ്രോസസ്സ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷനല്ല, പകരം അസിസ്റ്റൻസ് കൊടുക്കുന്നത് ഇലക്ഷൻ കമ്മീഷനാണ്. സോ ദോസ് ആർ ദ പവേഴ്സ് ആൻഡ് ഫങ്ഷൻസ് എന്നുള്ള രീതിയിലേക്ക്. വെൻ യു ലുക്ക് അറ്റ് ദ കറണ്ട് അഫയേഴ്സ്, ഇലക്ഷൻ കമ്മീഷൻ കറണ്ട് അഫയേഴ്സിൽ ഒത്തിരി തവണ വന്നിട്ടുള്ളതാണ്. 2 കാര്യങ്ങളാണ് എടുത്ത് നോട്ട് ചെയ്ത് വെക്കേണ്ടത്, അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഒന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ CCയുടെ ആക്റ്റാണ്. CCയുടെ അപ്പോയിൻമെൻറ്റ് ടെന്യൂർ ഒക്കെ പറയുന്ന ആക്റ്റാണ്. ആ ആക്ട് പ്രകാരമാണ് പുതിയ സെലക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നത്. കുറേ പുതിയ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷേ പുതിയ സെലക്ഷൻ കമ്മിറ്റി നിലവിൽ വന്നത്. ഇതിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. കാരണം ഇലക്ഷൻ കമ്മീഷൻ്റെ ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷൻ്റെ ഇമ്പോർട്ടൻസിനെ കൺസിഡർ ചെയ്ത് ഇലക്ഷൻ കമ്മീഷൻ ഒട്ടുമേ ഇൻഡിപെൻഡൻ്റ് അല്ലാത്തൊരു ബോഡി ആയിരിക്കുന്നു. ഒരു രീതിയിലേക്കുള്ള ഓട്ടോണമി ഇലക്ഷൻ കമ്മീഷൻ ഇല്ല. പ്രത്യേകിച്ച് സെലക്ഷൻ നടത്തുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സർക്കാരിന്, സെൻട്രൽ ഗവൺമെൻറ് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക് സുപ്രീം കോർട്ടിൽ ഒരു കേസ് പോകുന്നു. സുപ്രീം കോർട്ടിന് ആ കേസ് വർഷങ്ങൾക്ക് കഴിഞ്ഞതിന് ശേഷം ഇപ്പുറം അതിനൊരു വിധി വരുന്നു. I want you to know the case name. The name of the case is Anup Baranwal versus Union of India. 2023 സുപ്രീം കോർട്ട് അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലാണ് വളരെ ക്ലിയർലി പറയുന്നത് എന്താണ് ഇന്ന രീതിയിലേക്കായിരിക്കണം അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് എന്നുള്ള രീതിയിലേക്ക്. അപ്പോയിൻമെൻറ്റ് പ്രോസസ്സിൻ്റെ ഒരു സെലക്ഷൻ പ്രോസസ്സ് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നു. സെലക്ഷൻ കമ്മിറ്റീനെ സുപ്രീം കോർട്ട് തന്നെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. അന്ന് സുപ്രീം കോർട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭ ഉണ്ടായിരുന്നു, ആൻഡ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിരുന്നു ഉണ്ടായിരുന്നിരുന്നത്. അപ്പം അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ സുപ്രീം കോർട്ട് സെറ്റ് ചെയ്ത് കൊടുത്ത സെലക്ഷൻ കമ്മിറ്റി ചീഫ് ജസ്റ്റിസ് ഇൻക്ലൂഡ് ചെയ്യുന്ന മറ്റ് ആൾക്കാർ പ്രൈം മിനിസ്റ്ററും അതേപോലെ തന്നെ ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭയായിരുന്നു. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ ക്ലിയർലി എഴുതിയിട്ടുണ്ടായിരുന്നു. അഗെയിൻ നമ്മുടെ സുപ്രീം കോർട്ടും പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾ ഈ സെറ്റ് ചെയ്ത് തരുന്ന സെലക്ഷൻ കമ്മിറ്റി വെറും ഇൻറ്ററീം സെലക്ഷൻ കമ്മിറ്റിയാണ്, ഫൈനൽ സെലക്ഷൻ കമ്മിറ്റി എന്ന് രൂപീകരിക്കേണ്ടത് അതിനുള്ള അതോറിറ്റി ഉള്ളത് പാർലമെൻറ്റിനാണ്. ആർട്ടിക്കിൾ 324 ക്ലിയർലി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് ഫൈനൽ അതോറിറ്റി ഓർ എനിത്തിങ് റിലേറ്റിംഗ് ടു ദി അപ്പോയിൻമെൻറ്റ്, ആ പ്രോസസ് ഓഫ് അപ്പോയിൻമെൻറ്റ് വിൽ ബി ഡൺ ബൈ ദി പാർലമെൻറ്റ്. അപ്പോൾ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കി കഴിഞ്ഞാൽ അതിനനുസരിച്ചായിരിക്കണം അപ്പോയിൻമെൻറ്റ് പ്രോസസ്സ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. സുപ്രീം കോർട്ടും അതിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ താൽക്കാലികമായിട്ടുള്ള കമ്മിറ്റിയാണ് പറയുന്നത്, അതുകൊണ്ട് എന്ന് വരെ പാർലമെൻറ്റ് ഒരു നിയമം പാസ്സാക്കുന്നോ അന്ന് വരെ ഞങ്ങളുടെ സെലക്ഷൻ കമ്മിറ്റി ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം പാർലമെൻറ്റ് എന്ത് പറയുന്നോ അതിനനുസരിച്ചായിരിക്കും ഉണ്ടാവുന്നത്. അഗെയിൻ അനൂപ് ബരൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ സുപ്രീം കോർട്ട് കാര്യങ്ങൾ പറയുന്നു. പക്ഷേ ഉടനെ തന്നെ സെൻട്രൽ ഗവൺമെൻറ് ഒരു ബില്ല് കൊണ്ടുവരുന്നു, ആക്ട് പാസ്സാക്കിയെടുക്കുന്നു. CC ആക്ട്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആൻഡ് അതർ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആക്ട് പാസ്സാക്കുന്നു. അതിൽ സുപ്രീം കോർട്ട് പറഞ്ഞ സെലക്ഷൻ കമ്മിറ്റിയിൽ നിന്ന് മാറ്റം കൊണ്ടുവന്ന് ചീഫ് ജസ്റ്റിസിനെ മാറ്റി എന്ന് പറയുന്നു, പകരം യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ഇത് ക്ലിയർലി അറിഞ്ഞിരിക്കണം കേസ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ് എന്നുള്ള രീതിയിലേക്ക്. കേസിൻ്റെ പേരൊന്ന് ഓർത്താൽ മതി, ആൻഡ് അതിനപ്പുറം ചോദിക്കില്ല, ആൻഡ് അതിലുപരി ഇപ്പോഴത്തെ സെലക്ഷൻ കമ്മിറ്റി എന്താണെന്നുള്ള കാര്യം. ആ ഒരു ഇപ്പോഴത്തെ കറൻ്റ്ലി ആക്ടിനെതിരെയും സുപ്രീം കോർട്ടിൽ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇപ്പം സുപ്രീം കോർട്ടിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്, സബ്ജുഡീസ് ആണ് ആക്ച്വലി. അപ്പം അതെന്താവും എന്നുള്ള കാര്യം പിന്നീട് നോക്കാം. പക്ഷേ കറൻ്റ്ലി നമുക്കറിയാവുന്ന സ്റ്റേറ്റസ് ഇതാണ്. സെലക്ഷൻ കമ്മിറ്റിയിൽ വി ഹാവ് കറണ്ട് സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ, ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലോക്സഭ, ആസ് വെൽ ആസ് വൺ ഓഫ് ദി യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ, എനി യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റർ നോമിനേറ്റഡ് ബൈ ദ പ്രൈം മിനിസ്റ്റർ. ഇതാണ് ആക്ച്വലി കറക്റ്റ് ആ കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ദിസ് എനിക്ക് അറിഞ്ഞിരിക്കണം. ഇതാണ് ഒന്നാമത്തെ കറണ്ട് അഫയേഴ്സ് നോക്കേണ്ടത്. രണ്ടാമത്തത് ഇലക്ഷൻ കമ്മീഷനുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്, ആൻഡ് ദാറ്റ് ഈസ് റിഗാർഡിംഗ് സൈമൾട്ടേനിയസ് ഇലക്ഷൻ. ഹാവ് യു ഹേർഡ് അബൌട്ട് ദ കോൺസെപ്റ്റ് കോൾഡ് സൈമൾട്ടേനിയസ് ഇലക്ഷൻസ്? ഐ തിങ്ക് വളരെയധികം ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു 1.5 വർഷം മുമ്പേ ഒത്തിരി ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു സൈമൾട്ടേനിയസ് ഇലക്ഷനെ പറ്റിയിട്ട്. നമുക്കറിയാം പാർലമെൻറ്റിലേക്ക് ഇന്ത്യയിൽ ഇലക്ഷൻ ഉണ്ട്, സ്റ്റേറ്റ് അസംബ്ലിയിലേക്ക് ഇലക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കും ഇലക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഹാവ് എ പ്രപ്പോസൽ സെയിങ് ദാറ്റ് എല്ലാ ഇലക്ഷനും കൂടെ ഒരുമിച്ച് നടത്താമെന്നുള്ള രീതിയിലേക്ക്. പാർലമെൻറ്റിൻ്റെ ഇലക്ഷനും ഒറ്റ ഇലക്ഷൻ മതി, പാർലമെൻറ്റിൻ്റെ ഇലക്ഷനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലീസിലെ ഇലക്ഷൻസിലും ഇന്ത്യയിലെ എല്ലാ സ്റ്റേറ്റ്സിലെ ഇലക്ഷനും അതുപോലെ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലേക്കുള്ള ഇലക്ഷൻസും എല്ലാം കൂടെ ചേർന്ന് ഒറ്റ പ്രോസസ്സായിട്ട് നടത്തുകയാണെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്ന ഇലക്ഷനെ അങ്ങ് വേണ്ടാന്ന് വെക്കാമല്ലോ എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഇങ്ങനൊരു അപ്രോച്ച് ഉണ്ടായിരുന്നു. ദിസ് കോൺസെപ്റ്റ് ആണ് അത് സൈമൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്നത്. ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് again they have introduced a constitutional amendment bill
ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അഗൈൻ ഏർലിയറിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നത്, ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. സോ 129th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ എന്നുള്ള ബില്ലിനെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. സോ വിൽ ടോക്ക് അബൌട്ട് ഇറ്റ് ഇൻ ഡീറ്റെയിൽ അബൌട്ട് ദിസ്. പക്ഷേ ഈ രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. സോ രണ്ട് കറണ്ട് അഫയേഴ്സ് ആസ്പെക്ട്സ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്, ആ കാര്യങ്ങൾ ചോദിക്കാറും ഉണ്ട്. സോ ദിസ് ഇസ് സംതിങ് ദാറ്റ് ഐ എം ഫോക്കസിങ് ഓൺ. ദ ഫസ്റ്റ് പാർട്ട് ഓഫ് ദ കറണ്ട് അഫയേഴ്സ് ഇസ് ബേസിക്കലി CCയുടെ അപ്പോയിൻമെൻ്റ് ആണ്. ഹൈലി പ്രോബബിൾ ആണ് ചോദിക്കാൻ വേണ്ടിയിട്ട്. സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞ സെലക്ഷൻ കമ്മിറ്റി ഒന്നും, അതിനുശേഷം കൃത്യമായിട്ടും നമ്മുടെ ഈ ഒരു ആക്ട് പ്രകാരം വന്ന സെലക്ഷൻ കമ്മിറ്റി മറ്റൊന്നുമാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ വളരെ ക്ലിയർലി ഇത് ചെയ്യുന്നുണ്ട്. ആൻഡ് സുപ്രീം കോടതി നമുക്ക് കാണാം സാലറി ബെഞ്ച് മാർക്ക് സെയിം ആണ്, കുഴപ്പമില്ല. ഇനീഷ്യലി ഒരു മാറ്റം ഉണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ സെയിം ആണ്. അഗെയിൻ പണ്ട് റീഅപ്പോയിൻമെൻറ്റിനെ പറ്റിയിട്ട് സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റിൽ ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ആക്ടിൽ പറയുന്നുണ്ട് റീഅപ്പോയിൻമെൻറ്റ് പറ്റില്ല എന്നുള്ള കാര്യം. ആൻഡ് CJI ഒരു മെമ്പറായിട്ടായിരുന്നു സുപ്രീം കോടതിൻ്റെ അനൂപ് ബർൻവാൾ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നെങ്കിൽ CJIനെ മാറ്റി യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററെയാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. സോ ദിസ് is a change. ഈ ചേഞ്ച് എനിക്ക് അറിഞ്ഞിരിക്കണം. They can ask about this. So please make sure that whenever you study election commission, it should not be in general way. General പഠിക്കണം, but also the current affairs. 2 years, they can anytime they can ask this question. ഇതുവരെ ചോദിച്ചിട്ടില്ല, so they can ask this questions related to this. ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി എന്താണ്, നമുക്ക് ഈ പുതിയതായിട്ട് ഈ CC ആക്ട് പ്രകാരമുള്ള ചെയർപേഴ്സൺ നമുക്ക് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ ഉണ്ട്. പേര് ഓർത്ത് വെക്കേണ്ട ആവശ്യമില്ല. യൂഷ്വലി UPSC ലെവലിലേക്ക് പേര് ചോദിക്കാറില്ല. പക്ഷേ ഗണേഷ് കുമാർ IAS ആണ് ആക്ച്വലി. അഗൈൻ ഫോമർ റിട്ടയർഡ് ആയിട്ടുള്ള ഓഫീസറാണ്, അദ്ദേഹമാണ് ആക്ച്വലി എന്നാണ് ഇപ്പോൾ CC ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓൾറൈറ്റ്, ജസ്റ്റ് പാസീവ്ലി മെൻഷൻ ചെയ്യുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇനി ചെറിയൊരു ചാൻസ്, യൂഷ്വലി കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്സിനെ പറ്റി ചോദിക്കാറില്ല, ആക്ടിനെ പറ്റിയാണ് ചോദിക്കാറ്. പക്ഷേ ഇപ്പോൾ ഈ ഒരു അമെൻമെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് നമ്മളിത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. 1 നേഷൻ 1 ഇലക്ഷൻ ഓർ സൈമിൾട്ടേനിയസ് ഇലക്ഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് മുമ്പോട്ട് വെക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഹാസ് ഇൻട്രൊഡ്യൂസ്ഡ് 129 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ. പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, പിന്നെ അത് ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റീസിലേക്ക് JPCയിലേക്ക് പോകുന്നു. ഇപ്പോൾ അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻസ് JPC നടന്നുകൊണ്ടിരിക്കുകയാണ്. JPC ഈ വർഷം 2026 മൺസൂൺ സെഷൻ ആകുമ്പോഴേക്കും JPC ഇതിൻ്റെ പുറത്ത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും. അതിൻ്റെ ഡിസ്കഷന് ശേഷം മാത്രമേ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പാർലമെൻ്ററി സെഷനിൽ ഇത് എടുക്കുകയും വോട്ട് ചെയ്യുകയും ചെയ്യുള്ളൂ. അപ്പോൾ കറൻ്റ്ലി ഇതിൻ്റെ സ്റ്റേറ്റസ് ഇതാണ്. ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു ആൻഡ് ഇറ്റ് ഈസ് ബേസിക്കലി മൂവ് ടു ദ JPC. എന്താണ് ഈ കോൺസെപ്റ്റ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഒരൊറ്റ ഇലക്ഷൻ രാജ്യം മൊത്തം. എങ്ങനെ? പാർലമെൻറ്റിനും സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്കും ഈവൻ ഫോർ ദ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിനും. ഇതിനെപ്പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഏർലിയർ ഹാസ് അപ്പോയിൻറ്റഡ് എ കമ്മിറ്റി നോൺ ആസ് ദ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി. ഏർലിയർ എക്സ് പ്രസിഡൻ്റെ പേരിലൊരു കമ്മിറ്റി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കമ്മിറ്റി വരികയും അദ്ദേഹം കുറേ അധികം സജഷൻസ് നൽകുകയും ചെയ്തു. Based on this Kovind committee, we have introduced the 129 Constitutional Amendment Bill. And അതിൽ ഒത്തിരി ചേഞ്ചസ്, കോൺസ്റ്റിറ്റ്യൂഷനലി ഒത്തിരി ചേഞ്ചസ് കൊണ്ടുവരണം ഇഫ് യു വാണ്ട് ടു ഇൻട്രൊഡ്യൂസ് ദിസ് കോൺസെപ്റ്റ്. അപ്പോൾ 129 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബില്ലിൻ്റെ ഡ്രാഫ്റ്റ് അറിയണ്ട, അതിൻ്റെ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയണ്ട, കോൺസെപ്റ്റ് എന്താണെന്ന് അറിഞ്ഞിരുന്നാൽ മതി. ആക്ട് ആകുമ്പോഴാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടത്. പക്ഷേ പേര് അറിഞ്ഞിരിക്കണം. 129 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ബിൽ എന്നുള്ള പേര് അറിഞ്ഞിരിക്കണം. സോ ഞാൻ ഇതാണ് അഗൈൻ ഇറ്റ് ഈസ് ബേസിക്കലി പാസ്ഡ് അഗൈൻ ഇൻട്രൊഡ്യൂസ് ഇൻ ദ ലോക്സഭ, അഗൈൻ JPCയിലേക്ക് വിട്ടിരിക്കുകയാണെന്നുള്ള രീതിയിലേക്ക് ഒരു പുതിയ ആർട്ടിക്കിൾ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. 82A എന്ന് പറയുന്നത് ഈ 129 അമെൻമെൻറ്റ് ബില്ല് ഇത്ര അറിയേണ്ട ആവശ്യമില്ല, ബട്ട് ഞാനൊന്ന് പറഞ്ഞു പോകുന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. സൈമിൾട്ടേനിയസ് ഇലക്ഷൻ നടത്തുക. ഫസ്റ്റ് ഫേസിൽ ലോക്സഭയ്ക്കും അഗൈൻ സ്റ്റേറ്റ് അസംബ്ലീസും കൂടെ ഒരുമിച്ച് നടത്തുക. പിന്നീട് ഫേസ് 2 100 ദിവസത്തിനുള്ളിൽ തന്നെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സിൻ്റെ ഇലക്ഷൻ കൂടെ നടത്തുക. ഇതിൻ്റെ ബാക്കിയുള്ള റൂളും പ്രോസസ്സും ഒന്നും നമുക്കറിയില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നൊരു ഡൗട്ട് ഇതാണ്, നമ്മുടെ ഇലക്ഷൻ ഇപ്പോൾ നടക്കാൻ പോകുന്നല്ലേ ഉള്ളൂ, അപ്പോൾ അവരുടെ ടെന്യൂർ കഴിയുന്നതിന് മുമ്പേ എങ്ങനെ ഇതെല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുവരിക? ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് ഇലക്ഷൻ ടെന്യൂർസ്, ഇതെങ്ങനെ ഒരുമിച്ച് കൊണ്ടുവരും? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് ഹാവ് അനദർ ഡിഫറെൻറ്റ് ടെന്യൂർ. ആ പ്രോസസ്സൊക്കെ, ആ റൂൾസും ഈ ഇതിനകത്തുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറേ ചേഞ്ചസൊക്കെ വരുത്തി വന്നാലേ നമുക്ക് അറിയുള്ളൂ. റൈറ്റ് നൗ വി ആർ ജസ്റ്റ് ലുക്കിംഗ് അറ്റ് ദ ജസ്റ്റ് നമ്പർ. This is the 129 Constitutional Amendment Bill. So that's it. ഇത്രയും കാര്യങ്ങളെ പറയാനുണ്ടായിരുന്നുള്ളൂ ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ട്. ബട്ട് ഇഫ് യു ആർ എ പേഴ്സൺ ഹു ഈസ് ഗോയിങ് ടു റൈറ്റ് ദ പ്രിലിംസ് ദിസ് ഇയർ, ഐ വാണ്ട് യു ടു ലേൺ ഇലക്ഷൻ കമ്മീഷൻ. അൺഡൗട്ട്ലി പഠിച്ചിരിക്കുക. ആൻഡ് അതിലുപരി ചേഞ്ചസ് റീസെൻ്റ്ലി വന്ന ഈ പ്രത്യേകിച്ച് നേരത്തെ പറഞ്ഞ CC ആക്ടിനെ പറ്റി ചേഞ്ച് അറിഞ്ഞിരിക്കുക. നോട്ട് ജസ്റ്റ് എ സ്റ്റാറ്റിക് വൺ ഇൻഫർമേഷൻ വേണം. കീ ട്രാപ്സ് നോക്കിക്കോണം, അതല്ലാതെ ബാക്കി കൂടെ അറിഞ്ഞിരിക്കുക. All right, yes.
കാര്യങ്ങൾ പോകുന്നുണ്ടല്ലേ? ഇഫ് യു ഗൈസ് ഹാവ് സംതിങ് ജസ്റ്റ് ചാറ്റ്, ഐ ഫ്രീക്വൻലി ലുക്ക് ഇൻ ടു ദ ചാറ്റ് ആസ് വെൽ. ഓക്കെ, ഇനി രണ്ടാമത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വർഷം പ്രിലിംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എനിക്ക് തോന്നിയിരിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. ഫിനാൻസ് കമ്മീഷൻ എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയി മാറുന്നതെന്ന് പറയാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, 16 ഫിനാൻസ് കമ്മീഷൻ്റെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുകയും അഗൈൻ അതിൻ്റെ റെക്കമെൻഡേഷൻസ് പുറത്ത് വരികയും ചെയ്തിട്ടുണ്ട്. എവറി time whenever there is a finance commission submits its report, that year UPC will ask a question. ഇത് കഴിഞ്ഞ വർഷങ്ങളിലും നടന്നിട്ടുള്ള സമ്പ്രദായമാണ്. 13th-ലും 14th-ലും 15 ഫിനാൻസ് കമ്മീഷനുണ്ട്. അതായത് ലാസ്റ്റ് 15 വർഷം എടുത്ത് നോക്കിയാൽ ഏത് വർഷമാണോ ഫിനാൻസ് കമ്മീഷൻ റിപ്പോർട്ട് വെക്കുന്നത് ആ വർഷം പുതുതായിട്ട് വെച്ച ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ട് ഒരു ചോദ്യം ചോദിക്കാറുണ്ട്. അത് അറിഞ്ഞിരിക്കുക. Again, we are going to talk about the article first. Article 280 ആണ് ഫിനാൻസ് കമ്മീഷൻ ഡീൽ ചെയ്യുന്നത്. അഗെയിൻ പ്രസിഡൻ്റാണ് അപ്പോയിൻമെൻറ്റ് നടത്തുന്നതെന്ന് പറഞ്ഞു. ആ 280-ൽ തന്നെ കോമ്പോസിഷൻ പറഞ്ഞിട്ടുണ്ട്. ഏർലിയർ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഇലക്ഷൻ കമ്മീഷൻ ഇല്ലയെന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഓവർ ഹിയർ കോമ്പോസിഷൻ പറയുന്നുണ്ട്. ചെയർപേഴ്സൺ പ്ലസ് 4 members അപ്പോയിൻറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണെന്ന് പറയുന്നുണ്ട്. ആൻഡ് ദർ ക്വാളിഫിക്കേഷൻസിനെ പറ്റി കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതാണ്: ഇറ്റ് ഷുഡ് ബി ഡിസൈഡഡ് ബൈ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റ് തീരുമാനിക്കുക എന്നുള്ളതാണ് കാര്യം. കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ക്വസ്റ്റ്യൻ സെൻറ്റൻസിൽ ചോദിക്കാം, ദി ക്വാളിഫിക്കേഷൻസ് ഓഫ് ദി ഹെഡ് ഓഫ് ദി അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ മെമ്പേഴ്സ് ഓഫ് ദി ഫിനാൻസ് കമ്മീഷൻസ് ഈസ് മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഈസ് അണ്ടർ ആർട്ടിക്കിൾ 324 ഉണ്ട് എന്ന് പറയും. തെറ്റരുത്. ഇങ്ങനെയുള്ള അഗെയിൻ എവിടെയാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത്, ഏതാണ് പാർലമെൻറ്റ് ഡിസൈഡ് ചെയ്യേണ്ടത് എന്നുള്ള ഫാക്ടറാണ് പഠിക്കേണ്ടത്. അപ്പോൾ ഇത് നോക്കിക്കോണം, ക്വാളിഫിക്കേഷൻ പാർലമെൻറ്റാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. പാർലമെൻറ്റ് അതിന് വേണ്ടി ഓൾറെഡി ഒരു ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. ഫിനാൻസ് കമ്മീഷൻ ആക്ട് ഓഫ് 1951 ആക്ട് പാസ്സാക്കിയിട്ടുണ്ട്. അതനുസരിച്ച് ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ഐ എം നോട്ട് ഗോയിങ് ടു ഇലാബറേറ്റ് ഇൻ ടു ദ ക്വാളിഫിക്കേഷനിൽ. ടെന്യൂർ, ഇതാണ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. ഒത്തിരി പേർക്ക് കൺഫ്യൂഷനുള്ള കാര്യമാണിത്. ഒത്തിരി പേര് തെറ്റുന്നതുമാണ്. പല സ്ഥലത്ത് തെറ്റി കൊടുത്തിരിക്കുന്ന കാര്യങ്ങളുണ്ടായിരിക്കാം. ഫിനാൻസ് കമ്മീഷന് ടെന്യൂർ ഇല്ല എന്നുള്ളതാണ്. ഫിനാൻസ് കമ്മീഷന് ടെന്യൂർ ഇല്ല. ഫിനാൻസ് കമ്മീഷന് ഒരു കോൺസ്റ്റിറ്റ്യൂഷണലി ഫിക്സഡ് ടെന്യൂർ കൊടുത്തിട്ടും ഇല്ല. എന്നാൽ ഫിനാൻസ് കമ്മീഷന് എക്സാക്ട് ടെന്യൂർ എത്ര വർഷമാണ്, എത്ര മാസമുണ്ട് എന്ന് പറയാൻ പറ്റില്ല. ഫിനാൻസ് കമ്മീഷൻ്റെ ടെന്യൂറിനെ പറ്റി എന്തുകൊണ്ട് പറയാൻ പറ്റില്ല എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് പറയാം, കേട്ടോളുക. ഫിനാൻസ് കമ്മീഷനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ. പ്രസിഡൻറ്റ് ഒരു ഓർഡർ ഇറക്കും, ഇന്നു മുതൽ ഫിനാൻസ് കമ്മീഷൻ നിലവിൽ വരികയാണ്, ഇതൊക്കെയാണ് ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി എന്ന് പ്രസിഡൻ്റ് ഒരു ഓർഡർ എടുക്കും. ആ ഓർഡറിൽ കൃത്യമായിട്ടുണ്ടായിരിക്കും, അഗെയിൻ ഫിനാൻസ് കമ്മീഷൻ ഹാവ് ടു സബ്മിറ്റ് ദ റിപ്പോർട്ട് ബൈ ദിസ് ഡേറ്റ്. ഈ ഡേറ്റ് വരെ ഡേറ്റിനുള്ളിൽ ഫിനാൻസ് കമ്മീഷൻ അവരുടെ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇത്രയും വരെ മാത്രമേ ഫിനാൻസ് കമ്മീഷന് ടെന്യൂർ ഉള്ളൂ. ഫിനാൻസ് കമ്മീഷൻ ഒരു പെർമനൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. റാദർ ആ ക്രിയേറ്റ് ചെയ്യുന്നു, അവർ എല്ലാ സ്റ്റേറ്റ്സിലും പോകുന്നു, സെൻട്രൽ ഗവൺമെൻറ് ആയിട്ട് ഡിസ്കഷൻസ് നടത്തുന്നു, റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ദ മൊമെൻറ്റ് ദ റിപ്പോർട്ട് സബ്മിറ്റ്സ് ദർ ടെന്യൂർ ഇസ് ഓവർ. പിന്നെ എല്ലാ സ്ഥലത്തും 5 വർഷം എന്ന് കൊടുത്തിരിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻസ് റൺ ചെയ്യുന്നത് 5 year ടേമിലാണ്. അപ്പോൾ ആ റെക്കമെൻഡേഷൻ തീരുന്നതിന് മുമ്പ് അടുത്ത ഫിനാൻസ് കമ്മീഷനെ ക്രിയേറ്റ് ചെയ്യണം. ക്രിയേറ്റ് ചെയ്തിട്ട് വേണം അവർ പഠിച്ച്, അവർക്ക് 1.5 വർഷം അല്ലെങ്കിൽ 2 വർഷം പഠിച്ച് എന്നിട്ട് അവർക്കൊരു റിപ്പോർട്ട് കൊടുക്കും. ഇതാണ് കൊടുക്കുന്നത്. പിന്നെ ഉണ്ടാകുന്ന എൻ്റെ മനസ്സിലുള്ള ഡൗട്ട്, അഗെയിൻ പറഞ്ഞല്ലോ, പ്രസിഡൻറ്റിൻ്റെ ഓർഡറിലാണ് ഇന്ന ദിവസം മുതൽ ഇന്ന ദിവസം വരെ എന്ന് പറയുന്നതെന്ന് ചോദിച്ചു. അതൊരു ഫിക്സഡ് ടൈം പീരീഡ് ആണോ? അല്ല. ഒരു ഫോർ എക്സാമ്പിൾ November 30 of 2025 എന്ന് പറയുന്ന ഒരു ടൈം പീരീഡിലായിരുന്നു 16 ഫിനാൻസ് കമ്മീഷനെ അവർ ആദ്യമേ പ്രസിഡൻഷ്യൽ ഓർഡറിൽ അപ്പോയിൻമെൻറ്റ് നടത്തിയത്. 2023 ആക്ച്വലി 16 ഫിനാൻസ് കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അവർ 2024 ഫുള്ള് പഠിച്ചു. 2025 എന്താണ് November 30 വരെ എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ റിപ്പോർട്ട് തയ്യാറാക്കാൻ പറ്റാത്തതുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഗവൺമെൻറ് ആ ടെന്യൂർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തും കൊടുക്കാം. അതുകൊണ്ട് എനിക്കൊരു ഫിക്സഡ് ടെന്യൂർ നമുക്ക് പറയാൻ പറ്റില്ല. തെറ്റിപ്പോരുത്. UPC ചോദിച്ചിട്ടില്ല, ബിക്കോസ് അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, അതുകൊണ്ടാണ് ചോദിക്കാത്തത്. പക്ഷേ അറിഞ്ഞിരിക്കണം, ടെന്യൂർ എന്ന് പറയുന്നത് അഗെയിൻ ഫിക്സഡ് അല്ല. ദർ ഇസ് നോ കോൺസെപ്റ്റ് കോൾഡ് ടെന്യൂർ ഫോർ ഫിനാൻസ് കമ്മീഷൻ ബിക്കോസ് ഇറ്റ് നോട്ട് എ പെർമനൻറ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. റെക്കമെൻഡേഷൻസ് റൺ ചെയ്യുന്ന 5 വർഷം, അതുകൊണ്ടാണ് 5 വർഷം എന്ന് പല സ്ഥലത്തും കാണാൻ പറ്റുന്നത്. എന്താ ചെയ്യുന്നത്? യെസ്, പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, ദേ ആർ ഗിവിങ് എ ടാക്സ് ഡെവല്യൂഷൻ. 2 ടേം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫിനാൻസ് കമ്മീഷനെ പറ്റി അറിയുമ്പോൾ. ഐ വാണ്ട് ടു നോ ദ കോൺസെപ്റ്റ് ഓഫ്
വെർട്ടിക്കൽ ഡെവല്യൂഷൻ ആൻഡ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ. എന്താണ് കോൺസെപ്റ്റ് ഞാൻ വൺ ലൈനിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടാക്സ്, നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ്, കംപ്ലീറ്റ് കളക്ട് ചെയ്യുന്ന ടാക്സ് അല്ല, ആ ടാക്സിൽ നിന്ന് ടാക്സ് പിരിക്കാൻ എടുത്ത ആ ഒരു കോസ്റ്റും കൂടെ മൈനസ് ചെയ്ത് കിട്ടുമ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് കിട്ടും. ലെറ്റ്സ് സേ 100 രൂപയാണ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് എന്ന് വിചാരിക്കുക. അതായത് കംപ്ലീറ്റ്ലി ഞാൻ ഒരു വർഷത്തെ ടാക്സ് കളക്ട് ചെയ്യുന്നു. ആ ഒരു വർഷത്തെ ടാക്സ് കളക്ട് ചെയ്തിട്ട് ആ ടാക്സ് കളക്ട് ചെയ്യാൻ എനിക്ക് ചിലവായ ആ ഒരു എമൗണ്ട് മൈനസ് ചെയ്തിട്ട് നെറ്റ് ടാക്സ് നമ്മൾ കണ്ടുപിടിക്കും. ഇത് കണ്ടുപിടിക്കുന്നത് CAG ആണ്. നെറ്റ് ടാക്സ് എത്രയാണ്, എത്ര കോടികളാണ് എന്ന് CAG കണ്ടുപിടിക്കും. ആ CAG നെറ്റ് ടാക്സ് കണ്ടുപിടിക്കുന്ന ഇതിനെ തന്നെയാണ് നമ്മൾ ഡിവിസിബിൾ പൂൾ എന്നൊക്കെ പറയും. ഇതിനെയാണ് നമ്മൾ സെൻറ്ററിനും സ്റ്റേറ്റ്സിനും തമ്മിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കും. സെൻറ്ററിന് ഒരു പെർസെൻറ്റേജ്, എല്ലാ സ്റ്റേറ്റ്സിനും കൂടെ ഒരു പെർസെൻറ്റേജ്. ഇതിനെയാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. സോ വെർട്ടിക്കൽ ഡെവല്യൂഷൻ ഇസ് എ സ്പ്ലിറ്റ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. ഡെവല്യൂഷൻ ഓഫ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് ബിറ്റ്വീൻ സെൻറ്റർ ആൻഡ് സ്റ്റേറ്റ്സ്. ഇതിനെയാണ് നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് എന്ന് വിളിക്കാറ്. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് ഓഫ് ടാക്സ് ഉണ്ട്, അതിനെയാണ് വെർട്ടിക്കൽ ഡെവല്യൂഷൻ, നെറ്റ് പ്രൊസീഡ്സ് ടാക്സ് അല്ല വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് വിളിക്കാറ് എന്നുള്ള രീതിയിലേക്ക്. ഇനി ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്താണ്? ഈ സ്റ്റേറ്റ്സ് തമ്മിൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കും. അതായത് സ്റ്റേറ്റ്സിന് എല്ലാവർക്കും കൂടെ ഒരു പെർസെൻറ്റേജ് കിട്ടും. ആ പെർസെൻറ്റേജിൽ ഓരോ സ്റ്റേറ്റ്സിനും എത്ര ശതമാനം കിട്ടും എന്നുള്ളതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിനാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയാറ്. So when you learn about finance commission, please understand about vertical as well as horizontal devolution. Vertical horizontal devolution മാത്രമല്ല അവർ ചെയ്യാറ്, ഗ്രാൻഡ് കൊടുക്കുന്നതിനെ പറ്റി കാണും. ലോക്കൽ ബോഡീസിന്, അതായത് നമ്മുടെ പഞ്ചായത്തിന് മുനിസിപ്പാലിറ്റിക്കും ഫണ്ട് കൊടുക്കുന്നതിനെ പറ്റി, അവർക്ക് ഫണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് കൊടുക്കാൻ നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് പറ്റും. ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളതാണ്, വെദർ ദ ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ ഓർ ദ സെൻട്രൽ ഫിനാൻസ് കമ്മീഷൻ ക്യാൻ ഗീവ് ഫണ്ട് ടു ദ ലോക്കൽ ബോഡീസ്. യെസ്, കൊടുക്കാം, ലോക്കൽ ബോഡീസിൻ്റെ പൈസ കൊടുക്കാം. അതും അറിഞ്ഞിരിക്കുക. ഗ്രാൻഡ് കൊടുക്കാമോ? ഗ്രാൻഡും കൊടുക്കാം. ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡെവല്യൂഷൻ നടത്തുമോ? അതും ഇവരാണ് ചെയ്യുന്നത്. സോ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് there are good functions of again the finance commission. അതും 280 പറയുന്നത്. ഇറ്റ്സ് മെൻഷൻ അണ്ടർ ദി 280, ആർട്ടിക്കിൾ 280 പറയുന്നത്. അവർ റിപ്പോർട്ട് പ്രസിഡന്റിന് കൊടുക്കുന്നു, പ്രസിഡന്റ് പാർലമെന്റിൽ വെക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ്. ഇനി എന്താണ് ഇതിൻ്റെ കീ ട്രാപ്പ്? ഓൾറെഡി ഞാനൊരു കീ ട്രാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്? അഗെയിൻ അവരുടെ ക്വാളിഫിക്കേഷൻ തീരുമാനിക്കുന്നത് പാർലമെൻറ്റാണ്, കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്നുള്ള കാര്യം. 2, ഫിനാൻസ് കമ്മീഷൻ റെക്കമെൻഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഫിനാൻസ് കമ്മീഷൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ കേൾക്കുന്നത് നിർബന്ധമില്ല. റെക്കമെൻഡേറ്ററി ബോഡിയാണ്. നമ്മൾ വിചാരിക്കും ഭയങ്കര വലിയ കാര്യമാണെന്ന്, പക്ഷേ സ്റ്റിൽ അവരുടെ റെക്കമെൻഡേഷൻസൊക്കെ ഏകദേശമൊക്കെ അക്സെപ്റ്റ് ചെയ്യാറുണ്ട്, പക്ഷേ സ്റ്റിൽ റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് അല്ല. സെസ് ആൻഡ് സർചാർജസ് ആർ നോട്ട് ദ പാർട്ട് ഓഫ് ദ ഡിവിസിബിൾ പൂൾ. ഞാൻ നേരത്തെ പറഞ്ഞു, ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്ന ടോട്ടൽ എമൗണ്ട്, ആ ടോട്ടൽ എമൗണ്ടിൽ ടാക്സ് മാത്രമേ ഉള്ളൂ. നെറ്റ് ടാക്സ് പ്രൊസീഡ്സ് എന്നാണ് ഞാൻ പറയുന്നത്. ടാക്സ് മാത്രമേ ഉള്ളൂ. ബോത്ത് ദ ഡയറക്റ്റ് ടാക്സ് ആസ് വെൽ ആസ് ഇൻഡയറക്റ്റ് ടാക്സ്. സെസ് ഓർ സർചാർജ് രണ്ടും ഇതിൻ്റെ പാർട്ടല്ല. അപ്പം സെൻട്രൽ ഗവൺമെൻറ് ഒരു സെസ്സും സർചാർജും ഇമ്പോസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് താഴേക്ക് സ്റ്റേറ്റ്സിന് കൊടുക്കേണ്ട റെസ്പോൺസിബിലിറ്റി ഇല്ല. ടാക്സ് മാത്രം കൊടുത്താൽ മതി എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഫിനാൻസ് കമ്മീഷനും GST കൗൺസിലും രണ്ടാണ് നമുക്കറിയാം, രണ്ട് ഡിഫറെൻറ്റ് ബോഡിയാണ്. GST റേറ്റ്സ് ഡിറ്റർമിൻ ചെയ്യുന്നത് GST കൗൺസിലാണ്, അവരുടെ ജോലി അതാണ്. ഫിനാൻസ് കമ്മീഷൻ്റെ ജോലി ഞാൻ നേരത്തെ പറഞ്ഞ ഹൊറിസോണ്ടൽ വെർട്ടിക്കൽ ഡെവല്യൂഷൻ, ടാക്സ് ഗ്രാൻഡ് കൊടുക്കുക, ലോക്കൽ ബോഡീസിൻ്റെ ഫണ്ട് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഫണ്ട് കൊടുക്കാൻ വേണ്ടി അതിനുള്ള മെഷേഴ്സ്, ഇങ്ങനെയൊക്കെ ഫണ്ട് കൊടുക്കണം എന്ന് പറയാൻ പറ്റും, നമുക്ക് കാര്യങ്ങളുണ്ട്. ആൻഡ് ദിസ് ഇസ് ഓൾസോ എ ക്വാസി ജുഡീഷ്യൽ ബോഡി. ക്വാസി ജുഡീഷ്യൽ ബോഡി എന്ന് പറയുമ്പോഴേക്കും അവർക്ക് എന്താണ്, ഒരു സ്റ്റേറ്റിൻ്റെ ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റെയോ ഒക്കെ ഡോക്യുമെൻറ്റ്സ് വിളിച്ചു വരുത്താനും കാര്യങ്ങൾ ചോദിക്കാനും ഒക്കെ ഉള്ള അവകാശമുണ്ട്. നടപടി എടുക്കാനുള്ള അവകാശമൊന്നുമില്ല, പക്ഷേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ വിളിച്ചു വരുത്താനും ആൾക്കാരോട് വന്ന് എക്സ്പ്ലനേഷൻ തരാനും ചോദിക്കാനും ഒക്കെ ഉള്ള പവർ ഫിനാൻസ് കമ്മീഷനുണ്ട്. സോ ഫിനാൻസ് കമ്മീഷൻ ഓൾസോ നോൺ ആസ് എ ക്വാസി ജുഡീഷ്യൽ ബോഡി. സോ ദീസ് ആർ ഈ കീ ട്രാപ്സ് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ബേസിസിലാണ് ഞാൻ കീ ട്രാപ്സ് കൊടുത്തിരിക്കുന്നത്. സോ അറിഞ്ഞിരിക്കുക ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ലോക്കൽ ഗവൺമെൻറ്റ്സിനൊക്കെ ഫണ്ട് കൊടുക്കാം, റെക്കമെൻഡേഷൻസ് മാത്രമേ ഉള്ളൂ, സെസ്സും സർചാർജസും പാർട്ടല്ല. ക്വാളിഫിക്കേഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് പാർലമെൻറ്റാണ്, ഫിനാൻസ് കമ്മീഷൻ ആക്ട് വഴി കൊണ്ടുവന്നേക്കുന്നതാണ്, അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല എന്നുള്ള രീതിയിലേക്ക്. ബട്ട് ഇതിൽ കറണ്ട് അഫയേഴ്സ് ഒത്തിരി ഉണ്ട്. ബിക്കോസ് 16th ഫിനാൻസ് കമ്മീഷൻ്റെ എന്ത് മാറ്റമാണ് അല്ലെങ്കിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് അറിയണം. ദിസ് ഈസ് അഗെയിൻ എ ഗോൾഡൻ ക്വസ്റ്റ്യൻ, ചോദിക്കാൻ ഏറ്റവും കൂടുതൽ പ്രോബിലിറ്റി ഉള്ള ക്വസ്റ്റ്യൻ, ഈവൻ മോർ ദാൻ ദ ഇലക്ഷൻ കമ്മീഷൻ ക്വസ്റ്റ്യൻസ് അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയുണ്ട്. സോ ഇഫ് ഐ ഇൻറ്റിഗ്രേറ്റ് കറണ്ട് അഫയേഴ്സ് ഇൻ ടു ദിസ് ടോപ്പിക്, 16th ഫിനാൻസ് കമ്മീഷനിൽ എന്തുണ്ടെന്നുള്ളതാണ്. ചെയർമാൻ്റെ പേര് യൂഷ്വലി ചോദിക്കാറില്ല, ബട്ട് ഞാൻ കൊടുത്തിരിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അവരുടെ റെക്കമെൻഡേഷൻസ് റൺ ചെയ്യുന്ന വർഷത്തിനെയാണ് പറയുന്നത്. അതായത്
ഏപ്രിൽ, നമ്മുടെ മാർച്ചാണ്, ഏപ്രിൽ 2026 മുതൽ ഫിനാൻഷ്യൽ ഇയർ മുതൽ പിന്നെ 2030-31 വരെയുള്ള 5 വർഷത്തെ കാലാവധിയിലേക്കാണ് ഇവരെന്ത് റെക്കമെൻഡ് ചെയ്യുന്നോ ആ റെക്കമെൻഡേഷൻ ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്നു, അതിനനുസരിച്ചായിരിക്കും പൈസ ഓരോ വർഷവും സ്റ്റേറ്റിന് കിട്ടുക, അല്ലെങ്കിൽ സെൻട്രൽ സ്റ്റേറ്റിൻ്റെ ഫിനാൻഷ്യൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്കറിയാം. പീരീഡ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഈ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കാര്യം, എത്ര പെർസെൻറ്റേജാണ് വേർട്ടിക്കൽ ഡെവല്യൂഷൻ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് ശ്രദ്ധിക്കുക. 15th ഫിനാൻസ് കമ്മീഷൻ, ഇതിന് മുമ്പുണ്ടായിരുന്ന ഫിനാൻസ് കമ്മീഷൻ പറഞ്ഞിരുന്ന ഇതായിരുന്നു, 100ൽ ടോട്ടൽ 100% എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 41%, 41% എന്ത് ചെയ്യണം, സ്റ്റേറ്റ്സിന് കൊടുക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് വേർട്ടിക്കൽ ഡെവല്യൂഷൻ്റെ പെർസെൻറ്റേജ് 41% ആണ്. ഐ എം ടോക്കിംഗ് അബൌട്ട് 15th ഫിനാൻസ് കമ്മീഷൻ. 16th ഫിനാൻസ് കമ്മീഷൻ അതിനെ മാറ്റിയില്ല, അവർ 41 തന്നെ നിർത്തി. അപ്പോൾ കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷനും ഇപ്പോൾ വന്ന ടേബിൾ ചെയ്ത ഫിനാൻസ് കമ്മീഷനും എന്താണ് 41% തന്നെയാണ് പറയുന്നത്. ഐ വോണ്ട് യു ടു നോ ദ ഫാക്ട് ദിസ്. ചോദിച്ചിട്ടുണ്ട് പല തവണയായിട്ട് എന്താണ് വേർട്ടിക്കൽ ഡെവല്യൂഷൻ്റെ പെർസെൻറ്റേജ് നമ്പർ ചോദിച്ചിട്ടുണ്ട്. 41% എന്ന് അറിഞ്ഞിരിക്കുക. പാർലമെൻറ്റിൽ അവർ ടേബിൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരുന്നു, അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിലേക്ക്. എന്താണ് ചേഞ്ച് ആയത്? അവിടെയാണ് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുള്ളത്. ഞാൻ ആദ്യത്തെ 2 കാര്യങ്ങൾ ഇവിടെ ഹോൾഡിൽ വെക്കുകയാണ്, ബിക്കോസ് ഐ എം ഗോയിങ് ടു ഷോ യു അഗെയിൻ ഇൻ ഡീറ്റെയിൽ എന്നുള്ള രീതിയിലേക്ക്. കേരളത്തിൻ്റെ ഷെയർ, സിൻസ് വി ആർ ടോക്കിംഗ് ഫ്രം സ്റ്റേറ്റ് ഓഫ് കേരള, സോ വി ആർ ഓൾസോ ഡിസ്കസിങ് അബൌട്ട് ദർ ഇസ് എൻ ഇൻക്രീസിങ് സ്റ്റേറ്റ്. അതല്ല എനിക്ക് അറിയേണ്ടത്. ഈ ലാസ്റ്റ് പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ 5 സ്റ്റേറ്റുകൾക്കും ഷെയർ ഇൻക്രീസ് ചെയ്തു. ഇൻഡിവിജ്വൽ ഷെയർ ആണ് ഞാൻ പറയുന്നത്. ഓരോ സ്റ്റേറ്റിനും കിട്ടുന്ന ഷെയർ ഇൻക്രീസ് ആയി. ദിസ് ഇസ് എ ഫാക്ട് ദാറ്റ് UPC can ask. Whether all the states in South India saw an increase after the recommendation of the 16th Finance Commission. ചോദിക്കാം. സോ ഈ പോയിന്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ള രീതിയിലേക്കുണ്ട്. ഗ്രാൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്, ആ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. സോ ഐ വിൽ ടെൽ യു അബൌട്ട് ദ ഗ്രാൻഡ് ആൻഡ് ദീസ് സ്റ്റെപ്സ്. സോ ഇവിടെ ഞാൻ കാര്യങ്ങൾ കണ്ടത് 280 ഉണ്ട്, കുറച്ച് ട്രാപ്പ് ഏരിയാസ് പറഞ്ഞു. വേർട്ടിക്കൽ ഡെവല്യൂഷൻ പെർസെൻറ്റേജ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക, 41%. ആൻഡ് ഓൾ ദ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഷോ an increase. ചിലത് വളരെ മാർജിനാണ്, ബട്ട് സ്റ്റിൽ ഷോ an increase in the percentage share. കേരളത്തിന് കഴിഞ്ഞ ഫിനാൻസ് കമ്മീഷൻ്റെ പെർസെൻറ്റേജ് പ്രകാരം മൊത്തത്തിൽ 41% കേരളത്തിന് കിട്ടുന്നത് വെറും 1.92% ആയിരുന്നു. ദാറ്റ് വിൽ ഇൻക്രീസ് ടു 2.38%. സോ ദർ ഇസ് എൻ ഇൻക്രീസ് ഇൻ ദ പെർസെൻറ്റേജ് to the contribution that the Kerala receives. Likewise, എല്ലാ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സിനും അങ്ങനെ ഒരു ഇൻക്രീസ് ഉണ്ടെന്നുള്ളതാണ്. അപ്പം അറിഞ്ഞിരിക്കുക വെർട്ടിക്കൽ ഡെവല്യൂഷൻ. മൂവിങ്, എന്താണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ? ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇപ്പം ഞാൻ പറഞ്ഞു നിർത്തിയേ ഉള്ളൂ. ഓരോ സ്റ്റേറ്റിനും എത്ര രൂപ കിട്ടുന്നു എന്നുള്ള രീതിയിലേക്ക്. ഞാനിവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത് 15th ഫിനാൻസ് കമ്മീഷനും 16th ഫിനാൻസ് കമ്മീഷനും തമ്മിലുള്ള കമ്പാരിസൺ ആണ് എന്നുള്ള രീതിയിലേക്ക്. ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത് എന്തിൻ്റെയൊക്കെ ക്രൈറ്റീരിയ, എന്തൊക്കെ പാരാമീറ്റേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓരോ സ്റ്റേറ്റിനും എത്ര രൂപ വീതം കൊടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടാണെന്ന് നമുക്ക് കാണാം. ഒന്നാമത്തത് പോപ്പുലേഷനാണ്, പോപ്പുലേഷൻ ഓഫ് 2011 സെൻസസ്. രണ്ടാമത്തത് ഏരിയ ആണ്. മൂന്നാമത്തത് ഇൻകം ഡിസ്റ്റൻസ് ആണ്. നാലാമത്തത് ഡെമോഗ്രാഫിക് പെർഫോമൻസ് ആണ്. അഞ്ചാമത്തത് ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജിയാണ് എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ കോമൺ ആണ്. ഇവിടെ ഓരോ കോളത്തിൽ അവർ കൊടുത്തിരിക്കുന്ന പെർസെൻറ്റേജ് ആണ്, എത്ര വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ നമ്പേഴ്സ് യൂഷ്വലി ചോദിച്ചിട്ടേ ഇല്ല. ഈ നമ്പേഴ്സ് കാണാൻ പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ നമ്പേഴ്സ് എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ നോക്കുക, 15th ഫിനാൻസ് കമ്മീഷൻ്റെ കാര്യത്തിൽ അവർ എല്ലാ പാരാമീറ്റേഴ്സും ഉണ്ടായിരുന്നു. പോപ്പുലേഷൻ, ഏരിയ, ഇൻകം ഡിസ്റ്റൻസ്, ഡെമോഗ്രാഫിക് പെർഫോമൻസ്, ഫോറസ്റ്റ് ഇക്കോളജി ആൻഡ് ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്ട്. ഇത്രയും ക്രൈറ്റീരിയസ് നോക്കിയിട്ടാണ് ഓരോ സ്റ്റേറ്റിന് എത്ര കൊടുക്കണം തീരുമാനിച്ചിരുന്നത്. അപ്പോൾ അവർ അതിൻ്റെയൊക്കെ പെർസെൻറ്റേജ് ഉണ്ട്, ഞാൻ നോക്കുന്നില്ല. 16th വന്നപ്പോൾ എന്തായി? ഇതാണ് ഇമ്പോർട്ടൻറ്റ്. 16th വന്നപ്പോൾ എന്തായി? 16th വന്നപ്പോൾ ഇതിലെ കഴിഞ്ഞ പ്രാവശ്യം ഫിനാൻസ് കമ്മീഷൻ ഉപയോഗിച്ച ഒരു ക്രൈറ്റീരിയ മാറ്റിയിട്ട് പുതിയൊരു ക്രൈറ്റീരിയ ആഡ് ചെയ്തു. അതറിഞ്ഞിരിക്കണം. എന്താണ് കഴിഞ്ഞ 15th ഫിനാൻസ് കമ്മീഷൻ ഉപയോഗിച്ചൊരു ക്രൈറ്റീരിയ മാറ്റിയത്? പുതിയ ക്രൈറ്റീരിയ എന്ത് ആഡ് ചെയ്തു? ടാക്സ് ആൻഡ് ഫിസ്ക്കൽ എഫേർട്ട് എന്ന് പറയുന്ന ക്രൈറ്റീരിയ 15th ഫിനാൻസ് കമ്മീഷൻ യൂസ് ചെയ്തിരുന്നത് മാറ്റിയിട്ട് പകരം എന്ത് ചെയ്യുന്നു? പുതിയൊരു ക്രൈറ്റീരിയ ആഡ് ചെയ്യുന്നു. കോൺട്രിബ്യൂഷൻ ടു ദ GDP എന്ന് പറയുന്ന പുതിയ ക്രൈറ്റീരിയ. രണ്ടും ഏകദേശം കുറച്ച് സിമിലർ ആയതുകൊണ്ടാണ് ആക്ച്വലി എന്നാണ് ആ കാര്യം കൊണ്ടുവന്നത്. സോ കോൺട്രിബ്യൂഷൻ ടു ദ GDP എന്ന് പറഞ്ഞ പുതിയ ക്രൈറ്റീരിയ വന്നു. ചോദിക്കാം, ഇത് ചോദിച്ചിട്ടുണ്ട് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ്റെ പാരാമീറ്റേഴ്സ്. കോൺട്രിബ്യൂഷൻ ടു GDP is a new one that is added എന്നുള്ള രീതിയിലേക്ക്. പിന്നെ രണ്ട് കാര്യങ്ങളുടെ കുറവുണ്ടായി. ഇൻകം ഡിസ്റ്റൻസിൻ്റെയും ഡെമോഗ്രാഫിക് പെർഫോമൻസിൻ്റെയും പെർസെൻറ്റേജിൽ കുറച്ച് കുറവുണ്ടായി എന്നുള്ള രീതിയിൽ. അത് വേണമെങ്കിൽ ഒന്ന് ഓർത്ത് വെച്ചോ.
അത്രേ ഉള്ളൂ, നമ്പേഴ്സ് ഓർത്ത് വെക്കരുത്. ഐ ഡോണ്ട് വാണ്ട് യു ടു ലേൺ അൺനെസസറി നമ്പേഴ്സ്. സോ ഡെമോഗ്രാഫിക് പെർഫോമൻസും അതേപോലെ തന്നെ എന്താണ് നമ്മുടെ ഇൻകം ഡിസ്റ്റൻസിൻ്റെയും ഒരു വെയിറ്റേജിൽ കുറച്ച് കുറവുണ്ടായി, അത്രേ ഉള്ളൂ. പക്ഷേ പുതിയ ആളെയാണ് അറിയേണ്ടത്. പഴയ റിമൂവ് ചെയ്ത ആളെ അറിയണം, പുതിയ ആളെ അറിയണം. സോ 2 ഏരിയ എന്നാണ് ഇതുവരെ ഫിനാൻസ് കമ്മീഷൻ്റെ കറണ്ട് അഫയേഴ്സ് രീതിയിലേക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, വെർട്ടിക്കൽ ഡെവല്യൂഷൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്. 2, ഹോറിസോണ്ടൽ ഡെവല്യൂഷൻ്റെ പാരാമീറ്റേഴ്സ് ഏതൊക്കെയാണ്, ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ്, നമ്പേഴ്സ് അല്ല ക്രൈറ്റീരിയാസ് ഏതൊക്കെയാണ് എന്നുള്ള രീതിയിലേക്ക്. 3ാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഗ്രാൻഡ് ഇൻ എയ്ഡാണ്. എന്തൊക്കെ ഗ്രാൻഡാണ് ഈ പുതിയ ഫിനാൻസ് കമ്മീഷൻ പ്രപ്പോസ് ചെയ്ത് സർക്കാർ അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നത്, അതും അറിഞ്ഞിരിക്കണം. സോ ദ തേർഡ് വൺ ഈസ് ബേസിക്കലി ഗ്രാൻഡ്സ്, ഗ്രാൻഡ് ഇൻ എയ്ഡ്. ഞാനിവിടെ ഒരു ടോട്ടൽ ഗ്രാൻഡ്സിനെ പറ്റിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് പ്രത്യേകിച്ച് ഗ്രാൻഡ് ഞാൻ ഫോക്കസ് ചെയ്തിരിക്കുന്നത് അഗെയിൻ സ്റ്റേറ്റ്സിന് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്, ലോക്കൽ ഗവൺമെൻറ്റ്സിന് ഗ്രാൻഡ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ നോക്കുകയാണെങ്കിൽ 2 ഗ്രാൻഡാണ്, 2 മെയിൻ ഹെഡിലാണ് ഗ്രാൻഡ് ഇത്തവണ കൊടുത്തിരിക്കുന്നത്. ഹ്യൂജ് ഫിഗേഴ്സ് കൊടുത്തിട്ടുണ്ട്, നമ്പർ അറിയണം എന്നില്ല. 9.4 lakh crore എന്നൊക്കെ ഉള്ള നമ്പർ കൊടുത്തിട്ടുണ്ട്. നമ്പർ കാണാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഡിഫിക്കൽട്ടാണ്, അതുകൊണ്ട് അത് വേണ്ട, വിട്ടേക്ക്. 2 ഹെഡ്സാണ് കൊടുത്തിരിക്കുന്നത്. ഒന്ന് ലോക്കൽ ബോഡി ഗ്രാൻഡ്സ്, 2 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രാൻഡ്സ്. ദർ ആർ 2 ഗ്രാൻഡ്സ് ഇൻ ജനറൽ കൊടുത്തിരിക്കുന്നു. പണ്ടത്തെ ഫിനാൻസ് കമ്മീഷൻസിലൊക്കെ ഒത്തിരി ഗ്രാൻഡുകൾ ഉണ്ടായിരുന്നു, അതെല്ലാം മാറ്റിയെടുത്ത് ഒരു ഗ്രാൻഡിൽ ഒരു ഓവർഹോളാണ് ആക്ച്വലി 16th ഫിനാൻസ് കമ്മീഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. സോ ദർ ഇസ് എ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രാൻഡ് ആൻഡ് എ ലോക്കൽ ബോഡി ഗ്രാൻഡ്. ലോക്കൽ ബോഡീസിന് റൂറൽ ലോക്കൽ ബോഡിക്ക് 60%, ഈ തുകയുടെ ലോക്കൽ ബോഡിക്ക് കൊടുത്തിരിക്കുന്ന തുകയുടെ 60%, അതുപോലെ തന്നെ അർബണിന് 40%ആണ് കൊടുത്തിരിക്കുന്നത്. ഗ്രാൻഡ്സിനെ 2 രീതിയിലേക്കാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബേസിക് ആൻഡ് പെർഫോമൻസ് ഗ്രാൻഡ്സ് എന്നുള്ള രീതിയിലേക്ക്. ബേസിക് ഗ്രാൻഡ്സ് എല്ലാവർക്കും കിട്ടത്തക്ക വിധത്തിലുള്ള ഗ്രാൻഡ്സ്, പക്ഷേ അതിലും ചെറിയ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. പെർഫോമൻസ് ഗ്രാൻഡ്സ് കണ്ടീഷൻസ് ഉണ്ട്, നന്നായി പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുകയുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. അതും പെട്ടെന്ന് കൊടുക്കില്ല, ഒരു 1-2 വർഷമൊക്കെ ചേരുമ്പോഴേ കൊടുക്കുകയുള്ളൂ. ഈ ടോട്ടൽ എമൗണ്ടും 5 വർഷം പതുക്കെ കൊടുത്തു തീർക്കാനുള്ള എമൗണ്ടാണ് എന്നുള്ള രീതിയിലേക്ക്. പഞ്ചായത്തുകൾക്ക് കൂടുതൽ കൊടുത്ത് അഗെയിൻ അർബൻ ഏരിയയ്ക്ക് കുറച്ച് കുറവ് കൊടുത്തിരുന്നുള്ള രീതിയിലേക്ക്. ഇനി എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ എന്താണ്, പ്ലീസ് നോട്ട്. ഇവിടുന്ന് ഇത്രയും പറഞ്ഞതിൽ എനിക്ക് അറിയേണ്ട കാര്യങ്ങൾ ഈ 2 കാര്യങ്ങളാണ്. അതൊന്ന് അറിഞ്ഞു വെക്കുക. ഈ 2 പോയിൻ്റാണ്. അതായത് പുതിയതായിട്ട് എന്ത് ഗ്രാൻഡാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രാൻഡ് എന്തൊക്കെയാണ്, അത് പറഞ്ഞിരിക്കുന്ന ഇതാണ്. സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാൻഡ് എന്ന ഗ്രാൻഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അർബനൈസേഷൻ പ്രീമിയം എന്ന് പറഞ്ഞ ഗ്രാൻഡ് അർബൻ ലോക്കൽ ബോഡീസിന് കൊടുക്കുന്നതിൻ്റെ പാർട്ടായിട്ട് ഒരു പ്രീമിയം എമൗണ്ട്, ഒരു പുതിയ കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തു. UPSC ചോദിക്കുന്ന ഇതാണ്, പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രാൻഡ് എന്തൊക്കെയാണ്, പണ്ടുണ്ടായിരുന്ന ഗ്രാൻഡ് ഏതൊക്കെ മാറ്റി എന്ന് ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്. 16th ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ടും ഇതേ ചോദ്യങ്ങൾ ചോദിക്കാം. അതായത് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രാൻഡ് എന്താണ്. സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാൻഡ്, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്താണ് പുതിയ സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഗ്രാൻഡാണ്. പർപ്പസ് ഒന്ന് അറിഞ്ഞിരിക്കുക, വേസ്റ്റ് വാട്ടർ മാനേജ്മെൻ്റ് ആണ്. ആൻഡ് അർബനൈസേഷൻ പ്രീമിയം ഗ്രാൻഡ് അഗെയിൻ ഈ അർബനൈസ്ഡ് ആവാൻ കിടക്കുന്ന അല്ലെങ്കിൽ പെരി അർബൻ ഏരിയ എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ഏർബൻ ഏരിയാസ് അല്ല, എന്നാൽ റൂറൽ ഏരിയയുടെയും അർബൻ ഏരിയാസിൻ്റെയും ഫീച്ചേഴ്സ് കാണിച്ച് നാളെയോ മറ്റന്നാളോ അല്ലെങ്കിൽ അടുത്ത വർഷങ്ങളിൽ അതിനെ ഒരു മുനിസിപ്പാലിറ്റിയൊക്കെ ആക്കി മാറ്റാൻ പറ്റുന്ന അങ്ങനെയുള്ളൊരു ഏരിയാസിനെ നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പണ്ട് പഞ്ചായത്തായിരുന്ന ഏരിയാസിനെ നാളെ നിങ്ങൾ ഒരു ഏർബൺ ഏരിയ, ഒരു മുനിസിപ്പാലിറ്റി ആക്കി മാറ്റുന്നൊരു സിസ്റ്റം ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ മാറ്റുന്നവർക്ക് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. സോ കുറേ കൂടെ അർബനൈസേഷൻ കൂട്ടി വരുന്നതിന് കുറച്ച് പ്രീമിയം ഗ്രാൻഡ് കൊടുക്കുന്നു. അത് നമ്മുടെ ലോക്കൽ ബോഡിക്ക് കൊടുക്കാനുള്ള ഗ്രാൻഡാണ്. പക്ഷേ പേര് ഓർത്തിരിക്കുക, പർപ്പസിനെക്കാട്ടി ഒന്ന് പേര് ഓർത്തിരിക്കുക, സ്പെഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടും അതുപോലെ തന്നെ വി ഹാവ് ദി അർബനൈസേഷൻ പ്രീമിയം ഫണ്ടും. ഈ 2 കാര്യങ്ങളാണ് സ്ഥിരമായിട്ട് എന്താണ് ചോദിക്കുന്നത്. ആൻഡ് ഡിസാസ്റ്ററിന് ഷെയർ കൊടുത്തിട്ടുണ്ട്, അഗെയിൻ അത് വിട്ടേക്കുക. അർബൻ ലോക്കൽ ബോഡീസിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കണ്ടീഷൻസ് ഉണ്ട്, വെറുതെ അല്ല അവർ ഗ്രാൻഡ് തരുന്നത്. അതൊന്നും യൂഷ്വലി ചോദിക്കാറില്ല, എന്നാലും ഞാൻ റെഫറൻസിന് വേണ്ടി തന്നിട്ടുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ലൈക്ക് വൈസ് എന്താ, ടൈംലി ഇലക്ഷൻ നടത്തണം, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ സെറ്റ് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ടുകളൊക്കെ വെക്കണം എന്ന് മാത്രമേ ഗ്രാൻഡ് ഇഷ്യൂ ഉള്ളൂ. ചുമ്മാ ഗ്രാൻഡ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ചുമ്മാ കൊടുക്കില്ല. കണ്ടീഷണാലിറ്റീസ് ഉണ്ട്, പക്ഷേ പണ്ടത്തേനെക്കാട്ടും കണ്ടീഷണാലിറ്റീസ് ഒക്കെ വളരെ കുറച്ച് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ഗ്രാൻഡ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പുതുതായിട്ട് ആഡ് ചെയ്ത 2 ഗ്രാൻഡിൻ്റെ പേര് അറിഞ്ഞിരിക്കുക. വാട്ട് അബൌട്ട് ദി റിമൂവ് ഗ്രാൻഡ്സ്, അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, ഇതും അറിഞ്ഞിരിക്കണം. 15th ഫിനാൻസ് കമ്മീഷൻ വരെ കൊണ്ടുവന്നിരുന്ന ഗ്രാൻഡ് എന്നാൽ 16th ഫിനാൻസ് കമ്മീഷൻ വേണ്ടാന്ന് വെച്ച ഗ്രാൻഡുകൾ, കാരണം ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഗ്രാൻഡുകളാണ് അവർ വേണ്ടാന്ന് വെച്ചത്. അപ്പോൾ ആ ഗ്രാൻഡ് എന്തൊക്കെയാണ്, അതിൻ്റെ പേരെന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്നാണ്.
റവന്യൂ ഡെഫിസിറ്റ് അനുഭവിച്ചുകൊണ്ടിരുന്ന സ്റ്റേറ്റുകൾക്ക് കൊടുത്തിരുന്ന ഒരു തുകയായിരുന്നു റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ്. അത് വേണ്ടെന്ന് വെച്ചു. ഇനി അങ്ങനൊരു സമ്പ്രദായം ഇല്ല എന്ന് നോക്കുന്നു. അടുത്തത് സെക്ടർ സ്പെസിഫിക് ഗ്രാൻഡ്സ്. ഫോർ എക്സാമ്പിൾ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, അഗൈൻ അങ്ങനെ സ്പെസിഫിക്കലി എന്താണ് ഗ്രാൻഡ് പറയുന്നുണ്ടായിരുന്നു. യെസ്, ഹെൽത്ത് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. സ്പെസിഫിക് ആയിട്ടുള്ള ഗ്രാൻഡ്, റൂറൽ കണക്ടിവിറ്റി, അങ്ങനെ സെക്ടറിന് ഗ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും അവർ എന്താണ് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. സ്റ്റേറ്റ് സ്പെസിഫിക് ഗ്രാൻഡ് കൊടുക്കണം. ഓരോ സ്റ്റേറ്റ്സിന് അവരുടെ കണ്ടീഷൻസിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അതും കൊടുക്കുമായിരുന്നു. ഇത് മൂന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് എന്നുള്ള രീതിയിലേക്ക്. ഇത് മൂന്നും വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ്. സോ ദേ ഹാവ് അഗൈൻ റിമൂവ് 3 grants: റവന്യൂ ഡെഫിസിറ്റ്, സെക്ടർ സ്പെസിഫിക് ആൻഡ് സ്റ്റേറ്റ് സ്പെസിഫിക് ഗ്രാൻഡ്സ്. ഇതും അറിഞ്ഞിരിക്കുക. ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ 2 കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മതി. പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ഗ്രാൻറ്റിൻ്റെ പേര്, റിമൂവ് ചെയ്ത ഗ്രാൻറ്റിൻ്റെ പേര്, പിന്നെ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ്റെ പാരാമീറ്റേഴ്സ്, വെർട്ടിക്കൽ ഡെവല്യൂഷൻ്റെ നമ്പർ. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. അത് കൂടുതൽ 16th ഫിനാൻസ് കമ്മീഷനെ പറ്റി അറിയേണ്ട ആവശ്യമില്ല. ബട്ട് മിനിമമായിട്ടിരിക്കുക. വാട്ട് ഈസ് ദ റൂൾ ഓഫ് ഫിനാൻസ് കമ്മീഷൻ ഇൻ ബഡ്ജറ്റ് പ്രസൻറ്റേഷൻസ്? ബഡ്ജറ്റ് പ്രസൻറ്റേഷൻസിലല്ല, പക്ഷേ ബഡ്ജറ്റിനകത്താണ് കൃത്യമായിട്ട് പറയുന്നത്. ബഡ്ജറ്റ് പ്രസൻറ്റേഷനിൽ ഫിനാൻസ് കമ്മീഷൻ റോളില്ല. പക്ഷേ ഫിനാൻസ് കമ്മീഷൻ ഓൾറെഡി റിപ്പോർട്ട് കൊടുക്കും, പാർലമെൻറ്റിൽ വെക്കും. അഗൈൻ നമ്മുടെ ഗവൺമെൻറ് അത് അറിയും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ പൈസയും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഐ ക്യാൻ ടെൽ യു എൻ എക്സാമ്പിൾ. ചിലപ്പോൾ ഫിനാൻസ് കമ്മീഷൻ്റെ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടി ഗ്രാൻഡ് ലോക്കൽ ഗവൺമെൻറ്റിന് കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യും? വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റിന് വേണ്ടി ഇനി വലിയ പുതിയ എക്സിസ്റ്റിംഗ് സ്കീം കൊടുക്കണ്ട, പഴയ സ്കീമിൻ്റെ തുക അവിടെ ഒന്ന് കുറയ്ക്കും. എന്തായാലും ഫിനാൻസ് കമ്മീഷന് കൊടുക്കുമല്ലോ. അങ്ങനെ ഒരു ഗീവ് ആൻഡ് ടേക്ക് ഉണ്ട്. അല്ലാതെ ഫിനാൻസ് കമ്മീഷൻ്റെ റോളായിട്ടില്ല. പ്രസൻറ്റേഷനിൽ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. കാരണം ബഡ്ജറ്റിൻ്റെ ഡോക്യുമെൻറ്റിലാണ് ഫിനാൻസ് കമ്മീഷൻ്റെ അക്സെപ്റ്റഡ് റെക്കമെൻഡേഷൻസ് ഒക്കെ വരുന്നത് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ അല്ലാതെ അവർ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും, പക്ഷേ നമുക്ക് കാണാൻ പറ്റുന്നത് ആ ബഡ്ജറ്റ് ഡോക്യുമെൻറ്റിലും ആണെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ പ്രത്യേകിച്ച് റോളൊന്നുമില്ല. So please understand this concept about grant. We studied 3 concepts, alle finance commission, vertical devolution, 16th finance commission, horizontal devolution parameters and the grants. Yes, രണ്ട് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് ആക്ച്വലി നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എന്താണ് ഓവറോൾ ദി ഐഡിയ അബൌട്ട് ദി ഇലക്ഷൻ കമ്മീഷൻ ആസ് വെൽ ആസ് ദി ഫിനാൻസ് കമ്മീഷൻ. ഇനി ഞാൻ ക്വിക്ക്ലി മറ്റ് ടോപ്പിക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ മൂന്നാമത്തെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ അത് CAG ആണ്. എന്തുകൊണ്ടാണ് CAG ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ന്യൂസിൽ വന്നുകൊണ്ടല്ല. CAGനെ പറ്റി വാർത്തയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവും, പക്ഷെ അതല്ല എൻ്റെ കാര്യം. CAG പറ്റി കുറച്ച് വർഷങ്ങളായി ചോദിച്ചിട്ട്, അപ്പോൾ കുറേ വർഷമായിട്ട് ഒന്ന് പൊടി തട്ടി എടുത്താലോ എന്നുള്ള രീതിയിലേക്ക്, അത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നുമില്ല. C&AG അല്ലെങ്കിൽ CAG എന്ന് വിളിക്കുന്ന Comptroller and Auditor General is also a constitutional body. It talks about from Article 148 to, again, series of articles ഉണ്ട്. 148 ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണ്. പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ടെന്യൂർ 6 വർഷം അല്ലെങ്കിൽ 65 അഗൈൻ ഏജ് വരെ ഉണ്ട്. റിമൂവൽ എന്ന് പറയുന്നത് അഗൈൻ സുപ്രീം കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ മാനറിലാണ് ചെയ്യേണ്ടത്. അഗൈൻ പോസ്റ്റ് റിട്ടയർമെൻ്റ് ആയിട്ട് ചെയ്യാൻ അവർക്ക് പറ്റില്ല. സാലറിയൊക്കെ സുപ്രീം കോടതി ജഡ്ജിന് ഈക്വലൻ്റ് ആണ്. അപ്പം ഞാൻ ഈ പറഞ്ഞു പോകുന്നതിനകത്ത് ഇങ്ങനെ വളരെ ക്വിക്കായിട്ട് പറഞ്ഞു പോകുന്നുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷേ നമ്മളിത് പഠിക്കാൻ നേരത്തുണ്ടല്ലോ, ഇഫ് യു ക്യാൻ ക്രിയേറ്റ് എ ടേബിൾ, ഇങ്ങനെ കണ്ടോ ഞാൻ പറഞ്ഞു പോയതിനകത്ത് ഇപ്പം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു പോയപ്പോൾ ഒരു ചെറിയ കാര്യങ്ങൾ പറഞ്ഞു. ആർട്ടിക്കിളുണ്ട്, അപ്പോയിൻമെൻ്റ് ഉണ്ട്, അഗൈൻ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെയാണ്, സാലറി എങ്ങനെയാണ്, ഇതിനെല്ലാം ഇതൊരു കോമൺ ഫ്രെയിം വർക്ക് ഉണ്ടാക്കുക. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിക്കുമ്പോൾ വൺസ് ഇഫ് യു ഹാവ് മെയ്ഡ് എ ടേബിൾ, ഇനി സമയമുണ്ട്. വി ഹാവ് 2 months ahead. നമ്മൾ അവസാനം ഇതെല്ലാം ഒന്നുകൂടെ എടുത്ത് വായിക്കുന്നതിനെക്കാട്ടിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം വളരെ പ്രിസൈസായിട്ട് മിനിമലായിട്ട് എനിക്ക് എന്താണ് ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കി ഒരു ടേബിളിൽ എഴുതി കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ടേബിൾ വേണമെന്നില്ല, ഒരു പേപ്പറിൽ മിനിമം എഴുതിയാൽ മതി. ഐ ഡോണ്ട് വാണ്ട് ടു റീഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ. ലക്ഷ്മികാന്ത് ഒത്തിരി തവണ വായിക്കണം നിർബന്ധമൊന്നുമില്ല. ഐ വാണ്ട് ടു റീഡ് വൺസ്. പക്ഷേ എന്താ ചോദിക്കുന്നതെന്ന് മനസ്സിലാവണം. അതിനെ ബേസ് ചെയ്ത് അത് മാത്രം ഒരു ലൈൻ എഴുതുക അല്ലെങ്കിൽ 2 ലൈൻ എഴുതുക, അങ്ങനെ മാത്രം നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കത് പെട്ടെന്ന് ഓർത്തിരിക്കുന്നുള്ള രീതിയുണ്ട്. ആൻഡ് CAGനെ പറ്റിയിട്ട് എനിക്ക് പറയാൻ 2 കാര്യങ്ങളാണുള്ളത്. CAGയുടെ ഡ്യൂട്ടീസും കാര്യങ്ങളും, ടെന്യൂറും ഡ്യൂട്ടീസും കാര്യങ്ങളും ഒന്നും കോൺസ്റ്റിറ്റ്യൂഷനിലല്ല എടുത്ത് പറയുന്നത്. പകരം CAGക്ക് ഒരു ആക്ട് ഉണ്ട്. CAGയുടെ കാര്യങ്ങളെല്ലാം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നതാണ് പാർലമെൻറ്റ് ഡിസൈഡ് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് CAGയുടെ ആക്ട് ഉണ്ട്. CAG's ഡ്യൂട്ടീസ് ആൻഡ് പവേഴ്സ് റെസ്പോൺസിബിലിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞ ആക്ട് ഉണ്ട്. 1971 പാസ്സാക്കിയ ആക്ടാണ്. CAG ആക്ട് എന്ന് ഓർത്താൽ മതി. അതിലാണ് ടെന്യൂർ പറയുന്നത്, ഡ്യൂട്ടീസ് പറയുന്നത്, ഫങ്ഷൻസ് പറയുന്നത്, എല്ലാം അതിലാണ് പറയുന്നത്. ബട്ട് മേജർലി അപ്പോയിൻമെൻറ്റ് പറയുന്നുണ്ട്, റിമൂവലിൻ്റെ കാര്യം പറയുന്നുണ്ട്, സാലറിയുടെ കാര്യം, അങ്ങനെയുള്ള മിനിമം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത് മതി. അപ്പോൾ ഒത്തിരി ചോദിച്ചിട്ടില്ല, പക്ഷേ എന്നാലും ചോദിക്കാം. ചോദിച്ചിട്ടുള്ളൊരു വർഷം, CAGനെ പറ്റി ചോദിച്ച വർഷം
CAG എന്തൊക്കെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണെന്നാണ് പറയുന്നത്. CAG ശരിക്കും ഞാനിവിടെ 3 ടൈപ്പ് ഓഫ് ഓഡിറ്റിനെ പറയുന്നുള്ളൂ, അത് 4 ആക്കാൻ വേണമെങ്കിൽ. പക്ഷേ നമുക്ക് ഒരു 3 ടൈപ്പ് ഓഫ് ഓഡിറ്റ് മെയിൻലി ഉണ്ട്. ഐ വിൽ ടെൽ അബൌട്ട് ഓൾസോ ദ 4th വൺ. ഒന്നാമത്തെ ടൈപ്പ് ഓഫ് ഓഡിറ്റ് റെഗുലേറ്ററി ഓർ കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറയും. അതായത് എന്താണ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗ് എന്ന് പറയുന്നത് പൈസ സ്പെൻഡ് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് അഗെയിൻ പൈസ സ്പെൻഡ് ചെയ്തത് നിയമത്തിന് അനുസൃതമായിട്ടാണോ, കറക്റ്റ് എമൗണ്ട് തന്നെയാണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒക്കെ നോക്കുന്നത്. അതാണ് ഓഡിറ്റിംഗ് ജോബ്. ഓഡിറ്റിംഗ് ഇസ് എ പോസ്റ്റ്മോർട്ടം ജോബ് എന്നുള്ള രീതിയിലേക്ക് അല്ലേ. അപ്പോൾ ഈ ഓഡിറ്റിങ്ങിലെ 3 തരം ഓഡിറ്റിംഗ് ആണ്, 3-4 തരം ഓഡിറ്റിംഗ് ആണ് CAG ചെയ്യുന്നത്. ഒന്ന് കംപ്ലൈൻസ് ഓഡിറ്റാണ്. എന്താ കംപ്ലൈൻസ് ഓഡിറ്റിൽ പറയുന്നത്? സർക്കാർ ചെലവാക്കിയ എക്സ്പെൻഡിച്ചർ കറക്റ്റ് നിയമത്തിന് അനുസരിച്ച് തന്നെയാണോ, കൺഫേംസ് ടു ദ ലോ പാസ് ബൈ ലെജിസ്ലേച്ചർ തന്നെയാണോ, പൈസ ഓത്തറൈസ് ചെയ്തിട്ട് തന്നെയാണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 100 രൂപ സ്പെൻഡ് ചെയ്യണമെങ്കിൽ 1 രൂപ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പോലും ആ തുക നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യത്തിൽ തന്നെയാണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത് എന്ന് നോക്കുന്നതിനാണ് കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞത്. പേര് ഓർത്ത് വെച്ചാൽ മതി, എക്സ്പ്ലനേഷനും ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ പേര് ഓർക്കുമ്പോൾ ഇതെന്താണെന്ന് മനസ്സിലാവണം. കംപ്ലൈൻസ് ഓഡിറ്റ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ്, വെദർ യു ആർ കംപ്ലൈൻറ്റ് ടു ദ റൂൾസ് ഓർ റെഗുലേഷൻസ് ഓർ ദി ലോ എന്നുള്ളതാണ് കംപ്ലൈൻസ് ഓഡിറ്റ് പറയുന്നത്. അടുത്ത ടൈപ്പ് ഓഡിറ്റ് പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയും. പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഹയർ ഓഡിറ്റാണ്. ഹയർ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 100 രൂപ സ്പെൻഡ് ചെയ്തു, ആ സ്പെൻഡ് ചെയ്ത 100 രൂപ വയസ്സായിട്ടാണോ സ്പെൻഡ് ചെയ്തിരിക്കുന്നത്, അല്ലാതെ അനാവശ്യ ചിലവാണോ ചിലവാക്കിയിരിക്കുന്നത്, കറക്റ്റായിട്ട് തന്നെയാണോ അത്രയും രൂപ ചിലവാക്കണമായിരുന്നോ, അതോ ഇതിലും കുറഞ്ഞ രൂപയ്ക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കിട്ടുമായിരുന്നോ എന്നുള്ള ഒരു വളരെ ഡെപ്തിലുള്ളൊരു അനാലിസിസ് ആണ് അത് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്, ചെക്ക് ദ വിസ്ഡം, ഫെയ്ത്ത്ഫുൾനെസ് ആൻഡ് ദി ഇക്കോണമി ഓഫ് ദി സ്പെൻഡിങ് എന്നുള്ളതാണ് പറയുന്നത്. അതായത് ലീഗലാണോ അല്ലയോ എന്ന് നോക്കുന്നുണ്ട്, അത് കംപ്ലൈൻസ് ഓഡിറ്റ് നോക്കുന്നുണ്ട്. അതിനപ്പുറം ശരിക്കും ഇത് കറക്റ്റായിട്ട് തന്നെ ചെയ്തായിരുന്നോ, അല്ലെങ്കിൽ വേണമായിരുന്നോ, ഇങ്ങനെ ഇത്രയും പൈസ സ്പെൻഡ് ചെയ്യണമായിരുന്നോ എന്നുള്ള രീതിയിലേക്കാണ്. അത് ഇതിലും കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് കിട്ടുമായിരുന്നോ ഈ സർവീസ്, അതാണ് ചെയ്യുന്നത്. അപ്പം സർക്കാരിൻ്റെ ഓരോ പൈസയും ചിലവാക്കുന്നതിന് CAG കറക്റ്റായിട്ടാണോ എന്ന് മാത്രമല്ല നോക്കുന്നത്, ഇത്രയും പൈസ കൊടുക്കണമായിരുന്നോ, കറക്റ്റ് ആയിരുന്നോ, ഇതിലും കുറഞ്ഞ പൈസയ്ക്ക് കാര്യങ്ങൾ കിട്ടുമായിരുന്നോ എന്നൊക്കെ നോക്കും. അതിനെയാണ് അഗെയിൻ പ്രൊപ്രൈറ്ററി ഓഡിറ്റ് എന്ന് പറയുന്നത്. സോ വി ഹാവ് ദ കംപ്ലൈൻസ് ഓഡിറ്റ്, പ്രൊപ്രൈറ്ററി ഓഡിറ്റ്, ആൻഡ് ദ തേർഡ് വൺ ഇത് പെർഫോമൻസ് ഓഡിറ്റ്. പെർഫോമൻസ് ഓഡിറ്റ് പറയുന്നത് ടെക്നിക്കലി ഓരോ സ്കീമിൻ്റെ ഇവാലുവേഷനാണ്, എക്കണോമിക് ഇവാലുവേഷനാണ്. ഔട്ട്കം ഇവാലുവേഷനിൽ പ്രത്യേകിച്ച് നോക്കാറില്ല. അത് മറ്റ് അഗെയിൻ നീതി ആയോഗ് പോലുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ നോക്കും, സ്കീം കറക്റ്റായിട്ട് തന്നെ ഉദ്ദേശിച്ച സ്ഥലങ്ങളൊക്കെ ചെയ്തോ നോക്കും. ഇക്കണോമിക് ആംഗിളിൽ നോക്കുന്നതാണ്, പെർഫോമൻസ് നോക്കുന്നതാണ്, ഇഫക്റ്റീവ് ആയിട്ടുണ്ടോ, ഇഫക്റ്റീവ്നെസ് നോക്കുന്നതാണ് ആക്ച്വലി എന്താണ് നമ്മുടെ CAGയുടെ ഓഡിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് ടെക്നിക്കലി നോക്കുന്നത് ഇന്ത്യൻ്റെ ഒബ്ജക്റ്റീവ് എടുത്തിട്ടുണ്ടോ നോക്കും, പക്ഷേ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ആണ് കുറെ കൂടെ നോക്കുന്നത്. ലീക്കേജസ് ഉണ്ടായിട്ടുണ്ടോ, ഗുണം ചെയ്തിട്ടുണ്ടോ എന്നുള്ള രീതിയിലേക്ക് നോക്കും. സോ 3 ടൈപ്പ്, അത് സ്കീംസിൻ്റെയാണ് നോക്കുന്നത്. അപ്പോൾ 3 ടൈപ്പാണ് റെഗുലേറ്ററി, പ്രൊപ്രൈറ്ററി, പെർഫോമൻസ്. ഇതുകൂടാതെ ഫിനാൻഷ്യൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ സാധാരണ ഓഡിറ്റിംഗ് ഉണ്ട്. ബുക്ക് നോക്കും, ബുക്കിനകത്ത് വരവ് ചെലവ് കണക്കുകൾ കറക്റ്റാണോ, അതാണ് ഓഡിറ്റിങ്ങിൻ്റെ ഏറ്റവും ബേസിക് കാര്യം. അതുകൊണ്ട് അത് പറയാത്തത്. പക്ഷേ ഫിനാൻഷ്യൽ ഓഡിറ്റും ഉണ്ട്. ഫിനാൻഷ്യൽ ഓഡിറ്റ് ബുക്ക് കറക്റ്റാണോ, ബുക്ക് കറക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CAG നോക്കുന്നത് നമ്മുടെ കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്ന് പൈസ ചിലവാക്കിക്കുന്ന കറക്റ്റായിട്ടാണോ, മറ്റ് എല്ലാ അക്കൗണ്ടുകളിലും കണ്ടിജൻസി അക്കൗണ്ട്, പബ്ലിക് അക്കൗണ്ട്, യൂണിയൻ ഗവൺമെൻറ് മാത്രമല്ല സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും നോക്കും. അപ്പം 2 ഗവൺമെൻറ്റിൻ്റെയും നോക്കും, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും ബുക്ക് നോക്കും, അതുപോലെ സ്പെൻഡ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളെപ്പറ്റി നോക്കും. എല്ലാം നോക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരൊറ്റ ആളേ ഉള്ളൂ, കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. അദ്ദേഹത്തിന് ഒരു വലിയ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ കീഴിൽ കാര്യങ്ങൾ നോക്കാൻ വേണ്ടിയിട്ട്. സോ ദിസ് ഇസ് ദി അഗെയിൻ ടൈപ്പ് ഓഫ് ഓഡിറ്റ്. ഈ ടൈപ്പ് ഓഫ് ഓഡിറ്റ് ആണ് അവസാനം ചോദിച്ചത് എന്നുള്ള കാര്യം അറിഞ്ഞിരിക്കുക. ഇനി ലെറ്റ്സ് ടോക്ക് അബൌട്ട് എന്തൊക്കെയാണ് CAG ഓഡിറ്റ് എന്നുള്ള രീതിയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ എക്സ്പെൻഡിച്ചറും, അത് ഏറ്റവും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ യൂഷ്വലി തെറ്റിക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. നമ്മൾ വിചാരിക്കും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ അക്കൗണ്ടുകൾ മാത്രമേ CAG ഓഡിറ്റ് ചെയ്യുന്നു. അല്ല, സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളും നോക്കും. യൂണിയൻ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കും. അപ്പോൾ ഡൗട്ട് വരാൻ പോകുന്നത് ലോക്കൽ ഗവൺമെൻറ് നോക്കൂല്ലയോ എന്നുള്ളതാണ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ അഗെയിൻ ബുക്സ്, അതായത് വരവ് ചെലവ് കണക്കുകൾ CAG ഓട്ടോമാറ്റിക്കലി നോക്കില്ല. പകരം ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിൻ്റെ ഓഡിറ്റ് ചെയ്യാൻ CAGയെ ഓത്തറൈസ് ചെയ്യണം. ഓത്തറൈസ് ചെയ്യണം? സ്റ്റേറ്റ് ഗവൺമെൻറ് പെർമിഷൻ കൊടുക്കണം. സ്റ്റേറ്റ് ഗവൺമെൻറ് പെർമിഷൻ കൊടുത്താൽ മാത്രമേ CAGയെ
ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ സി എ ജിക്ക് ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സി എ ജി ബേസിക്കലി വേറൊരു കാര്യം നോക്കും, സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും പൈസ ഉപയോഗിച്ച് ലോക്കൽ ലെവലിൽ ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നടത്തുന്ന സ്കീമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും. പക്ഷേ ബുക്ക് നോക്കില്ല. ബുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയണം, സ്റ്റേറ്റ് ഹാസ് ടു പെർമിറ്റ് ദി സി എ ജി ടു ലുക്ക് ആഫ്റ്റർ ദി ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ് എന്നാൽ മാത്രമേ നോക്കുകയുള്ളൂ. പക്ഷേ സെൻട്രലിൻ്റെ സ്റ്റേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കും എന്നുള്ളത് അതാണ് പറയുന്നത്. എക്സ്പെൻഡിച്ചർ ഫ്രം കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യ, ഓൾ റെസീപ്റ്റ്സ്, again expenditure from contingency fund and public account, trading, manufacturing, profit and again loss accounts of governments, government companies എടുത്ത് പറയണം എന്നതേ ഉള്ളൂ. എല്ലാ ഗവൺമെൻറ് കമ്പനീസും നോക്കത്തില്ല, അവരുടെ സ്റ്റാറ്റ്യൂട്ടിൽ കൃത്യമായിട്ടും പറയണം ഇന്ന പെർട്ടിക്കുലർ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനത്തിന് സി എ ജിക്ക് ഓഡിറ്റ് ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ അതും ഓഡിറ്റ് ചെയ്യാം. അഗെയിൻ എന്തെങ്കിലും കൺസോളിഡേറ്റഡ് ഫണ്ടിൽ നിന്ന് പൈസ സ്ഥാപിക്കുന്ന ഏത് സ്ഥാപനത്തിനെ ഓഡിറ്റ് ചെയ്യാം. ലോണും ഗ്രാൻറ്റും ഒക്കെ കൊടുക്കുകയാണെങ്കിലും അതും എന്താണ് ഓഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലേക്ക്. അപ്പം സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പൈസ ട്രാൻസാക്ഷൻസ് വരുന്ന ഏരിയകളിലേക്ക് യു ക്യാൻ സീ ദ ഫാക്ട് ദാറ്റ് സി എ ജി ഓഡിറ്റ് നടക്കുന്നതായിരിക്കും. ഇനി വാട്ട് ആർ ദ കീ ട്രാപ്സ് ബേസിക്കലി ചോദിച്ചേക്കുന്ന കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡ്യൂട്ടീസിൻ്റെ ആക്ട്, സി എ ജിയുടെ ആക്ട്, സി എ ജിയുടെ ഡ്യൂട്ടീസ് പവേഴ്സിൻ്റെ ആക്ട് ആൻഡ് കോണ്ടക്ട് ആക്ട്, ഇതാണ് ഡി പി സി ആക്ട് എന്ന് പറഞ്ഞാൽ. അത് സി എ ജി ഡ്യൂട്ടീസ് പവേഴ്സ് ആൻഡ് ദ കോണ്ടക്ട് ആക്ട് ആണ്. അതിലാണ് കൃത്യമായിട്ടും പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമല്ല, നിങ്ങൾ വിചാരിക്കും കോൺസ്റ്റിറ്റ്യൂഷനിൽ മാത്രമേ ഉള്ളതെന്ന് അല്ല, പകരം ഡി പി സി ആക്ടിലാണ് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. പിന്നെ പണ്ട് സി എ ജിക്ക് അക്കൗണ്ടിങ് ജോലി ഉണ്ടായിരുന്നു, ഇന്ന് അക്കൗണ്ടിങ് ജോലി ഇല്ല. പകരം നമുക്ക് ഒരു അക്കൗണ്ടിങ് ജനറൽ ഉണ്ട്. 1973 വരെ അക്കൗണ്ടിങ്ങും ബുക്ക് മാനേജ് ചെയ്യുന്നതും ഒക്കെ സി എ ജി ആയിരുന്നു ചെയ്തിരുന്നത്. അങ്ങനെയല്ല, ഇന്ന് അക്കൗണ്ടിങ്ങിന് ചെയ്യാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ആൾക്കാരുണ്ട്. പിന്നെ പ്രസിഡൻ്റാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, പാർലമെൻറ്റിനല്ല ഡയറക്റ്റ്ലി കൊടുക്കുന്നത്. നമ്മൾ ഫിനാൻസ് കമ്മീഷൻ കണ്ടു, പ്രസിഡൻ്റാണ് കൊടുക്കുന്നത്, പാർലമെൻറ്റിനല്ല കൊടുക്കുന്നത്. വിച്ച് മീൻസ് ദേ സബ്മിറ്റ് ദ പ്രസിഡൻറ്റ് എന്നായിരിക്കും കൊടുക്കുന്നത്. ആൻഡ് സി എ ജി ഓഡിറ്റ് മാത്രമേ ചെയ്യാറുള്ളൂ. എന്ത് രീതി, എങ്ങനെ പോളിസി, എങ്ങനെ പുതിയ കാര്യങ്ങൾ ചെയ്യണം എന്നൊന്നും സി എ ജി പറയാറില്ല. സി എ ജിയുടെ ഒറ്റ പണി ഫിനാൻഷ്യലി എന്തെങ്കിലും പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടോ, തട്ടിപ്പുകൾ, തകരാറുകൾ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് നോക്കുക, അതിന് റിപ്പോർട്ട് കൊടുക്കുക. ഇത് മാത്രമാണ് സി എ ജിയുടെ റോള്. ഒരു കാര്യം കൂടെ ഞാനിവിടെ കൊടുത്തിട്ടില്ലാത്തൊരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത്, സി എ ജിക്ക് ഒരു പേരും കൂടെ ഉണ്ട്. സി എ ജി ഇസ് നോൺ ആസ് ദി ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, PAC എന്ന് പറയുന്ന പാർലമെൻ്ററി കമ്മിറ്റിയായ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ എന്നാണ് പറയാറ്. കാരണം PAC ഒരു പാർലമെൻ്ററി കമ്മിറ്റിയാണ്, പാർലമെൻറ്റേറിയൻസ് ആണ് അതിനകത്ത് മെമ്പേഴ്സ് ആയിട്ടുള്ളത്, ലോക്സഭയിൽ നിന്നും രാജ്യസഭയിൽ നിന്നും ആൾക്കാരുണ്ട്. അവരാണ് സി എ ജി പ്രസിഡൻറ്റിന് കൊടുക്കുന്ന റിപ്പോർട്ട് പ്രസിഡന്റ് പാർലമെൻറ്റിൽ വെക്കുമ്പോൾ ഈ റിപ്പോർട്ടിനെ പറ്റി പഠിക്കാറ്. ആ റിപ്പോർട്ടിനെ പറ്റി പഠിച്ച് എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുണ്ടെങ്കിൽ റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത് ഈ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയാണ്. അതുകൊണ്ട് തന്നെ സി എ ജിയുടെ റിപ്പോർട്ട് പാർലമെൻറ്റിൽ വെക്കുമ്പോൾ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി അത് പഠിക്കുമ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്യുന്നത് സി എ ജി ആണ്. അതുകൊണ്ടാണ് ഫ്രണ്ട്, ഗൈഡ് ആൻഡ് ഫിലോസഫർ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. സോ സി എ ജി ആക്ട് ആസ് എ ഗൈഡ്, ഫ്രണ്ട് ആൻഡ് ഫിലോസഫർ ഓഫ് ദി പബ്ലിക് അക്കൗണ്ട് കമ്മിറ്റി എന്നുള്ള കാര്യം കൂടെ എപ്പോഴും നോട്ട് ചെയ്ത് ഓർത്ത് വെക്കുന്നത് നല്ലതാണ്. ചോദിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക്. സോ ദാറ്റ് ഇസ് ദ ഹോൾ ഐഡിയ അബൌട്ട് ഇറ്റ്. അല്ലാതെ ഇത് കൂടുതൽ ഭയങ്കര രീതിയൊക്കെ പഠിക്കേണ്ട ആവശ്യമില്ല. എന്താ ക്വസ്റ്റ്യൻ നോക്കട്ടെ. ഫിക്സഡ് ടെന്യൂർ ഫിക്സ്ഡ് ആണ്. കാരണം ടെന്യൂർ നമ്മുടെ ആക്ടിൽ പറയുന്നുണ്ട് കറക്റ്റ് ഫിക്സ്ഡ് ആണെന്നുള്ള കാര്യങ്ങൾ എന്നുള്ള രീതിയിൽ. ഓൾറൈറ്റ്, എന്താ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ അതോ ഗവർണറാണോ റെക്കമെൻഡേഷൻ ചെയ്യുന്നത്? ടെക്നിക്കലി നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയണം എന്നുള്ള രീതിക്കാണ്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയണമെന്ന് അറിയാമോ? ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ പറ്റിയിട്ട് പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിയുടെയും ആക്റ്റാണ്. ആ ആക്റ്റിൽ പറയണം. സോ ഫോർ എക്സാമ്പിൾ കേരള പഞ്ചായത്ത് രാജ് ആക്ട്, ആ ആക്റ്റിൽ പറയുന്നുണ്ടോ സി എ ജിക്ക് ഓഡിറ്റ് ചെയ്യാമെന്ന്? അങ്ങനെയാണെങ്കിൽ സി എ ജിക്ക് ഓഡിറ്റ് ചെയ്യാം. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഷുഡ് ബി റെക്കമെൻഡഡ് ബൈ ദി ഗവൺമെൻറ് അണ്ടർ ദി ആക്ട്. അതാണ് പറയുന്നത്. ഓൾറൈറ്റ്, ക്വിക്ലി അറ്റോർണി ജനറൽ, വിൽ ടോക്ക് അബൌട്ട് അതർ ബോഡീസ്. ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇങ്ങോട്ട് പറയുന്തോറും ഇമ്പോർട്ടൻസ് കുറഞ്ഞുകൊണ്ട് വരികയാണ്. അങ്ങനെ രീതി നോക്കിയാൽ മതി. എന്നാലും ചോദിക്കാറില്ല എന്നല്ല, ചോദിക്കാം. അറ്റോർണി ജനറൽ ആരാണ്? നമ്മുടെ ലോയറാണ്, അഡ്വക്കേറ്റ് ആണ്, ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഹയസ്റ്റ് ലോ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ആണ്. ദർ ഇസ് ടു കോൺസെപ്റ്റ് അസോസിയേറ്റ്, രണ്ട് കോൺസെപ്റ്റ് പഠിക്കാറുണ്ട്, അറ്റോർണി ജനറലും അഡ്വക്കേറ്റ് ജനറലും. അറ്റോർണി ജനറൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന കോടതികളിൽ പോകുന്ന ആളാണെന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് ജനറൽ ഓരോ സ്റ്റേറ്റിനും അഡ്വക്കേറ്റ് ജനറൽസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. സോ ഞാനിവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആർട്ടിക്കിൾ 76 ആണ്, സർക്കാരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്.
അഗെയിൻ പ്രസിഡന്റ് അപ്പോയിൻമെൻറ്റ് പറയുമ്പോൾ പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. അഗെയിൻ ഒരു സുപ്രീം കോടതി ജഡ്ജ് ആകാൻ ക്വാളിഫിക്കേഷൻ ഉള്ളൊരു വ്യക്തിനെയാണ് ഒരു അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. മീൻവൈൽ വെൻ ഇറ്റ് കംസ് ടു ദി അഡ്വക്കേറ്റ് ജനറൽ അതാത് സ്റ്റേറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതുകൊണ്ട് ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നു. ആൻഡ് ഒരു ഹൈക്കോടതി ജഡ്ജിന് വേണ്ട ക്വാളിഫിക്കേഷനാണ് വേണ്ടത്. ടെന്യൂർ ഫിക്സ്ഡ് അല്ല. രസകരമായ ഒരു കാര്യമാണ്. ദർ ഇസ് നോ ഫിക്സഡ് ടെന്യൂർ. കൃത്യമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ദേ സെർവ് ആസ് പെർ ദി പ്ലഷർ ഓഫ് ദ പ്രസിഡൻറ്റ് എന്നാണ് പറയുന്നത്. ഫിക്സഡ് ടെന്യൂർ ഇല്ല. ദർ ഇസ് നോ ഫിക്സഡ് ടെന്യൂർ. ഫിക്സഡ് ടെന്യൂർ ഇല്ലാത്തത് ഇവിടെ ഏജിക്കാണ്. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ജനറലും ഫിക്സഡ് ടെന്യൂർ ഇല്ല. പ്ലഷർ ഓഫ് ദ പ്രസിഡൻ്റാണ്. എപ്പോൾ തോന്നുന്നോ അപ്പോൾ എന്താണ് മാറ്റാം എന്നുള്ളതാണ്. പിന്നെ ബൈ കൺവെൻഷൻ വരുന്ന രീതി വെച്ചിട്ട് ഒരു സർക്കാർ മാറുമ്പോൾ സർക്കാരിൻ്റെ റെസിഗ്നേഷൻ ലെറ്റർ പ്രസിഡൻറ്റ് കൊടുക്കുമ്പോൾ പ്രൈം മിനിസ്റ്റർ കൊടുക്കുമ്പോൾ എ ജിയും അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ലെറ്റർ കൊടുക്കും. അതായത് സർക്കാർ മാറുന്നതിനനുസരിച്ച് യൂഷ്വലി എ ജിയും മാറാറുണ്ട്. നിർബന്ധമൊന്നുമില്ല. കൺവെൻഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെയും പറഞ്ഞിട്ടില്ല. ചോദിക്കാവുന്ന കാര്യമാണ്, ചോദിച്ചിട്ടുള്ളതാണ്. കൺവെൻഷനലി എ ജി റിസൈൻസ് വെൻ ദി ഗവൺമെൻറ് വിച്ച് അപ്പോയിൻറ്റ്സ് ഹിം റിസൈൻസ് എന്നാണ് പറയാറ്. അത്രേ ഉള്ളൂ. അല്ലാതെ റെസിഗ്നേഷൻ എന്നാണ് ടെന്യൂർ ഫിക്സ്ഡ് ആയിട്ട് കൊടുത്തിട്ടില്ല. ഫങ്ഷൻസ് എന്നാൽ ലീഗൽ മാറ്റേഴ്സിൽ ഹെൽപ്പ് ചെയ്യുക, കോടതിയിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കുണ്ട്. എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ഈ ലാസ്റ്റ് പോയിൻ്റാണ്. എ ജിക്ക് ഇന്ത്യയിലെ ഏത് കോർട്ടിൽ വേണമെങ്കിലും പോയി കേസ് അറ്റൻഡ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ പറ്റും. ജനറലി നമ്മൾ സുപ്രീം കോർട്ടിൽ മാത്രമേ വരാറുള്ളൂ. ബട്ട് സ്റ്റിൽ ഹി ക്യാൻ ബി ഹാവ് ദ റൈറ്റ് ഓഡിയൻസ് ഇൻ ഓൾ ദ കോർട്ട്. അതിനെക്കാട്ടും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഹി ഹാസ് എ സർട്ടൻ റൈറ്റ്സ് ഇൻ പാർലമെൻറ്റ്. പാർലമെൻറ്റിന് റൈറ്റ് ഉണ്ട്. ബിക്കോസ് ഹി ക്യാൻ സ്പീക്ക് ആൻഡ് അറ്റൻഡ് ആൻഡ് ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ പാർലമെൻറ്റ്, ബോത്ത് ദ ലോക്സഭ, രാജ്യസഭ ഓർ ഈവൻ ഇൻ ദ ജോയിൻറ്റ് സിറ്റിംഗ്. ലീഗൽ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും എക്സ്പ്ലനേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് ക്യാൻ കോൾ ഇൻ എ ജി ഈവൻ ദോ ദർ ഇസ് എ ലോ മിനിസ്റ്റർ, ബട്ട് ഗവൺമെൻറ് ക്യാൻ കോൾ ഇൻ ദി എ ജി ആൻഡ് ആസ്ക് ടു ടെൽ ഓർ സ്പീക്ക് അബൌട്ട് എനി ഓഫ് ദ ലീഗൽ മാറ്റേഴ്സ്. അപ്പോൾ ഇങ്ങനൊരു പ്രിവിലേജ് ആർക്കുണ്ട്? നമ്മുടെ എ ജിക്കുണ്ട്. അങ്ങനെ അവകാശമുള്ള റൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പാർലമെൻറ്റേറിയൻസിന് കിട്ടുന്ന എല്ലാ പ്രിവിലേജസും ആർക്കുണ്ട്? എ ജിക്കുണ്ട്. വെൻ എ ജി സ്പീക്സ് ഇൻ ദ പാർലമെൻറ്റ് the person have the privilege of being the member of parliament. ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിന് കിട്ടുന്ന പ്രിവിലേജസും അവൈലബിൾ ആണ് എന്നുള്ള രീതിയിലേക്ക്. ഇനി 2-3 തവണ ചോദിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഈ റെഡ് കളറിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, എ ജി ഒരു ക്യാബിനറ്റ് അംഗമാണോ? അല്ല. ലോ മിനിസ്റ്റർ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. ക്യാബിനറ്റിൻ്റെ പാർട്ട് അല്ല എ ജി. പകരം എ ജി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പക്ഷേ എ ജി ക്യാൻ ടേക്ക് പാർട്ട് ഇൻ പാർലമെൻറ്റ്. 2, എ ജി ആയിട്ട് വരുന്ന അഡ്വക്കേറ്റ് ജനറലായിട്ട് വരുന്ന ആൾക്ക് അല്ലെങ്കിൽ അറ്റോർണി ജനറലായിട്ട് വരുന്ന ആൾക്ക് 2 പേർക്കും ദേ ആർ ലോയേഴ്സ്, ക്യാൻ ദേ ഡു പ്രൈവറ്റ് പ്രാക്ടീസ് എന്നുള്ളതാണ്. യെസ്, അവർക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അത് അറിഞ്ഞിരിക്കുക. അഗെയിൻ ദേ ക്യാൻ ഡു ദ പ്രൈവറ്റ് പ്രാക്ടീസ്. പക്ഷേ സർക്കാരിനെതിരെ അഡ്വൈസ് ചെയ്യാൻ പറ്റില്ല, ഒരു കേസിലും ചെയ്യാൻ പറ്റില്ല. ദേ ക്യാൻ പ്രാക്ടീസ് പ്രൈവറ്റ്ലി ഓർ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാം. സർക്കാരിൻ്റെ ഒരു ഉദ്യോഗസ്ഥനാകുമ്പോൾ പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ ചിന്തിക്കുക. പക്ഷെ അങ്ങനെയല്ല. ക്ലിയർലി റൂൾസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എ ജിക്ക് പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതിന് തടസ്സമില്ല. അറ്റോർണി ജനറലും സ്റ്റേറ്റ് ലെവലിലേക്ക് അഡ്വക്കേറ്റ് ജനറലും 2 പേർക്കും. അതങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന കാര്യം. സെയിം കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. അഡ്വക്കേറ്റ് ജനറലിന് ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. റൈറ്റ്സ് ഉണ്ട്. സ്റ്റേറ്റിലെ സെയിം കാര്യങ്ങൾ തന്നെ നോക്കിയാൽ മതി. വാട്ട് എവർ വി സ്റ്റഡീഡ് ഇൻ ദ സെൻറ്റർ ദാറ്റ് ഈസ് റിഫ്ലക്ട് ഇൻ ദ സ്റ്റേറ്റ് ലെവൽ ആസ് വെൽ. ഇനി യൂണിയൻ ഗവൺമെൻറ് ലെവലിൽ ഏജിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഓഫീസാണ് സോളിസിറ്റർ ജനറൽ. അദ്ദേഹത്തിനെ ഹെൽപ്പ് ചെയ്യുന്ന അഡീഷണൽ സോളിസിറ്റർ ജനറൽ എന്ന് പറഞ്ഞ ഓഫീസൊക്കെ ഉണ്ട്. സോ അറ്റോർണി ജനറലിനെ ശരിക്കും ഹെൽപ്പ് ചെയ്യുന്ന ഓഫീസേഴ്സാണ് സോളിസിറ്റർ ജനറൽസും അതേപോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽസും. എ ജി ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആണെന്നുണ്ടെങ്കിൽ സോളിസിറ്റർ ജനറൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. എ ജിക്ക് കിട്ടുന്ന എല്ലാ സൗകര്യങ്ങളും സോളിസിറ്റർ ജനറൽക്ക് കിട്ടുമെന്ന് ചോദിച്ചാൽ ഇല്ല, കിട്ടില്ല. എ ജി ചെയ്യുന്ന ജോലി ചെയ്യണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ മെമ്പർ ഓഫ് പാർലമെൻ്റ് ഇല്ല, പ്രിവിലേജസ് ഇല്ല, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എൻ എക്സിക്യൂട്ടീവ് ബോഡി. Solicitor General, Office of Solicitor General is another institution closely associated with the Attorney General in terms of functions, but not in other rights or privileges. And it is not even a constitutional body. ഇതും അറിഞ്ഞിരിക്കുക. ചോദ്യം ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് ചോദിക്കാറ്. പക്ഷേ നമ്മൾ തെറ്റിക്കും.
കൺഫ്യൂഷൻ അടിക്കും. അതുണ്ടാകാൻ പാടില്ല. ക്ലാരിറ്റി ഓഫ് തോട്ട്, അതാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്, ക്ലിയർ ആയിട്ട് പറയുന്നത്. അഗൈൻ എല്ലാ പ്രിവിലേജസും ഉണ്ട്. വോട്ട് ചെയ്യാൻ പറ്റില്ല. പാർലമെൻറ്റിലെ എല്ലാ പ്രിവിലേജസും അറ്റോർണി ജനറൽക്ക് അനുഭവിക്കാം. പക്ഷേ ഈ എന്തെങ്കിലും വോട്ടൊക്കെ വരുമ്പോൾ വോട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് ഒഴിച്ച് ബാക്കി എല്ലാം അവർക്ക് അനുഭവിക്കാം. സോ ദാറ്റ് ഈസ് എ ക്ലിയർ വേ ഓഫ് ടോക്കിംഗ് അബൌട്ട് അറ്റോർണി ബോത്ത് പാർട്ട്. അഡ്വക്കേറ്റ് ജനറലിൻ്റെ കാര്യങ്ങൾ സെയിം തന്നെയാണ്, അതുകൊണ്ടാണ് പറയാത്തത് അറ്റോർണി ജനറലിൻ്റെ കാര്യം. ഓൾറൈറ്റ്, ദീസ് ആർ സിമ്പിൾ സ്റ്റാഫ്, തെറ്റിക്കാൻ പാടില്ല, വളരെ ക്വിക്ക്ലി നമുക്ക് ചെയ്തു പോകാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇനി വളരെ ക്വിക്ക്ലി നമ്മൾ 3 നാഷണൽ കമ്മീഷൻസിനെയും കൂടെ കാണുന്നുണ്ട്. ദീസ് ആർ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ക്വിക്ക്ലി നമുക്ക് കാണാൻ പറ്റും കമ്മീഷൻസിനെ. ഞാൻ അവസാനത്തേക്ക് വരുമ്പോൾ ഞാൻ ഒരു കമ്പാരിസൺ ചാർട്ട് കാണിച്ചു തരാം എന്നുള്ള രീതിയിലേക്ക്. കണ്ടോ, ഞാൻ ഇവിടെ തന്നെ ഒരു കമ്പാരിസൺ ചാർട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. സോറി, ദർ ആർ 3 കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. ആദ്യത്തത് വി ഹാവ് ദി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ്, രണ്ടാമത്തത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ്, മൂന്നാമത്തെ നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്. 3 കാര്യങ്ങൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. അതിൻ്റെ വളരെ എളുപ്പത്തിൽ ഒരു കമ്പാരിസൺ ആണ് ഞാനാണ് കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്, ഇത് എങ്ങനെയായിരുന്നു ക്രിയേറ്റ് ചെയ്തെന്നുള്ള രീതിയിലേക്ക്. 65th കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി 1990 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് രണ്ടും ഒന്നായിരുന്നു. എന്നാൽ 2003 89 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പ്രകാരം എന്ത് പറ്റി, ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് ഷെഡ്യൂൾ ട്രൈബ് എന്ന് പറഞ്ഞാൽ ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനെ 2ആക്കി മാറ്റി. അപ്പോൾ ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ ട്രൈബ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, 89 കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് വഴി ക്രിയേറ്റ് ചെയ്തു. സോ പണ്ട് രണ്ടും ഒന്നായിരുന്നു, ഇന്ന് സ്പ്ലിറ്റായി എന്നുള്ള ഇതിലേക്കാണ്. അപ്പോൾ ഇത് 65th അമെൻമെൻറ്റ് വഴി ഒരു സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ വരുന്നു. ഇനി ഒറ്റ ഇൻസ്റ്റിറ്റ്യൂഷനായി മാറുന്നത് 89th അമെൻമെൻറ്റ്. അപ്പോൾ 89th അമെൻമെൻറ്റ് വഴി 2 ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത്. There are 2 institutions being created എന്നുള്ളതാണ്. So it's a constitutional body, right? Yes, I think there are questions. I'll handle those questions because നമ്മൾ ആ ഫ്ലോ കളയുന്നില്ല. I'll handle the question. You can wait and you can understand about this. All right, so this is again the 65th amendment, 89th amendment, and 2018 again പണ്ട് സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരുന്നിരുന്ന നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സിനെ എന്ത് ചെയ്യുന്നു, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാക്കി മാറ്റുന്നു. സോ 102 102nd അമെൻമെൻറ്റ് വഴി എന്ത് ചെയ്യുന്നു, നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ്സും നിലവിൽ വരുന്നു. ഇനി അതിൻ്റെയൊക്കെ കോമ്പോസിഷൻ നോക്കിയാൽ മതി, സെയിം ആണ്. ചെയർമാൻ, വൈസ് ചെയർമാൻ, 3 members, എല്ലായിടത്തും ഒരുപോലെ. ചെയർമാൻ, വൈസ് ചെയർമാൻ, 3 members. അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് പ്രസിഡൻ്റാണ് എല്ലാ സ്ഥലത്തും. ഇനി ടെന്യൂർ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടില്ല, പറഞ്ഞിരിക്കുന്ന പ്രസിഡന്റ് തീരുമാനിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രസിഡന്റ് തീരുമാനിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാർ ഒരു റൂൾ ഇറക്കിയിട്ടുണ്ട്, എല്ലാത്തിനും റൂൾ ഇറക്കിയിട്ടുണ്ട്. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾ കാസ്റ്റ് റൂൾസ്, ഷെഡ്യൂൾ ട്രൈബ് റൂൾസ്, ബാക്ക്വേർഡ് ക്ലാസ് റൂൾസ്. ആ റൂൾസിൽ കൊടുത്തിട്ടുണ്ട് 3 വർഷമാണ് എന്നുള്ള രീതിയിലേക്ക്, 3 years ആണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ബാക്കി പറഞ്ഞത്? റിമൂവൽ പ്രസിഡന്റ് തീരുമാനിക്കാം, പ്രസിഡൻ്റാണ് റിമൂവ് ചെയ്യുന്നത്. കണ്ടീഷൻസ് ഒക്കെ പ്രസിഡന്റ് എന്താണ് പറയുന്നുണ്ടെങ്കിൽ റൂൾസിനകത്ത് പറയുന്നു. പ്രസിഡന്റ് തീരുമാനിക്കുന്നതിന് നമ്മൾ റൂൾസ് ഇറക്കും, പാർലമെൻറ്റ് തീരുമാനിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ലോ ഇറക്കും എന്നുള്ളതാണ്. സോ നമുക്കത് അറിയാം എന്നുള്ള രീതിയിലേക്ക്. ഫങ്ഷൻസ് എന്താണ്? ഓഫ് കോഴ്സ് നമുക്കറിയാം, ഇത് അതാത് കമ്മ്യൂണിറ്റീസിൻ്റെ അഗൈൻ അവർക്ക് കാര്യങ്ങൾ ഇത് ചെയ്യുക എന്നുള്ള രീതിയിലാണ്. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, അവരുടെ ഗ്രീവൻസസ് കേൾക്കുക, പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു കൊടുക്കുക, അവർക്ക് വെൽഫെയറിന്, സോഷ്യോ ഇക്കോണമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടി, കമ്മ്യൂണിറ്റിയുടെ വെൽഫെയറിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യുക. ഇതായിരുന്നു നടപടികൾ. സോ അതുകൊണ്ട് ഇത് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. റിപ്പോർട്ട് പ്രസിഡന്റ് കൊടുക്കുന്നു, അത് നേരെ പാർലമെൻറ്റ് സബ്മിറ്റ് ചെയ്യുന്നു. സ്റ്റേറ്റിലേക്കാണെന്നുണ്ടെങ്കിൽ നേരെ അത് എന്താണ്, പ്രസിഡന്റ് നേരെ അത് സ്റ്റേറ്റ് ലെജിസ്ലേഷനിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. നാഷണൽ കമ്മീഷൻസ് ആണ് അല്ലേ എന്നുള്ള രീതിയിലേക്ക്. സോ നേരെ അത് ഗവർണറേക്ക് കൊടുക്കുന്നു, ഗവർണർ അത് സ്റ്റേറ്റ് ലെജിസ്ലേഷനിലേക്ക് വെക്കുന്നു എന്നുള്ള രീതിയിലേക്ക്. അത്രയും ചെറിയ കുഞ്ഞു പൊളിറ്റി പഠിക്കുമ്പോഴുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ്, നിങ്ങൾ ചിലപ്പോൾ വളരെ കുഞ്ഞു ന്യൂവാൻസസിൽ അതിൻ്റെ പുറത്ത് നോക്കി ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നൊക്കെ പറഞ്ഞ് ടൈം ഒത്തിരി സ്പെൻഡ് ചെയ്യും. അവിടെ അത് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ ചെറിയ കാര്യങ്ങളുടെ പുറത്ത് ഹാങ് ചെയ്ത് നിൽക്കരുത്. റാദർ ക്വസ്റ്റ്യൻ ക്ലാരിറ്റി കൊണ്ടുവന്നു, ദാറ്റ്സ് ആബ്സല്യൂട്ട്ലി എസെൻഷ്യൽ. ക്ലാരിറ്റി വേണം, പക്ഷേ ദി എമൗണ്ട് ഓഫ് ടൈം ദാറ്റ് യു സ്പെൻഡ് ഓൺ അൺനെസസറി തിങ്സ് കുറയ്ക്കണം എപ്പോഴും. അതാണ് കാരണം പൊളിറ്റിയിൽ കുറേ കാര്യങ്ങൾ നമ്മൾ ഓരോ കുഞ്ഞു കാര്യങ്ങളും വായിച്ചെടുക്കേണ്ടി വരും. പക്ഷേ ആ ക്ലാരിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കൊണ്ടുവരണമെന്നല്ല, പക്ഷേ ചെറിയ ലോ ഹാങ്ങിങ് ഫ്രൂട്ട്സിൽ പിടിച്ച് നിങ്ങൾ ഒത്തിരി സമയം കളയരുത്. എന്താ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ മനസ്സിലാവും? കൂടുതൽ ക്വസ്റ്റ്യൻ ചെയ്യുന്ന വഴി മനസ്സിലാകും, പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കി മനസ്സിലാവും. അതുകൊണ്ടാണ് കറക്റ്റ് കീ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. ഓൾറൈറ്റ്, ഇനി ഇവിടെ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം,
ഇവിടുന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത് ഈ അമെൻമെൻറ്റ്സിനെ പറ്റി ക്വസ്റ്റ്യൻ ചോദിക്കാം. കാരണം ഇത് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്. ഡയറക്ട്ലി സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചോദിക്കാം. ഇവിടെ 62nd അമെൻമെൻറ്റ് വഴി ഒരു സിംഗിൾ ബോഡി, 89th അമെൻമെൻറ്റ് വഴി നാഷണൽ കമ്മീഷൻ ഫോർ അഗെയിൻ ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് ബാക്ക്വേർഡ് ക്ലാസ്. ഇനി ആർട്ടിക്കിൾ പറഞ്ഞല്ലോ, ആർട്ടിക്കിൾ 338 ആണ്. 338A, 338B ഇങ്ങനെയാണ് ആർട്ടിക്കിൾ വരുന്നത്. 338 SC, 338A ഷെഡ്യൂൾ ട്രൈബ് ആൻഡ് 338B എന്താണ് OBCs. അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ഒന്ന് ഓർത്തിരിക്കുക എന്നുള്ളതുകൊണ്ട്. ഇനി ഒരു ചെറിയ ഇത് 3 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് അല്ലാതെ 65th 89th 102nd അല്ലാതെ ഒരു അമെൻമെൻറ്റും കൂടെ വന്നിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതാണ് വന്ന് ചോദിക്കാനുള്ളൊരു കാര്യം. കാരണം UPSC ഭയങ്കര ഇഷ്ടമാണ് ഈ അമെൻമെൻറ്റ്സ്, ഒരേ കാര്യത്തിന് വേണ്ടി 2 അമെൻമെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കമ്പയർ ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. UPSC ഒരു ക്ലാസിക് ടെൻഡൻസിയാണ്. അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റി, ഒരു ഗവൺമെൻറ് ബോഡിനെ പറ്റി തന്നെ 2 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 2 അമെൻമെൻറ്റ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ അത് പണ്ട് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയാണല്ലോ എന്നുള്ള രീതിയിലേക്ക് ചോദിക്കാം. അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് ചോദിക്കാം. എൻ്റെ ഇവിടുത്തെ ഹൈലൈറ്റ് നാഷണൽ കമ്മീഷൻ ഫോർ ബാക്ക്വേർഡ് ക്ലാസ് ആണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്ത 2018 102nd അമെൻമെൻറ്റ് വഴി ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങൾ. അവിടെ ക്ലിയർലി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അഗൈൻ 102nd അമെൻമെൻറ്റിൽ ഒരു കാര്യം ചെയ്തത് സ്റ്റാറ്റ്യൂട്ടറി ആയിരുന്ന ബാക്ക്വേർഡ് ക്ലാസ് കമ്മീഷൻ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനാക്കി മാറ്റി. കോൺസ്റ്റിറ്റ്യൂഷനാക്കിയപ്പം ആ ഒരു ആക്റ്റിൽ പുതിയൊരു ആർട്ടിക്കിളും കൂടെ ആഡ് ചെയ്തു. ശ്രദ്ധിച്ചോണം, ആർട്ടിക്കിൾ നമ്പറൊന്നും ആലോചിക്കേണ്ട, ആർട്ടിക്കിളും കൂടെ ആഡ് ചെയ്തു. ആർട്ടിക്കിൾ പറയുന്നതാണ് പ്രസിഡൻ്റാണ് OBCസിൻ്റെ, അതായത് ബാക്ക്വേർഡ് ക്ലാസ്സസ് ആരൊക്കെയാണ് എന്നുള്ളത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് പ്രസിഡൻ്റാണ് OBCസിൻ്റെ ലിസ്റ്റ് നോട്ടിഫൈ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ അതിൻ്റെ പ്രോബ്ലം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരിക്കും OBCസിൻ്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ദർ ആർ 2 ലിസ്റ്റ്. ഒന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ പർപ്പസിന് വേണ്ടിയിട്ട് അതാത് സ്റ്റേറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ലിസ്റ്റ്, എന്നിട്ട് പിന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റ് എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ഇതാണ് കാലങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റ്സിൻ്റെ ലിസ്റ്റ് ഉണ്ട്. അപ്പം ഇവിടെ വന്നപ്പോഴേക്കും OBC ലിസ്റ്റ് സെൻട്രൽ പർപ്പസിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നത് പ്രസിഡൻ്റാണെന്ന് പറഞ്ഞു. അവിടെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OBC ഐഡൻറ്റിഫിക്കേഷൻ കംപ്ലീറ്റ്ലി പ്രസിഡൻ്റ് കയ്യിലേക്ക് പോവുകയാണ്. നിങ്ങൾ ആലോചിക്കും സെൻട്രൽ പർപ്പസിന് വേണ്ടി മാത്രമേ ഉള്ളൂ എന്നുള്ളത്. അവിടെ അതാണ് പ്രശ്നം. സെൻട്രൽ പർപ്പസ് എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്റ്റേറ്റിൻ്റെ ലിസ്റ്റ് എടുത്ത് അവിടെ എല്ലാം കൂടെ ചേർത്ത് കമ്പൈൽ ചെയ്താണ് സെൻട്രൽ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. പക്ഷേ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ലിസ്റ്റ് തന്നെത്താനെ സ്റ്റേറ്റിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ എന്നാണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക് ഈ ആർട്ടിക്കിൾ മാറിപ്പോയി. ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്റർ മാറി. അപ്പോൾ അതിനെതിരെ സ്റ്റേറ്റ്സ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു. സ്റ്റേറ്റ് പറഞ്ഞു ഞങ്ങൾക്കാണ് ഞങ്ങളുടെ നാട്ടിലെ OBCs അറിയുന്നത്, ആ ലിസ്റ്റിനെ എടുത്ത് കമ്പയർ ചെയ്ത് സെൻട്രൽ ലിസ്റ്റ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ഇതൊരു പ്രോബ്ലമായി മാറി. സ്റ്റേറ്റ് ഹാസ് ലോസ്റ്റ് ദി എബിലിറ്റി ടു മെയിൻറ്റെയിൻ ദർ ലിസ്റ്റ്. എന്നാൽ ഈ ലിസ്റ്റ് കമ്പയർ ചെയ്തിട്ടാണ് എന്താണ് മെയിലേക്ക് അയക്കുന്നത്. അപ്പോൾ സ്റ്റേറ്റ് പറയുന്നു ഞങ്ങൾ സെൻട്രൽ ലിസ്റ്റിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കേണ്ടി വരും, അത് പറ്റില്ല, നിങ്ങൾക്കറിയില്ല ഏതൊക്കെയാണ് ബാക്ക്വേർഡ് ക്ലാസ്സിനുള്ളത്, അല്ലെങ്കിൽ ഞങ്ങൾക്കാണ് ബാക്ക്വേർഡ് ക്ലാസ് കൊടുക്കാനുള്ള അവകാശമുള്ളത് എന്നുള്ള രീതിയിലേക്ക് പറയുന്നു. ഇതിനെങ്ങനെ ഫിക്സ് ചെയ്തു? 2021 അഗൈൻ ദർ ഇസ് എ കോൺസെപ്റ്റ്. മറാത്ത റിസർവേഷൻ കേസിൻ്റെ ഭാഗമായിട്ട് സുപ്രീം കോർട്ട് സെൻട്രൽ ഗവൺമെൻറ്റിനോട് പറഞ്ഞു അത് മാറ്റണം, സ്റ്റേറ്റ്സിനാണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഉള്ളത്. അതുകൊണ്ട് 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം ക്ലിയർലി മാറി സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സിന് അവരവരുടെ OBC ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. അത് പണ്ടും നേരത്തെ മെയിൻറ്റെയിൻ ചെയ്യാമായിരുന്നു, പക്ഷേ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം ഇനി സെൻട്രലിലേക്ക് അയക്കാൻ വേണ്ടി. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് അങ്ങനെ പർപ്പസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള തീരുമാനം വരുന്നു. ആൻഡ് അഗൈൻ സ്റ്റേറ്റ്സിൻ്റെതായ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. എന്നിട്ട് അത് സെൻറ്റർ പറയുന്ന ലിസ്റ്റ് ആവണമെന്നില്ല, സ്റ്റേറ്റ്സും സ്റ്റേറ്റിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് അതിനനുസരിച്ച് ആ കാര്യങ്ങൾ മാറ്റം വരുത്തും. ഒരു ചേഞ്ചേ വന്നിട്ടുള്ളൂ. സ്റ്റേറ്റും സ്റ്റേറ്റിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ സെൻറ്ററിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട, സെൻറ്റർ പറയുന്ന രീതിയിലേക്ക് OBC ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ ചെറിയൊരു ചേഞ്ച്. അമെൻമെൻറ്റ് പോലും ആർട്ടിക്കിൾ പോലും പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല, പക്ഷേ പേരറിഞ്ഞിരിക്കണം. ഒന്ന് 102nd അമെൻമെൻ്റ് ആയിരുന്നു, 2 105th അമെൻമെൻ്റ് ആയിരുന്നു. എന്താണ് ഒരു ഓവറോൾ മാറ്റം വന്നത്? ആ ഒരൊറ്റ കാര്യം. ഓവറോൾ മാറ്റം വന്നത് ഇതാണ്. പണ്ട് സെൻറ്ററിന് തന്നെ ആണ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പറഞ്ഞു സെൻട്രൽ പർപ്പസിന് വേണ്ടിയിട്ട്. പക്ഷേ അങ്ങനെ വർക്ക് ചെയ്താൽ വർക്ക് ചെയ്യില്ല, സ്റ്റേറ്റിനാണ് ഇൻഡിവിജ്വൽ OBC ലിസ്റ്റ് ഉള്ളത്, അത് സെൻറ്റർ കമ്പയർ ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനൊരു ആർട്ടിക്കിൾ വന്ന സമയത്തേക്ക് സെൻറ്റർ പ്രിപ്പയർ ചെയ്യേണ്ട രീതിയിലേക്ക്, അപ്പോൾ സ്റ്റേറ്റിൻ്റെ പവർ കുറച്ച് നഷ്ടപ്പെട്ടു. അപ്പോൾ സ്റ്റേറ്റ്സ് പറഞ്ഞു അത് പറ്റില്ല എന്ന് പറഞ്ഞ് കോടതി പോയപ്പോൾ അതിനുശേഷം സെൻട്രൽ ഗവൺമെൻറ് 105th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പാസ്സാക്കുന്നു. സ്റ്റേറ്റിൻ്റെ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം, അത് സെൻറ്ററിൻ്റെ അടുത്ത് ചോദിക്കേണ്ട, സ്റ്റേറ്റ് പ്രിപ്പയർ ചെയ്തോളൂ, എന്നിട്ട് ലിസ്റ്റ് അയച്ചു കൊടുക്കുക, സെൻറ്റർ അതിനനുസരിച്ച് ലിസ്റ്റ് കാര്യങ്ങൾ ചെയ്യും. സോ ദിസ് ഈസ് ദി ഐഡിയ. സോ ഇത്ര ഉള്ളു പഠിക്കാൻ വേണ്ടി, അല്ലാതെ ഒത്തിരി രീതിയിലേക്ക് നമ്മളെടുത്ത് പഠിക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നുള്ള രീതിയിൽ ആലോചിക്കുക.
സോ നാഷണൽ കമ്മീഷൻസ് 3 നാഷണൽ കമ്മീഷനെ പറ്റി പറഞ്ഞു. ഇത് കണ്ടോ, ഇങ്ങനെ ഒരു ടേബിൾ ഉണ്ടാക്കി പഠിച്ചാൽ മതി. ദാറ്റ്സ് മോർ ഈസിയർ റാദർ ദാൻ ലേണിംഗ് 1 by 1, റീഡിങ് 1 by 1 എവറിത്തിങ്. ബേസിക് ആയിട്ടുള്ള, ഞാൻ ഇതൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള കാര്യം പറയുന്നില്ല, റിവിഷന് വേണ്ടി നല്ലതാണ്. ആ ഒരു രീതിയിലേക്ക് നമുക്കതിനെ യൂസ് ചെയ്യാം. ഇനി സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ, അത് നമ്മൾ യൂഷ്വലി പഠിക്കാറ് പോലും ഇല്ല. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷന് ചില കാര്യങ്ങളുണ്ട് പഠിക്കാൻ വേണ്ടി. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ പറ്റിയിട്ടും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനെ പറ്റിയിട്ടും. അതും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി തന്നെയാണ്. അതാണ് അറിയേണ്ടത്. നമ്മൾ വിചാരിക്കാത്ത കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം 1992 കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത് ചേർക്കപ്പെട്ട കോൺസെപ്റ്റാണ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും. ഇവിടെ എനിക്ക് നമ്പർ ഓർത്തിരിക്കണമെന്ന് ഒരു നിർബന്ധമില്ല. പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും 2 ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഒരൊറ്റ ഇലക്ഷൻ കമ്മീഷനേ ഉള്ളൂ, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എങ്ങോട്ടൊക്കെ ഇലക്ഷൻ നടത്തുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം. എങ്ങോട്ടൊക്കെയാണ്? പാർലമെൻറ്റ്, again state legislature, office of the president and the vice president. Meanwhile, state election commission organize elections to panchayat and municipalities, local self government electionsന് വേണ്ടി. എന്താ ഇവിടെ പഠിക്കണ്ടേ എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ഇവിടെ പഠിക്കേണ്ട ഒരു കാര്യമാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്? കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുണ്ട് ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ഗവർണർ ഷുഡ് അപ്പോയിൻറ്റ് ഇറ്റ്. ഐ തിങ്ക് ലാസ്റ്റ് ഇയർ, കഴിഞ്ഞ വർഷം, അതിന് മുമ്പത്തെ വർഷം ചോദിച്ചിട്ടുണ്ട് ഇത് എന്നുള്ള രീതിയിലേക്ക്. ബാക്കി എല്ലാം തീരുമാനിക്കുക, കണ്ടീഷൻസ് ഓഫ് സർവീസസ്, സാലറി എത്രയാണ്, അലവൻസ് എത്രയാണ്, എല്ലാം തീരുമാനിക്കുന്ന ആരാണ്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറാണ്. ഫൈനലി എന്താണ്, അവർ ഒരു കാര്യം മാത്രം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് എ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. ഒരാളേ ഉള്ളൂ, ഒരൊറ്റയാളേ ഉള്ളൂ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുമ്പോൾ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറാണ്. ആ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷണറെ റിമൂവ് ചെയ്യുന്നത് ഒരു ഹൈക്കോടതി ജഡ്ജിനെ റിമൂവ് ചെയ്യുന്ന അതേ മാനറിലും അതേ പ്രോസസ്സിലും ആയിരിക്കണം. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്നുള്ള രീതിയിലേക്ക്. അപ്പം ഇത് അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് സ്റ്റേറ്റ് ലോ വഴിയാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട് ആ കാര്യങ്ങൾ, പക്ഷേ എത്രമാത്രം ആണെന്നുള്ള കാര്യം സ്റ്റേറ്റ് ലോയ്ക്കകത്താണ് പറയേണ്ടതെന്നുള്ള രീതിയിലേക്ക്. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്, ഡൗട്ടും ഇല്ല, ഹൈക്കോടതി ജഡ്ജിൻ്റെ അതേ രീതിയിലേക്കാണെന്നുള്ള കാര്യം പറയുന്നുണ്ട്. എഗൈൻ അവർക്കറിയാം എന്തിനൊക്കെയാണ് ജോലി ചെയ്യണമെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ അറിയാം. വളരെ പഞ്ചായത്തിൻ്റെയും ഇതിൻ്റെ കാര്യങ്ങളാണ്, മുനിസിപ്പാലിറ്റിയുടെയും ഇലക്ഷന് വേണ്ടിയിട്ടാണെന്നുള്ള രീതിയിലേക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ഇലക്ഷൻ നടത്തേണ്ടത് എങ്ങോട്ടാണ്? 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ്, സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ക്ലിയർ ആണോ പറയുന്ന കാര്യം? ആണോ? ഐ ഹോപ്പ് യു ഗൈസ് ആർ ഫോളോയിങ്. ഉണ്ടോ? യെസ്. ക്യാൻ യു മേക്ക് സം നോയ്സ്? ഉണ്ടോ? തംസപ്പോ എന്തെങ്കിലും തന്നെ? യെസ്, ഫോളോ ചെയ്യുന്നുണ്ടല്ലേ? ഉണ്ട്. ഒരു ഐഡിയ, ഈ സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനോട് കഴിഞ്ഞിട്ട് നമുക്കൊരു ബ്രേക്ക് എടുക്കാം, ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം. അതിനോ നമുക്കൊരു ചെറിയ ഒരു 30-40 മിനിറ്റ്സിന് ഗ്യാപ്പ് ഓൾറെഡി വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഐ ഗിവ് യു ഗ്യാപ്പ് ആഫ്റ്റർ ദി നെക്സ്റ്റ് സ്ലൈഡ്. ഫിനാൻസ് കമ്മീഷനോട് കഴിഞ്ഞിട്ട്, സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനോട് കഴിഞ്ഞിട്ട്. ഇത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്, അതുകൊണ്ടാണ് പറയുന്നത് എന്നുള്ള രീതിയിലേക്ക്. വളരെ എളുപ്പമാണ്. സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷന് അതേ 73rd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത് ചേർത്താണ്. പഞ്ചായത്തും മുനിസിപ്പാലിറ്റീസും വഴിയാണ്. അഗെയിൻ ഇവിടെയും 5 വർഷത്തേക്ക്, ഇവിടെ ഞാൻ പറയാം കോൺസ്റ്റിറ്റ്യൂട്ട് എവറി 5 ഇയർ എന്ന് പറയുമ്പോൾ 10 ഇയർ അല്ല ഉദ്ദേശിക്കുന്നത്. പകരം ആ റെക്കമെൻഡേഷൻ റൺ ചെയ്ത് കഴിയുമ്പോഴേക്കും അപ്പോഴത്തേക്ക് ഓർഗനൈസ് ചെയ്യാന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് ഗവർണറാണ് നടത്തുന്നത്. കഴിഞ്ഞ വർഷം 2025 പ്രിലിംസിന് ചോദിച്ച ചോദ്യമാണ്. അന്ന് 3ാമത്തെ സ്റ്റേറ്റ്മെൻറ്റായിട്ട് ചോദിച്ചിരുന്നതായിരുന്നു, ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ദ സ്റ്റേറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഫിനാൻസ് കമ്മീഷൻ ടു റിവ്യൂ ദ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഓഫ് ദ പഞ്ചായത്ത്സ് എന്നാണ് ചോദിച്ചത്. തെറ്റാണ്. അങ്ങ് ഈസിലി വായിച്ചു പോകുമ്പോൾ തെറ്റും. പക്ഷേ അല്ല, ചീഫ് മിനിസ്റ്റർ അല്ല, ഗവർണറാണ്. അതാണ് വ്യത്യാസം. അത് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിച്ച് വായിക്കുക എന്നുള്ള രീതിയിലേക്ക്. കോമ്പോസിഷൻ, ക്വാളിഫിക്കേഷൻ, മാനർ ഓഫ് ഇലക്ഷൻസ്, സെലക്ഷൻ, ഇതൊക്കെ തീരുമാനിക്കേണ്ടത് സ്റ്റേറ്റാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒന്നും പറഞ്ഞു, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ആകെ പറഞ്ഞ അപ്പോയിൻമെൻറ്റ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാൻഡേറ്റ്, ഫങ്ഷൻസ് എന്ന് പറയുന്നത്. പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും വേണ്ടിയിട്ട് അവരുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് റിവ്യൂ ചെയ്യുക, അവർക്ക് എത്ര ഫണ്ട് കൊടുക്കാൻ തീരുമാനിക്കുക, ഗ്രാൻഡ് കൊടുക്കുക എന്നാണ് ഫിനാൻസ് കമ്മീഷനും ഇന്ത്യ ചെയ്ത് അതുപോലെ തന്നെ. അത്രേ ഉള്ളൂ. പക്ഷേ ഇത് ലോക്കൽ ഗവൺമെൻറ്റിനാണ് വേണ്ടതെന്ന് മാത്രം. 2 ഈക്വൽ അല്ല എന്നുള്ള കാര്യമാണ്. സെൻട്രൽ ഫിനാൻസ് കമ്മീഷനും സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനും ഒരൊറ്റ ബോഡിയല്ല, ഡിഫറെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. 2 വരാൻ ഡിഫറെൻറ്റ് രീതിയിലൊക്കെയാണ് വരുന്നത്. സ്റ്റേറ്റ്സ് എല്ലാം മാൻഡേറ്ററി ആയിട്ട് 73rd കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റ് പറയുന്നുണ്ട്. അതിൽ മാൻഡേറ്ററി ആയിട്ട് പറയുന്നുണ്ട് ഫിനാൻസ് കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക് സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷൻസ് ക്രിയേറ്റ് ചെയ്യണം എന്നുള്ള കാര്യം. ഓരോ നിങ്ങളുടെ റെക്കമെൻഡേഷൻ സബ്മിറ്റ് ചെയ്ത് ആ റെക്കമെൻഡേഷൻ തീരാറാവുന്ന വർഷങ്ങളിലേക്ക് എന്ത് ചെയ്യണം, സ്റ്റേറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അല്ലാതെ ഭയങ്കര ഓവർ എംഫസിസ് ചെയ്ത് കൊടുത്ത് ഒത്തിരി സമയം കളഞ്ഞ് പഠിക്കേണ്ട ഒരു കാര്യമല്ല. പോളിറ്റി പഠിക്കുമ്പോഴും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു,
ചില ഫൈൻഡ് ഡൗട്ട്സ് ഉണ്ടായിരിക്കും. ആ ഫൈൻഡ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേയിരിക്കും. ഫൈൻഡ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യട്ടെ, പക്ഷേ അതിൽ നമ്മൾ റിസർച്ച് നടത്തരുത്. കാരണം അതിനകത്ത് റിസർച്ച്, നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ ചോദിക്കുന്നതനുസരിച്ച് നമുക്ക് അത് ക്ലിയർ ചെയ്യാം എന്നുള്ള രീതിയിലേക്ക്. അല്ലാതെ നമുക്ക് എന്താണ് ഓരോ കുഞ്ഞു കാര്യങ്ങളിലും പിടിച്ച് അതിൽ ഇത്രയും റിസർച്ച് ചെയ്ത് അല്ല. എവിടെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, അവിടെ വായിക്കുക, മറന്നുപോകും, റീറീഡ് ചെയ്യണം, പിന്നെ റിവൈസ് ചെയ്യണം. ഇതുണ്ടോ കിട്ടിയിരിക്കും. ആൻഡ് നമ്മൾ പഠിച്ചതിനകത്ത് ഇലക്ഷൻ കമ്മീഷനും ഫിനാൻസ് കമ്മീഷനും ഒക്കെ കണ്ടു, അതൊന്നും ഒരു കാരണവശാലും പഠിക്കാതെ പോകരുത് ഇത്തവണ. അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുക. ഓൾറൈറ്റ്, ഒരു ഐഡിയ ചെയ്യാം, നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ലെറ്റ്സ് സേ വാട്ട്സ് ദ ടൈം റൈറ്റ് നൗ? ഓക്കെ, ഇറ്റ്സ് ഓൾ അറൗണ്ട് 8:50 അല്ലേ? വിൽ കം ബാക്ക് ഇൻ 10 minutes. നമുക്ക് അത്രയും മതി. വിൽ കം ബാക്ക് ഇൻ മാക്സ് 10 minutes. ഓക്കെ, എന്തു പറയുന്നു? ഒരു 10 minutes ബ്രേക്ക് എടുത്തിട്ട് വിൽ കം ബാക്ക്. All right. If you have any doubt, please post over here. Again, I'll clarify. ഞാനിത് തുടങ്ങുമ്പോഴേക്കും തന്നെ ക്ലാരിഫൈ ചെയ്യാം.
നമുക്ക് റീസ്റ്റാർട്ട് ചെയ്താലോ? യെസ്. സോ എനിക്കൊരു ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുള്ളത്, ഞാൻ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ട് അടുത്ത ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ്റെ കാര്യത്തിൻ്റെ ബേസിലാണ് ഒരു ക്വസ്റ്റ്യൻ കിട്ടിയത്. ക്വസ്റ്റ്യൻ ചോദിച്ചത് ഇൻ്റർലിങ്കേജസ് ഓഫ് ഇലക്ട്രൽ റോളിനെ പറ്റിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇൻ്റർലിങ്കേജ് ഓഫ് ഇലക്ട്രൽ റോൾ എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പഴയ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരേ ആൾക്ക് രണ്ട് സ്ഥലത്ത് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പുതിയ രീതിയിലേക്കുള്ള ഇലക്ട്രൽ റോഡ് പ്രിപ്പയർ ചെയ്യുന്നതോ ഡ്യൂപ്ലിക്കേഷൻ ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ രണ്ട് സ്ഥലത്തുള്ളത് ഒരുമിച്ചാക്കുകയോ, ഈ കോൺസെപ്റ്റിനെയാണ് ആക്ച്വലി ഇലക്ട്രൽ റോഡ് പുതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് അടുത്തിടയ്ക്കൊക്കെ കഴിഞ്ഞൊരു 1.5 വർഷമായിട്ടുള്ളതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് SIR. ഇപ്പം ഇൻറ്റൻസീവ് റിവിഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. എന്തുകൊണ്ട് അത് എടുത്ത് ഞാൻ പറഞ്ഞില്ല എന്ന് ചോദിച്ചാൽ ടു കോൺട്രവേഴ്ഷ്യലാണ് SIRനെ പറ്റിയിട്ട്. ബട്ട് സ്റ്റിൽ ക്വസ്റ്റ്യൻ ചോദിച്ച സ്ഥിതിക്ക് വിൽ ടോക്ക് അബൌട്ട് SIR. SIRനെ എങ്ങനെയാണ്, വാട്ട് ഈസ് ദ സോഴ്സ് ഓഫ് പവർ ഓഫ് SIR, എവിടെയാണ് SIRനെ പറ്റി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഹൗ ഇലക്ഷൻ കമ്മീഷൻ ക്യാൻ ഓത്തറൈസ് ടു ഡു സച്ച് എ ഇൻറ്റൻസീവ് റിവിഷൻ എന്നുള്ളതാണ്. സോ ഇത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, SIR സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ ഈസ് നെവർ മെൻഷൻ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പിന്നെ ഇത് എവിടെയാണ് പറയുന്നത്? ഇത് RP ആക്ടിലാണ്. ദർ ആർ റെപ്രസെൻറ്റേഷൻസ് ഓഫ് പീപ്പിൾ ആക്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ 1951 കാര്യം പറഞ്ഞു. 1950 RP ആക്ടിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രൽ റൂൾസ് ഒക്കെ ഉണ്ട്. ഗവൺമെൻറ് തന്നെ പാസ്സാക്കിയ കുറേ ഇലക്ട്രൽ റൂൾസ് ഉണ്ട്. അതിലും RP ആക്ടിലുമാണ്, RP ആക്ട് ഓഫ് 1950 SIRൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞത്. അതായത് ഈ ഇലക്ട്രൽ റൂള് പുതുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മെയിൻറ്റെയിൻ ചെയ്യാനും അതിൻ്റെ ഒരു പവർ കൊടുത്തിരിക്കുന്നത്. കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു വേഗ് മെൻഷൻ മാത്രമേ ഉള്ളൂ, ഇലക്ട്രൽ റൂള് സൂപ്പർവൈസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള രീതിയിലേക്ക്. അതിൻ്റെ ശരിക്കും എൻഫോഴ്സിബിൾ ആയുള്ള റൂൾസ് തരുന്നത് ഈ RP ആക്ടിലും മറ്റ് എക്സിക്യൂട്ടീവ് റൂൾസിലുമാണ്. അത്ര അറിഞ്ഞിരിക്കുക. റൈറ്റ്, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഫൈൻ, ലെറ്റ്സ് മൂവ്. നമുക്ക് സമയം കളയണ്ട. ടുവേർഡ്സ് മൈ എൻഡിങ്, ലാസ്റ്റ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്നൊക്കെ പറയുന്നത് GST കൗൺസിലാണ്. GST കൗൺസിലിനെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കാം. അത് റീസെൻ്റ്ലി എന്ന് പറഞ്ഞാൽ അവസാനത്തെ സമയത്തേക്ക് വന്നതാണ്. 2017 GST കൗൺസിൽ നിലവിൽ വരുന്നത്. 2016 GST കൗൺസിലിനെ ക്രിയേറ്റ് ചെയ്തത്. സോ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്ത് ചേർത്തത് 2016 ആൻഡ് 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്. 279A ആണ് വരുന്നത്. GST കൗൺസിലിൻ്റെ മെയിൻ ഐഡിയ എന്ന് പറയുന്നത്, GST കൗൺസിൽ ആണ് GSTയുടെ ഡിസിഷൻസ് എടുക്കുന്നത്. നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് എന്ന് പറഞ്ഞാൽ പുതിയ ടാക്സ് കോൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും ഇൻഡയറക്റ്റ് ടാക്സിൽ വലിയൊരു മാറ്റം ഇന്ത്യയിൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു. GSTക്ക് മുമ്പ് നമ്പർ ഓഫ് ഇൻഡയറക്റ്റ് ടാക്സ് ഉണ്ടായിരുന്ന സ്ഥാനത്ത് ഇന്ന് GST ആണ് പ്രൈമറിലി ആയിട്ടുള്ള ഇൻഡയറക്റ്റ് ടാക്സ്. അല്ലാത്ത കുറച്ച് ടാക്സ് ഉണ്ട് GSTയിൽ കൂട്ടാതിരിക്കുന്ന ടാക്സ്. അതുകൂടാതെ ബാക്കിയെല്ലാം GST ആണ് പ്രധാനപ്പെട്ട കാര്യം. യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററാണ് ആക്ച്വലി ചെയർപേഴ്സൺ ആകേണ്ടത്. അത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടില്ല. അത് ടെക്നിക്കലി കോൺസ്റ്റിറ്റ്യൂഷനിൽ ബേസിക് കാര്യം പറഞ്ഞിട്ടുണ്ട്. ചെയർമാൻ അഗൈൻ എന്താണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക്. ഈ മെമ്പേഴ്സ് അഗൈൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിലെയും ഫിനാൻസ് മിനിസ്റ്റേഴ്സ്, UTസിലെയും റെപ്രസെൻറ്റേറ്റീവ്സിലെയും ആൾക്കാരുണ്ട്. UT വിത്ത് ലെജിസ്ലേച്ചറിലെ ഫിനാൻസ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരെല്ലാവരും കൂടെ ചേർന്നാണ് GSTയുടെ ഡിസിഷൻസ് എടുക്കുന്നത് എന്നുള്ള രീതിയിലേക്ക്. ആൻഡ് സെൻറ്ററിനും സ്റ്റേറ്റിനും വോട്ട് ചെയ്താണ് തീരുമാനം എടുക്കുന്നത്. കൺസെൻസസ് വഴിയാണ്, അല്ലാതെ ആരും ഡോമിനേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്. സ്റ്റേറ്റിൻ്റെതായ ഒരു പെർസെൻറ്റേജ് ഉണ്ട് വോട്ട് ചെയ്യുന്നത്. സ്റ്റേറ്റിൽ നിന്ന് ശരിക്കും യൂണിയൻ ഫിനാൻസ് മിനിസ്റ്ററും മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റും മാത്രമേ ഉള്ളൂ, 2 പേരേ ഉള്ളൂ. എന്നാൽ മറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നാണ് ഉദ്ദേശിക്കുന്നത്. മറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൽ നിന്ന് വരുമ്പോഴേക്കും ഓരോ സ്റ്റേറ്റിലും സ്റ്റേറ്റിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് വെച്ചിട്ടുണ്ടാവും. ആരാണ്? ഒരു ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും, ടാക്സേഷൻ ഓർ ഫിനാൻസ് മിനിസ്റ്റർ ഉണ്ടായിരിക്കും. അവർ വോട്ട് ചെയ്യുക. സെൻറ്ററിൻ്റെ വോട്ടിംഗ് എന്ന് പറയുന്നത് 1/3 വോട്ടിംഗ് ആണ്. അഗൈൻ സ്റ്റേറ്റ്സിൻ്റെ ഷെയർ 2/3 ആണ്. പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്, അതും കൂടെ അറിയണം, ആ ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് 4-ൽ 3 മെജോറിറ്റി വേണം. അതായത് സ്റ്റേറ്റിന് തന്നെയോ സെൻറ്ററിന് തന്നെയോ ഒരു കാര്യത്തിലും തീരുമാനം എടുക്കാൻ പറ്റില്ല. സെൻറ്ററും സ്റ്റേറ്റും കൂടെ ഒരുമിച്ച് ചേർന്നാലേ പറ്റുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. സെൻറ്ററിൻ്റെ വോട്ടിംഗ് വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ 1/3 സ്റ്റേറ്റിൻ്റെ 2/3 വരുന്നത്. പക്ഷേ ഡിസിഷൻസ് എടുക്കണമെങ്കിൽ 3/4 മെജോറിറ്റി വേണം. 2 പേരും കൂടെ ചേർന്നേ ഡിസിഷൻ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ അഗൈൻ മീറ്റിംഗ് നടത്തണമെങ്കിൽ തന്നെ ഒരു കോറം വേണം. പകുതി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ മീറ്റിംഗ് നടത്തുള്ളൂ എന്നുള്ള ക്രൈറ്റീരിയ ഉണ്ട്. അവിടെ കുറച്ച് നമ്പേഴ്സിൻ്റെ കാര്യമുണ്ട്. ഓർത്തിരിക്കാൻ ഏറ്റവും നല്ലത്
യെസ്, ഓർത്തിരിക്കാൻ ഏറ്റവും നല്ല കാര്യം ഇതാണ്. എന്താണ്? നമ്മൾ ഡിസിഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ടാണ്. ഡിസിഷൻ എടുക്കുന്നതും ഈ സെൻറ്ററിനെയും സ്റ്റേറ്റിനെയും വെയിറ്റേജും ഒന്ന് അറിഞ്ഞിരിക്കുക. പിന്നെ ആരൊക്കെ മെമ്പേഴ്സാണെന്നും അറിഞ്ഞിരിക്കുക. ഒത്തിരി ചോദിച്ചിട്ടില്ല, അഗൈൻ നമുക്കത് അങ്ങനെ ഫ്രീക്വൻലി പറയാൻ പറ്റില്ല, ചോദിക്കുമെന്നുള്ള കാര്യം പറയാൻ പറ്റില്ല. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. അത് ശ്രദ്ധിച്ചോണം GST കൗൺസിലിനെ പറ്റിയിട്ട്. GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് അല്ല എന്നുള്ളതാണ്. സുപ്രീം കോർട്ട് 2022 മോഹിത് മിനറൽസ് കേസിൽ ഒരു വേർഡിക്റ്റ് പറയുന്നുണ്ട്, റെക്കമെൻഡേഷൻസ് ആർ നോട്ട് ബൈൻഡിങ്. മോഹിത് മിനറൽ കേസ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ 2022 സുപ്രീം കോർട്ട് ഒരു ഉത്തരവെടുക്കുന്നുണ്ട്, ഇതൊരു പെർസ്വേസീവ് വാല്യൂ മാത്രമേ ഉള്ളൂ, ഫോളോ ചെയ്യണമായിട്ട് നിർബന്ധമില്ല എന്നുള്ള രീതിയിലേക്ക്. പക്ഷേ എന്താണ്, അത് ബൈൻഡിങ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി ഇത് ഒരു റൂൾ ഇട്ടെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നമുക്കറിയാം GST എന്ന് പറഞ്ഞ ഒരു കൊളാബറേറ്റീവ് സിസ്റ്റമാണ്, സെൻട്രലും സ്റ്റേറ്റും കൂടെ ചെയ്യുന്നതാണ്. സ്റ്റേറ്റിനെ ഓപ്റ്റ് ഔട്ട് ചെയ്താൽ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതങ്ങനെ ചെയ്യില്ല. എല്ലാ സ്റ്റേറ്റും ഒരുമിച്ചൊക്കെ അങ്ങ് കോർഡിനേറ്റ് ചെയ്തൊക്കെ പോകും. പ്രശ്നങ്ങളുണ്ടെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞൊക്കെ ചെയ്യും. പക്ഷേ ഇങ്ങനൊരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതറിയുക, റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് അല്ല എന്നുള്ള രീതിയിലേക്ക്. GST കൗൺസിലും ഫിനാൻസ് കമ്മീഷനും ഒന്നല്ല എന്നുള്ള കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. GST സബ്സ്യൂം ചെയ്ത ടാക്സിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. സെൻട്രൽ ടാക്സസ്, സർവീസ് ടാക്സസ്, വാറ്റ്, ഒക്ട്രോയ് ഇസ് എൻ എൻട്രി ബേസ്ഡ് ടാക്സ് എന്നുള്ള രീതിയിലുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ചെയ്യാത്തതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് ടാക്സ് GST സബ്സ്യൂം ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ കാര്യങ്ങൾ GST 5 പെട്രോളിയം പ്രോഡക്ട്സിൻ്റെ ടാക്സ് GSTയുടെ പുറത്താണ്, GST അല്ല അതിൽ ഈടാക്കുന്നത്. ആൽക്കഹോൾ ഫോർ ഹ്യൂമൻ കൺസംഷൻ അതും GSTയിലല്ല വരുന്നത്. GSTയുടെ വന്ന സമയത്ത്, അതായത് 2016-17 ശേഷം 18-ലും 19-ലും 20-ലും UPSC GSTയെ പറ്റി ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സമയത്ത് ഒരിക്കൽ GST കൗൺസിലിൽ ചോദിച്ചിട്ടുണ്ട്, അല്ലാതെ ചോദിച്ചിട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലേക്ക്. സോ അറിഞ്ഞിരിക്കുക, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ക്രിയേറ്റഡ് ബൈ ദി 101st കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ്. ഇഫ് യു അഗെയിൻ നമ്മൾ സ്കിം ചെയ്ത് പോകുമ്പോൾ, ചുമ്മാ കളയരുത്, സ്കിം ചെയ്ത് പോകുമ്പോൾ നോക്കേണ്ട കാര്യങ്ങളാണ്. ആരൊക്കെയാണ്, വോട്ടിംഗ് എങ്ങനെയാണ്, അഗെയിൻ ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, ബട്ട് ഡെസിഷൻ മേക്കിംഗ് എങ്ങനെയാണെന്നുള്ള കാര്യം. പിന്നെ റെക്കമെൻഡേഷൻസ് ബൈൻഡിങ് അല്ല എന്നുള്ള കാര്യം. ഓൾറൈറ്റ്, അത്രയും കാര്യങ്ങളേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക്. ഇനി നമുക്ക് അടുത്തടുത്ത ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് പോകാം. ദിസ് ഈസ് ഓൾസോ എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി കോൺ ആസ് ഇന്ത്യ സ്റ്റേറ്റ് കൗൺസിൽ. പക്ഷേ ഇമ്പോർട്ടൻസ് കുറഞ്ഞു വരികയാണ്. അതുകൊണ്ടാണ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലേക്കാണ്. സെൻട്രൽ സ്റ്റേറ്റ് കോർഡിനേഷന് വേണ്ടി കൊണ്ടുവന്നേക്കുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് ഇന്ത്യ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ. 263 ആർട്ടിക്കിൾ 263 പറയുന്നത് പ്രസിഡന്റ് മേ എസ്റ്റാബ്ലിഷ് ടു പ്രൊമോട്ട് സെൻട്രൽ സ്റ്റേറ്റ് കൗൺസിൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അങ്ങനെ 1990 സർക്കാരിയ കമ്മീഷൻ റെക്കമെൻഡേഷൻ പ്രകാരം എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതി. അപ്പോൾ 263 പറയുന്ന ഇതാണ്. 263 പറയുന്നത് പ്രസിഡന്റ് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ 1990 സർക്കാരിയ കമ്മീഷൻ്റെ നേതൃത്വത്തിലാണ് പറയുന്നത് അങ്ങനെ ബോഡി ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അങ്ങനെ ഒരു പേരിൽ എന്നാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അങ്ങനെ പ്രൈം മിനിസ്റ്ററാണ് ചെയർപേഴ്സൺ ആകുന്നത്. അഗെയിൻ ആ പ്രദേശത്തെ അഗെയിൻ ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും, UTസിലെ ആൾക്കാരുണ്ടായിരിക്കും, ആൻഡ് ദർ ആർ യൂണിയൻ മിനിസ്റ്റേഴ്സ് ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിലേക്ക്. സോ ഒരു ഇന്ത്യ സ്റ്റേറ്റ് കൗൺസിൽ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാണ്. ചീഫ് മിനിസ്റ്റേഴ്സ്, അഗെയിൻ യൂണിയൻ മിനിസ്റ്റേഴ്സ്, അഗെയിൻ ദി UTസിലെ ആൾക്കാർ, ഇതെല്ലാവരും കൂടെ ചേർന്ന് ചെയ്യാം. ഇത് എന്തുകൊണ്ടാണ് ഇന്നിപ്പോൾ ഒരു വലിയ ആക്റ്റീവ് അല്ലാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സെൻട്രൽ സ്റ്റേറ്റ് ഈ ഒരു കോൺസെപ്റ്റ്, ഈ ഇന്ത്യ സ്റ്റേറ്റ് കൗൺസിലിൻ്റെ ജോലിയൊക്കെ ഇപ്പോൾ ചെയ്യുന്നത് ഏകദേശം നീതി ആയോഗാണ്. നീതി ആയോഗ് വഴിയാണ് കുറേയൊക്കെ നമ്മളൊരു കോർഡിനേഷൻ, ഒരു കോപ്പറേറ്റീവ് അഗെയിൻ ആസ് വെൽ ആസ് എ കോമ്പറ്റേറ്റീവ് ഫെഡറലിസം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ഉണ്ടെങ്കിൽ പോലും വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു പരിസരത്തിലും ഇപ്പോൾ ചോദിക്കാറില്ല. പക്ഷേ പറഞ്ഞു പോകുമ്പോൾ നമ്മൾ പറഞ്ഞു പോകുന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. പിന്നെ എവിടെയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയേണ്ട ഒരു കാര്യം, ഈ ഇന്റർ സ്റ്റേറ്റ് കൗൺസിലും അഗെയിൻ ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട് ട്രൈബ്യൂണലും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള രീതിയിലേക്ക് അറിഞ്ഞിരിക്കുക. വ്യത്യാസമുണ്ട്. ദർ ഇസ് എൻ ഇന്റർ സ്റ്റേറ്റ് കൗൺസിൽ ആൻഡ് ഇന്റർ സ്റ്റേറ്റ് വാട്ടർ ഡിസ്പ്യൂട്ട്സ് കൗൺസിൽ. വാട്ടർ ഡിസ്പ്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂഷനാണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയുണ്ട്. പക്ഷേ അതും വല്ലപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. പക്ഷേ അത് രണ്ടാണെന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അഗെയിൻ ഞാൻ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇതൊരു പെർമനൻറ്റ് ബോഡി അല്ല, ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ആവശ്യമുള്ളപ്പോൾ ക്രിയേറ്റ് ചെയ്യുക, പിന്നെ ഡിസോൾവ് ചെയ്യുക എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. പിന്നെ പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ പറഞ്ഞു പോകുക എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. ഇനി ഐ തിങ്ക് ഞാൻ പറയാത്തതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, അഗെയിൻ അടുത്ത ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. പക്ഷേ ഇതും
ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചാൽ പേരിന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, പണ്ട് ക്രിയേറ്റ് ചെയ്തു, പ്രത്യേകിച്ച് ആക്ടിവിറ്റി ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലേക്ക്. ഇമ്പോർട്ടൻ്റ് അല്ലെന്ന് ഞാൻ പറയുന്നത് എല്ലാം എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലാണ് ഞാൻ പറയുന്നത്. ബട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് പോകുമ്പോൾ അറിയണം. സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ടിന് ശേഷം കൃത്യമായിട്ടും സ്റ്റേറ്റ്സ് ലിംഗ്വിസ്റ്റിക് ബേസിസിൽ ഫോം ചെയ്തപ്പോൾ മൈനോറിറ്റീസ്, ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആയിട്ട് വരുന്ന ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുന്നത്. ആർട്ടിക്കിൾ 350B കോൺസ്റ്റിറ്റ്യൂഷനിൽ അത് ആഡ് ചെയ്യുന്നത്. സോ 1956 മുതൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. മെയിൻലി എന്താണ്, അഗെയിൻ 7th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണ്. അഗെയിൻ ഒഫീഷ്യലി ഇതിൻ്റെ പേര് സ്പെഷ്യൽ ഓഫീസർ എന്നല്ല, പകരം കമ്മീഷണർ, നമ്മളിപ്പോൾ വിളിക്കുന്ന പേരിങ്ങനെയാണ്, കമ്മീഷണർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആണ്. ഞാൻ ഒരു ആവശ്യമില്ലാതെ ഈ ഒരു ഓഫീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാണ് അങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് ചോദിച്ചാൽ, ബാക്കി എല്ലാത്തിനും നമുക്കറിയാം ഡൽഹിയിലാണെന്നറിയാം, പക്ഷേ യുണീക്കായിട്ട് ഈ ഒരു ഓഫീസിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് പ്രയാഗ്രാജിലാണ്, അലഹബാദിലാണ്. അതൊരു യുണീക്ക് പോയിന്റ് ആണല്ലോ എന്നുള്ള രീതിയിൽ കൊടുത്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ പഠിക്കേണ്ട. റീജിയണൽ ഓഫീസസൊക്കെ ഉണ്ട്. അഗൈൻ ഫങ്ഷൻസ് നമുക്കറിയാം, എല്ലാ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെയാണ് അവർ പ്രൊട്ടക്ട് ചെയ്യുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഐഡിയ എന്ന് പറഞ്ഞാൽ. ഇന്ത്യയിൽ മൈനോറിറ്റീസിൻ്റെ 2 രീതിയിൽ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, റിലീജിയസ് ആസ് വെൽ ആസ് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്. റിലീജിയസ് മൈനോറിറ്റീസിനെ നോക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഉണ്ട്. അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി അല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. മീൻ വൈൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ നോക്കാൻ വേണ്ടി ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അത് ഈ സ്പെഷ്യൽ ഓഫീസർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് ആണ്. ആൻഡ് ദാറ്റ് ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി. അറിയുക, റിലീജിയസ് മൈനോറിറ്റീസിനെ ക്ലാസിഫൈ നോക്കാൻ വേണ്ടി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ഉണ്ട്, നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് എന്ന് പറയുന്നത്. മീൻ വൈൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഓഫീസർ എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. പ്രസിഡന്റ് റിപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം. കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ് എന്നുള്ള രീതിയിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ സ്പെഷ്യൽ കമ്മീഷണർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ് എന്ന് പറഞ്ഞ ഈ ഓഫീസർ എന്താ നോക്കുന്നത്, ദേ ആർ ലുക്കിംഗ് ഇൻ ടു ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, നോട്ട് റിലീജിയസ് മൈനോറിറ്റീസ്. ഈ ഇൻഫർമേഷൻ തലയിൽ വേണം. If you are studying or going through or having a plan to skim through this topic, മറന്നു പോകാൻ പാടില്ലാത്ത കാര്യം ഇതാണ്. എന്താണ് സ്പെഷ്യൽ ഓഫീസർ അല്ലെങ്കിൽ കമ്മീഷണർ ഫോർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, ഓൺലി ലുക്കിംഗ് ആഫ്റ്റർ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, നോട്ട് അതർ മൈനോറിറ്റീസ്. മീൻ വൈൽ അതുപോലെ തന്നെയാണ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ്. പേര് കേൾക്കുമ്പോഴേ എല്ലാ മൈനോറിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുമെന്ന് വിചാരിക്കും, ഇല്ല, ദേ ആർ ഓൺലി ലുക്കിംഗ് ഇൻ ടു റിലീജിയസ് മൈനോറിറ്റീസ്. ഈ ഇൻഫർമേഷനാണ് ടേക്ക് അവേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. Alright, so this is the special officer for linguistic minorities. So അതാണ് നമ്മൾ കാണുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി എല്ലാവരും വിചാരിക്കുന്നുണ്ടായിരിക്കും പറയാൻ മറന്നുപോയതായിട്ടുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ അത് UPSC ആണ്. UPSC അധികം ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രയോറിറ്റി ഓർഡറിൽ ഏറ്റവും അവസാനത്തേക്ക് കൊടുത്തേക്കുന്നത്. കാരണം ജനറലി UPSCയുടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ലാത്തതുകൊണ്ട്. സോ വി നോ ദ ഫാക്ട് ദാറ്റ് അബൌട്ട് UPSC ആർട്ടിക്കിൾ 315 മുതൽ 323 വരെ നീണ്ടു നിൽക്കുന്ന കുറച്ച് സെറ്റ് ഓഫ് ആർട്ടിക്കിൾസിൽ UPSCനെ പറ്റി പറയുന്നുണ്ട്. UPSCനെ പറ്റി പറയുമ്പോൾ നമുക്കറിയാം, ആർട്ടിക്കിൾ 315 തന്നെ UPSCനെ പറ്റി പറയുന്നുണ്ട്, SPSC സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷനെ പറ്റി പറയുന്നുണ്ട്, ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്, അത്രേ കൊടുത്തിട്ടുള്ളൂ. ജോയിൻറ്റ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയല്ല, അതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിട്ടാണ് പറയുന്നത്. പക്ഷേ പേര് കുറച്ച് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, 2 സ്റ്റേറ്റ്സിന് വേണ്ടി ഒരൊറ്റ ഇൻസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ അത് പാർലമെൻറ്റ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നുണ്ട്, അത്രേ പറയുന്നുള്ളൂ, അല്ലാതെ ഡീറ്റെയിൽസ് പറയില്ല. അതുകൊണ്ട് ഞാൻ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി ആയിട്ടല്ല കൂട്ടുന്നത്. UPSCയും സ്റ്റേറ്റ് PSCയും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. ചെയർമാൻ വേണം, മെമ്പേഴ്സ് വേണം. എത്ര പേരുണ്ടെന്ന് പറയുന്നില്ല. കറൻ്റ്ലി 10 പേരുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് മെമ്പേഴ്സിൻ്റെ കാര്യം കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നില്ല. ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, ഒരു 50% ആൾക്കാരെങ്കിലും 10 വർഷം സർക്കാർ സർവീസിൽ അഗെയിൻ ഉള്ള ആൾക്കാരായിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെയാണ് അപ്പോയിൻറ്റ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബ്യൂറോക്രാറ്റ്സ് ആയിട്ട് നിന്ന ആൾക്കാരോ തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. മറ്റ് മേഖലകളിൽ നിന്ന് ഓഫീസേഴ്സും മറ്റ് മേഖലയിൽ നിന്ന് അഗെയിൻ ടീച്ചേഴ്സ്, പ്രൊഫസേഴ്സ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ UPSCയിലേക്ക് വിളിക്കാം. അതും ഒന്ന് ഓർത്ത് വെച്ചേക്കുക എന്നുള്ള രീതിയിലേക്ക്. ചോദിച്ചിട്ടില്ല, പക്ഷെ എന്നാലും അറിഞ്ഞ് ചുമ്മാ നോക്കാൻ വേണ്ടിയിട്ട്. റിമൂവൽ പ്രസിഡൻ്റാണ്. അഗെയിൻ അതിനകത്ത് റിമൂവലിന് പല രീതികളുണ്ട്. അഗെയിൻ മിസ്ബിഹേവിയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് വരുമ്പോൾ മാത്രം സുപ്രീം കോർട്ട്
ഒരു എൻക്വയറി ഒക്കെ നടത്തി പഠിച്ചതിന് ശേഷം റിമൂവൽ നടത്തുക. റിമൂവൽ പ്രൊസീജിയർ ഉണ്ട്. ചുമ്മാ പാർലമെൻറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് ഒന്നുമില്ല, വളരെ എളുപ്പമാണ്. പ്രസിഡന്റ് അങ്ങ് റിമൂവ് ചെയ്യാം എന്നുള്ള രീതി മാത്രമേ ഉള്ളൂ. മറ്റ് നമ്മൾ കണ്ടതുപോലെ വലിയ ഡിഫിക്കൽട്ട് പ്രൊസീജിയർ ഒന്നുമല്ല ചെയ്യുന്നത്. അഗെയിൻ പിന്നെ നമ്മൾ പറയുന്നത് എന്താണ്, പോസ്റ്റ് റിട്ടയർമെൻറ്റിന് ശേഷം നമുക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. അവർക്ക് ഒരു റീഅപ്പോയിൻമെൻറ്റ് UPSC മെമ്പേഴ്സായിട്ട് ഇരുന്നവർക്ക് ചെയർമാൻ ആകാം എന്നുള്ളതല്ലാതെ, അല്ലെങ്കിൽ അവർക്ക് സ്റ്റേറ്റ് PSCയിലേക്ക് അല്ലാതെ കാര്യങ്ങളൊന്നും പറ്റില്ല എന്നുള്ള രീതി. പിന്നെ ഞാൻ ഫംഗ്ഷൻസ് കൊടുത്തിട്ടുണ്ട്, ദീസ് ആർ സെൽഫ് എക്സ്പ്ലനേറ്ററി ഫംഗ്ഷൻസ്. വേറെ ഒന്നുമില്ല, പെട്ടെന്ന് വായിക്കാം. ഓൾ ഇന്ത്യ റിക്രൂട്ട്മെൻറ്റ് സർവീസിൻ്റെ കാര്യത്തിൽ, സെൻട്രൽ സർവീസിൻ്റെ കാര്യത്തിൽ, ചില സമയത്ത് പ്രൊമോഷൻ, ഡിസിപ്ലിനറി മാറ്റേഴ്സ്, എല്ലാ സമയത്തും ഇല്ല, ചില ഒക്കേഷണലി അവരെയൊക്കെ കൺസൾട്ട് ചെയ്യാറുണ്ട്. UPSCനെ സെൻട്രൽ ഗവൺമെൻറ് കൺസൾട്ട് ചെയ്യും, സ്റ്റേറ്റ് ഗവൺമെൻറ്റും കൺസൾട്ട് ചെയ്യും പല കാര്യത്തിലും. അത്രയേ ഉള്ളൂ. കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ മാൻഡേറ്ററി ആകണം എന്നല്ല, കൺസൾട്ടേഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലേക്ക്. പിന്നെ കംപ്ലീറ്റ്ലി അഡ്വൈസറി റോളാണ്. UPSC പറയുന്ന കാര്യങ്ങളൊന്നും ബൈൻഡിങ് അല്ല. നേരത്തെ ആരോ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഫിനാൻസ് കമ്മീഷൻ ബൈൻഡിങ് ആണെന്ന്. ഫിനാൻസ് കമ്മീഷൻ്റെ ഇതും ബൈൻഡിങ് അല്ല, ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു. ഫിനാൻസ് കമ്മീഷൻ കാര്യങ്ങളും ബൈൻഡിങ് അല്ല. ഇവിടെ ആരുടെ കാര്യങ്ങൾ അങ്ങനെ എടുത്ത് ബൈൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. ആനുവൽ റിപ്പോർട്ട് കൊടുക്കും. ആൻഡ് ടെമ്പററി ആയിട്ടുള്ള പോസ്റ്റിങ്ങുകളോ ഇപ്പോൾ അഗെയിൻ റിസർവേഷൻ്റെ കാര്യങ്ങളോ ഒന്നും UPSCയോട് ചോദിക്കാറില്ല. ബാക്കിയുള്ള ജനറൽ കാര്യങ്ങൾ, ചിലപ്പോൾ ട്രാൻസ്ഫേഴ്സ്, പോസ്റ്റിങ്സ്, ഒരു വർഷത്തിൽ കൂടുതലുള്ള ട്രാൻസ്ഫേഴ്സ്, പോസ്റ്റിങ്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്താണ് UPSC എടുത്ത് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഹയർ പോസ്റ്റുകളിലേക്കൊക്കെ ചോദിക്കാറുണ്ട് എന്നുള്ള രീതിയിലേക്ക്. ഇപ്പോൾ DGP ആക്കാൻ നേരത്ത്, ചീഫ് സെക്രട്ടറി ആക്കാൻ നേരത്ത്, അങ്ങനെയുള്ള അവസരത്തിലൊക്കെ UPSC അടുത്തൊക്കെ കൺസൾട്ടേഷനൊക്കെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളൊക്കെ ചെയ്യാറുണ്ട്. നിർബന്ധമില്ല അവർ UPSC പറഞ്ഞ് കേൾക്കണമെന്ന്, ബട്ട് റെക്കമെൻഡേഷൻ എന്നുള്ള രീതിയിലേക്ക്, കൺവെൻഷൻ എന്ന് പറഞ്ഞ രീതിയിലേക്ക് അവർ ഫോളോ ചെയ്യാറുണ്ട്. UPSC കമ്പാരിറ്റീവ്ലി ഒരു എന്താണ് എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ബിക്കോസ് അങ്ങനെ ചോദിച്ച ചരിത്രം നമുക്ക് കാണാനില്ല. ഹിസ്റ്റോറിക്കൽ ഡേറ്റയിലാണ് ഞാൻ പറയുന്നത്. ബട്ട് നമ്മുടെ എക്സാം പോയിന്റിൽ നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഒന്ന് കണ്ടുപോകും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കണ്ടോ, അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുക. അറിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ഡോണ്ട് വാണ്ട് യു ടു സ്പെൻഡ് ലൈക്ക് 4 or 5 hours റീഡിങ് UPSC. വേസ്റ്റാണ്. എല്ലാ കാര്യങ്ങളും അതെ, ഞാൻ ഒന്നിനും പറയുന്നില്ല, അത്ര കാര്യമില്ല. അതിന് എന്താ പഠിക്കേണ്ടതെന്ന് മനസ്സിലാക്കി ചെയ്യാന്നുള്ള മാത്രമേ ഉള്ളൂ. ഇനി ഞാൻ വൈൻഡപ്പ് ചെയ്യുമ്പോൾ, കാരണം ഞാൻ ഇങ്ങനൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ജസ്റ്റ് ഫോർ യു ഗൈസ്. ഞാൻ എന്തായാലും വായിക്കാൻ പോകുന്നില്ല. കണ്ടോ, ഏത് ബോഡിയാണോ അതിൻ്റെ ആർട്ടിക്കിൾ എങ്ങനെയാണ്, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്, റിമൂവ് എങ്ങനെയാണ്, ടെന്യൂർ എങ്ങനെയാണ്. ദിസ് ഇസ് എ സ്റ്റെപ്പ് ദാറ്റ് ഐ ഏർലിയർ ആസ്ക്ഡ് യു. കാരണം ഇതാണ് അറിയേണ്ടത്, ആര് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇന്ന് എക്സ്പാൻഡ് ചെയ്യാം. ദിസ് ഇസ് എ വെരി ഷോർട്ട് വൺ ദാറ്റ് ഐ വോണ്ട് ടു അഡ്ജസ്റ്റ് ഇൻ ദ സ്ക്രീൻ. അത്രയേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻസ് സെറ്റ് ചെയ്യാം, അതുപോലെ തന്നെ പവേഴ്സ് എവിടെയാണ് കൊടുത്തിരിക്കുന്നത് പറയാം. അങ്ങനെ നിങ്ങളൊരു റെഫറൻസ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി വർക്ക്ഡ് ഔട്ട്. അല്ലാതെ ഓരോ തവണയും നമുക്ക് കംപ്ലീറ്റ്ലി, കാരണം കമ്പയർ ചെയ്ത് പഠിക്കുമ്പോൾ ഭയങ്കര എളുപ്പമാണ് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ അങ്ങനെ നിങ്ങൾ ടേബിൾ വരച്ച് ഇങ്ങനെ ചെയ്ത് ഇതിനകത്ത് ഇനിയും നിങ്ങൾക്ക് കോളംസ് ആഡ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, ക്വാളിഫിക്കേഷൻസ് കൊടുക്കാം, പവേഴ്സ് കൊടുക്കാം, ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കാം. അങ്ങനെ ഡിപ്പെൻഡിങ് അപ്പോൺ യോർ വേ അത് നിങ്ങൾ കാറ്റഗറൈസ് ചെയ്യാം. അങ്ങനെ നമുക്ക് കാര്യങ്ങളിലേക്ക് നോക്കാം. ഓൾറൈറ്റ്, ഞാൻ ഇതും കൊടുത്തിട്ടുണ്ട്, ആർട്ടിക്കിൾസും കൊടുത്തിട്ടുണ്ട് ഫോർ യുവർ റെഫറൻസസ്. സർട്ടൺ ആർട്ടിക്കിൾസ് നമ്മൾ ഇനിയും പറയാത്തായിട്ടുള്ള കുറച്ച് കുഞ്ഞു എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞ് 73rd 74th അമെൻമെൻറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് പഠിക്കുമ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾ കണ്ടുപോകുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഒന്നും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല എന്നുള്ള രീതിയിലാണ്. ബട്ട് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ട്രിക്ട് പ്ലാനിംഗ് കമ്മിറ്റി, മെട്രോപൊളിറ്റൻ പ്ലാനിംഗ് കമ്മിറ്റി എന്നുള്ള രീതിയിലേക്കൊക്കെ, വിച്ച് ഇസ് ഫൈൻ, ആബ്സല്യൂട്ട്ലി ഫൈൻ. ഇത്രയേ ഉള്ളൂ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് പഠിക്കുമ്പോൾ പ്ലീസ് ഫോക്കസ് ഓൺ വിച്ച് ഏരിയാസ് വേർ യു ക്യാൻ ഗെറ്റ് ക്വസ്റ്റ്യൻസ്, വേർ ഇപ്പോൾ കറൻ്റ്ലി ഈ പ്രിലിംസിന് ഹയർ ചാൻസ്, ഞാൻ അതേ പറയുന്നുള്ളൂ, ഹയർ ചാൻസ് ആർ ഫോർ ഇലക്ഷൻ കമ്മീഷൻ ആൻഡ് more higher chances are for finance commission, especially 16th finance commission. All right, yes, so that's the idea. ഇനി അടുത്ത സെറ്റ് ഞാൻ പഠിക്കുമ്പോൾ എനിക്കറിയാം നമുക്ക് കംപ്ലീറ്റ്ലി ഇത് പഠിക്കാൻ പറ്റുമെന്നല്ല. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ എങ്ങനെ പഠിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. ദാറ്റ് ഈസ് ദ ഐഡിയ ദാറ്റ് വി ആർ ട്രൈങ് ടു ഫോക്കസ്. നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ പഠിക്കുമ്പോൾ ഇഷ്ടം പോലെ ബോഡീസ് ഉണ്ട് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൽ ഇന്ത്യയിൽ തന്നെ. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞ പോലെ തന്നെ ഇത് എന്ത് ടൈപ്പ് ബോഡിയാണെന്ന് അറിഞ്ഞിരിക്കുക. വെദർ ഇസ് എൻ within the non-constitutional body, whether it's created by an act or a statute, or whether it is statutory body ആണോ അല്ലയോ, or it is created by an order of the government, executive body ആണോ ഇല്ലയോ എന്നുള്ള രീതിയിലേക്ക്.
അതാണ് എൻ്റെ മെയിൻ പാട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഞാൻ നോക്കുമ്പോൾ ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ ഇതൊരു എക്സിക്യൂട്ടീവ് ബോഡിയാണോ എന്നാണ് എൻ്റെ മെയിൻ ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനെ പഠിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിലാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ഐഡിയ കിട്ടുന്നത്. ആൻഡ് ഓൾസോ ഐ വിൽ ഷോ യു വൺ മോർ തിങ്. ഇത് എന്തൊക്കെ ബോഡി നമുക്ക് എടുത്ത് പഠിക്കണം എന്നുള്ള രീതിയിലേക്ക്. സോ ജസ്റ്റ് ഒരു മൊമെൻറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഷോ യു സംതിങ് എൽസ്. യെസ്, ഇത് കണ്ടോ, ദിസ് ഇസ് എ ടേബിൾ ദാറ്റ് ഐ എം പ്രിപ്പയർഡ് ഫോർ യു ഗൈസ്. ഞാനിവിടെ കുറേ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട്. Again, starting, and I'll quickly read. NHRC is National Human Rights Commission, SHRC is State Human Rights Commission, CVC is Central Vigilance Commission, CIC and SIC is Information Commissions, Lokpal, again, NCW is National Commission for Women, we have NIA, National Investigation again, agency, zonal councils, Oro zonal councils, NGT, National Green Tribunal, Niti Aayog, CBI, NCRB is എ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോ എന്നുള്ള കാര്യങ്ങൾ. അപ്പം ഇതെല്ലാം എന്താണ്, നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസാണ്. ടൈപ്പ് നോക്കിക്കേ, കുറേ വരെ സ്റ്റാറ്റ്യൂട്ടറിയാണ്, പിന്നെ എക്സിക്യൂട്ടീവാണ്. എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ, എക്സിക്യൂട്ടീവിൻ്റെ ഓർഡർ വഴി, ക്യാബിനറ്റിൻ്റെ ഓർഡർ വഴി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം. മറ്റേത് പാർലമെൻറ്റിൻ്റെ കറക്റ്റ് ആക്ട് വഴി. അതുകൊണ്ട് ആക്ടിൻ്റെ പേര് വന്നേക്കുന്നത് അഗൈൻ ദി പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് 1993, CVC ആക്ട്, RTA, Right to Information Act, Lokpal Act, NCW, National Commission for Women Act, NIA Act, National Investigation Agencies Act. Again, അടുത്തത് we have the State Reorganization Act. SRA എന്ന് പറഞ്ഞ സോണൽ കൗൺസിൽസ് ആണ്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് എന്നാണ് പറയുന്നത്. സ്റ്റേറ്റ് റീഓർഗനൈസേഷൻ ആക്ട് വഴി ക്രിയേറ്റ് ചെയ്യുന്നു. NGT, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ആക്ട്, പിന്നെ ക്യാബിനറ്റ് ആൻഡ് റെസൊല്യൂഷൻ. ഇതൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ഓർഡർ പേര് പോലും പഠിക്കേണ്ട ആവശ്യമില്ല, ചുമ്മാ ഇയർ പോലും പഠിക്കേണ്ടതില്ല, ഓർഡർ വഴി വന്നു എന്നുള്ള രീതിയാണ്. കണ്ടോ, ഇങ്ങനൊരു സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. ഇങ്ങനൊരു സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് എല്ലാ പേരും തന്നെ അറിയാം ഇവരെന്താ ജോലി ചെയ്യുന്നതെന്നുള്ള കാര്യം, എന്താ ഫങ്ഷൻസ് എന്നുള്ള മിനിമം അറിയുക, ആൻഡ് ഈ ഒരു സെഗ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. This is how you study a non-constitutional body. And also, please understand that you are not going to learn every single non-constitutional body. It's going to be difficult. പഠിക്കാൻ പറ്റില്ല. ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയിൽ നിന്ന് ഇങ്ങനെ എടുത്ത് അങ്ങനെ ചോദിക്കുന്ന കാര്യങ്ങളായിട്ട് നമുക്ക് ഇന്ന രീതിയിൽ ചോദിക്കാം, ഇന്നത് ചോദിക്കാം എന്നുള്ള രീതിയിലേക്ക് പറയാനും പറ്റില്ല എന്നുള്ള രീതിയിലേക്ക്. ഒരു എക്സാമ്പിൾ പറയാം. ജനറലി ദേ ആസ്ക് അബൌട്ട് ലോക്പാൽ ചോദിക്കും, പക്ഷേ ഇടയ്ക്ക് ചോദിക്കും, പിന്നെ ചോദിക്കില്ല എന്നുള്ള രീതിയിലേക്ക്. നീതി ആയോഗിനെ പറ്റി കറണ്ട് അഫയേഴ്സും കൂടെ ചേർത്ത് ചോദിക്കാറുണ്ട് എന്നുള്ള രീതിയിലേക്ക്. അപ്പോൾ നീതി ആയോഗ് പഠിക്കുമ്പോൾ നീതി ആയോഗിൻ്റെ പുതിയ റിപ്പോർട്ടോ ഇൻഡെക്സോ എല്ലാം റിലീസ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കുക. അപ്പം നീതി ആയോഗിൻ്റെ സാധാരണ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കുക. ഇങ്ങനെയുള്ളൊരു ഐഡിയ ആണ് ആക്ച്വലി ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. നിങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് കവർ ചെയ്തപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് 95% കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും കവർ ചെയ്തു. ഇവിടെ നമുക്കെന്നല്ല, നിങ്ങൾ പഠിക്കുമ്പോഴും അതെ, ഇറ്റ്സ് നോട്ട് ഈസി ടു കവർ ഇറ്റ് എൻറ്റയർ ബോഡി. അതല്ല നമ്മൾ ഉദ്ദേശിച്ചു. എല്ലാത്തിനെ പറ്റി ഒരു ധാരണ വേണം, പക്ഷേ അതിൽ ഫോക്കസ് ചെയ്യേണ്ടത് എങ്ങനെ അപ്പോയിൻമെൻറ്റ് നടത്തണ്ടേ, എങ്ങനെയാണെന്നുള്ള രീതിയിലേക്ക് വളരെ ക്വിക്ക്ലി വായിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുവരിക. ആൻഡ് ഒത്തിരി സമയമൊന്നും സ്പെൻഡ് ചെയ്യാനും പാടില്ല എന്നുള്ള രീതിയിലേക്ക് ഞാൻ ഇതേപോലത്തുള്ള കുറച്ച് ക്വിക്ക് ടിപ്സ് കാണിച്ചു തരാം എന്നുള്ള രീതിയിലേക്ക്. ഞാൻ ഇത് കണ്ടോ, ഇവരെ എല്ലാവരെയും അപ്പോയിൻമെൻറ്റ് കമ്മിറ്റീസാണ്. പല ബോഡീസിന് പല അപ്പോയിൻമെൻറ്റ് കമ്മിറ്റീസാണ്. അപ്പോൾ ഞാൻ കമ്പയർ ചെയ്ത് ചാർട്ട് ചെയ്തേക്കുന്നുണ്ടോ, NHRCയിലെ മെമ്പേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരാളായിരിക്കും. ലെറ്റ്സ് സേ NHRC മെമ്പേഴ്സ് ആർ അപ്പോയിൻറ്റ് ബൈ പ്രസിഡൻറ്റ്. പക്ഷേ പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുമെങ്കിലും അപ്പോയിൻമെൻറ്റിന് സജഷൻ ചെയ്യുന്ന കമ്മിറ്റീസ് ഉണ്ട്. CVC അപ്പോയിൻറ്റ് ബൈ ദ പ്രസിഡൻറ്റ്, CIC അപ്പോയിൻറ്റ് ബൈ ദ പ്രസിഡൻറ്റ് ആണ്. അഗെയിൻ ലോക്പാൽ അപ്പോയിൻറ്റ് ബൈ ദ പ്രസിഡൻറ്റ്. പക്ഷേ അവിടെ ഒരു കമ്മിറ്റി ഉണ്ട്. CBI അപ്പോയിൻറ്റ് ബൈ ദ സെൻട്രൽ ഗവൺമെൻറ്. ചീഫ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് ആൻഡ് ഇലക്ഷൻ കമ്മീഷണേഴ്സ് നമുക്കറിയാം, ഓൾറെഡി ഞാൻ കണ്ടതാണ്, നമ്മൾ പറഞ്ഞതാണ്. ഞാനത് അപ്പോയിൻമെൻറ്റ് കമ്മിറ്റീസ് എന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുള്ളൂ, അതറിയാം പ്രസിഡൻറ്റ്. പക്ഷേ ഈ കമ്മിറ്റീസ് കണ്ടോ, ഇത് അറിഞ്ഞിരിക്കുക, ഈ പാറ്റേൺ ആണ് അറിഞ്ഞിരിക്കേണ്ടത്. കണ്ടോ, ഈ പാറ്റേണിൽ പാറ്റേണിൽ ഒരു രസകരമായ കാര്യം കൂടെ ഞാൻ കാണിച്ചു തരാം. ഈ പാറ്റേണിൽ കണ്ടോ, പ്രൈം മിനിസ്റ്റർ, ഒത്തിരി പേരുണ്ട്. എത്ര നമ്പേഴ്സ് ഉണ്ടെന്നൊന്നും ഓർത്തിരിക്കണമെന്നില്ല, പിന്നെ ഞാൻ കോളം ആഡ് ചെയ്തെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ ഇങ്ങനെ പഠിക്കുക. വെൻ യു മേക്ക് സച്ച് തിങ്സ് ഇറ്റ് ഈസ് വെരി ഈസി ടു റീകളക്ട്. കാരണം പോളിറ്റിയുടെ കാര്യത്തിൽ ഇതൊക്കെ കുറച്ച് ഫാക്ച്വലാണ്. ഈ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയും പഠിക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഫാക്ച്വൽ കാര്യങ്ങളാണ്. ആ ഫാക്ച്വൽ കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് മറന്നു പോകുമ്പോൾ എന്ത് ചെയ്യണം, ഈ രീതിയിലേക്ക് ഒന്ന് ടേബിൾ ചെയ്ത് കൺസോളിഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് പെർമനൻ്റ് ആണ്.
പിന്നെ അതവിടെ ഇരിക്കും. പിന്നെ ഇത് മാത്രം സ്കിം ചെയ്താൽ മതി. എത്ര സമയം എടുക്കും? 6 മണിക്കൂറോ? അത്രേ ഉള്ളൂ. ഹാഫ് ആൻ അവർ മതി നമുക്ക് എല്ലാം കൂടെ നോക്കാൻ വേണ്ടിയിട്ട്. ആ ലെവലിൽ നമുക്ക് നോക്കി തരും. പോട്ടെ, മാക്സിമം കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയും കൂടെ ചേർന്ന് ഒരു 1 hour 1.5 hours എടുക്കും. ദാറ്റ്സ് ഇറ്റ്. യു കവർ എ ബിഗർ പോർഷൻ. ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ പോലെ മിനിമം 2 questions കിട്ടാനുള്ള ഏരിയ അവിടെയാണ്. 2 valuable marks, I mean 2 valuable questions and its marks എന്നുള്ള രീതിയിലേക്ക്. അങ്ങനെ ഒരു ഐഡിയ ഞാൻ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്ക്. ഇനി ഐ വിൽ കം ബാക്ക് ടു ദിസ് പാർട്ട്. ഞാൻ ആക്ടിൻ്റെ പേരൊക്കെ കൊടുത്തിരിക്കുന്നുള്ളൂ. ഞാൻ എനിക്ക് നമുക്ക് ഓർമ്മയിൽ നിൽക്കുന്ന എല്ലാ അഗൈൻ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആക്റ്റും. ഇപ്പം CBI ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. പക്ഷേ CBI പവർ ഡിറൈവ് ചെയ്യുന്നത് ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആക്ട് എന്ന് പറയുന്ന ആക്ടിൽ നിന്നാണ്. അതുകൊണ്ടാണ് പവേഴ്സ് ഓഫ് CBI. ബാക്കിയെല്ലാം നോക്കിക്കേ, ബാക്കിയെല്ലാം അവിടുന്ന് ഡിറൈവ് ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആകുമ്പോൾ അതിൻ്റെ റെസ്പെക്റ്റീവ് ആക്ട് കൊടുത്തിട്ടുണ്ട്. UPSC ചോദിക്കുന്നത് ഇതൊരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണോ എക്സിക്യൂട്ടീവ് ബോഡിയാണോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആണെങ്കിൽ ആ സ്റ്റാറ്റ്യൂട്ട് അറിഞ്ഞിരിക്കുക. ഇതാണ് ഗോൾഡൻ റൂൾ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയ പഠിക്കുമ്പോൾ. പിന്നെ സെലക്ഷൻ കമ്മിറ്റി, അതാണ് ഞാൻ സെലക്ഷൻ കമ്മിറ്റി കണ്ടത്. സെലക്ട് ചെയ്ത് അപ്പോയിൻറ്റ് ചെയ്ത് ആരാന്ന് അറിയണം, പക്ഷേ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണ് എന്നുള്ള രീതിയിലേക്ക് ചോദിക്കാം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടുന്ന് കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇവരുടെ ബേസിക് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ ചോദിക്കാം. ആൻഡ് ഓൾസോ അഗെയിൻ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. ഇതൊരു വളരെ ഇൻട്രസ്റ്റിംഗ് ഏരിയ ആണ്. ഇടയ്ക്ക് UPSCക്ക് ഭയങ്കര ഇഷ്ടമാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് തരുന്നതായിരിക്കും. പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യുന്നു ഈ ബോഡി, പ്രൈം മിനിസ്റ്റർ ഇന്ന ബോഡി അഗെയിൻ ഹെഡ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് ഒരു ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനെ, ഒരു ഗവൺമെൻറ് ബോഡീനെ പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യുന്നു, പ്രൈം മിനിസ്റ്ററിൻ്റെ ഹെഡാണ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അതുകൊണ്ട് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന സ്ലൈഡ്സിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ്, കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസ് മാത്രമല്ല എക്സിക്യൂട്ടീവ് ബോഡീസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡീസിന് ഹെഡിങ് കൊടുത്തോ. വേറെ പ്രൈം മിനിസ്റ്റർ ഇസ് എ ഹെഡ്. പ്രൈം മിനിസ്റ്റർ ചെയറായിട്ട് ഹെഡ് ചെയ്യുന്ന എല്ലാ ഗവൺമെൻറ് ബോഡീസിനെയാണ് ഞാനിവിടെ കൊടുത്തേക്കുന്നത്. നോക്കിക്കോണേ, ഇന്ത്യ സ്റ്റേറ്റ് കൗൺസിൽ, നാഷണൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. പ്രൈം മിനിസ്റ്ററാണ് ഇതിൻ്റെ ചെയർ. പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യുന്ന ബോഡീസിനെ ഞാൻ കൺസോളിഡേറ്റ് ചെയ്തിരിക്കുകയാണ്. നാഷണൽ ഗംഗ കൗൺസിൽ, സോ ദ റിവർ ഗംഗയുടെ ഓവറോൾ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി നമുക്കൊരു നാഷണൽ ഗംഗ കൗൺസിലുണ്ട്. എക്സിക്യൂട്ടീവ് ബോഡിയാണ്. വല്ലപ്പോഴേ മീറ്റ് ചെയ്യാറുള്ളൂ, പക്ഷേ എക്സിസ്റ്റിംഗ് ആണ്. ആരാണ് ചെയർ? പ്രൈം മിനിസ്റ്ററാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. നാഷണൽ ഗംഗ കൗൺസിൽ നമ്മൾ കേട്ടിട്ട് പോലുമില്ല. അപ്പോൾ നമ്മൾ ചോദിച്ചേ ഇത്രയും ഫേമസ് അല്ലാത്തൊരു കാര്യത്തിൽ പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യണോ? പക്ഷേ പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യുന്നുണ്ട്. സോ ദോസ് ആർ ദ സ്റ്റഫ് ദാറ്റ് യു ക്യാൻ ലേൺ. ക്ലിയർ ആണോ? നിങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ടോ? എനിക്കൊരു തംസപ്പ് വരാമോ? ഉണ്ടോ? യെസ്, ഓൾ റൈറ്റ്. അപ്പോൾ കണ്ടോ, ഇപ്പം ഞാനിങ്ങനെ പറഞ്ഞത് നാഷണൽ ഗംഗ കൗൺസിൽ അതൊരു എക്സിക്യൂട്ടീവ് ബോഡി. നമുക്ക് അതിനെപ്പറ്റി പേരിൽ തന്നെ നാഷണൽ ഗംഗ കൗൺസിൽ എന്ന് പറയുമ്പോഴേക്കും ബേസിക്കലി റിവർ ഗംഗയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ദാറ്റ്സ് ഇറ്റ്. അതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ചെയർ ചെയ്യുന്ന ആരാ, അതായിരിക്കും ചോദ്യം ചോദിക്കുന്നത്. പ്രൈം മിനിസ്റ്റർ ചെയർ നാഷണൽ ഗംഗ കൗൺസിൽ. നമ്മൾ ഓട്ടോമാറ്റിക്കലി വിചാരിക്കുന്ന തന്നെ ഇതാണ്, അങ്ങനൊരു കാര്യം ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല, പ്രൈം മിനിസ്റ്റർ കുറേ കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ നമ്മൾ അസ്യൂം ചെയ്ത് കളയും. അല്ല, അത് അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നീതി ആയോഗിൻ്റെ ഒഫീഷ്യൽ എന്താണ് എക്സിക്യൂട്ടീവ് ബോഡിയാണ്. ചെയർ ശരിക്കും പ്രൈം മിനിസ്റ്ററാണ്. വൈസ് ചെയർപേഴ്സൺ ആക്റ്റീവായിട്ട് വൈസ് ചെയർപേഴ്സൺ ആയിരിക്കും. ഇവിടെയൊക്കെ ആക്റ്റീവായിട്ട് വേറെ ആൾക്കാരുണ്ട്, പക്ഷേ ചെയർ പ്രൈം മിനിസ്റ്ററാണ്. നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ, നമുക്കറിയാം സെക്യൂരിറ്റി കൗൺസിൽ ആണ് നമ്മുടെ പ്രൈം മിനിസ്റ്ററിന് എക്കണോമിക് ആസ് വെൽ ആസ് സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറയാം. അഡ്വൈസ് ഒക്കെ കൊടുക്കുന്നുണ്ട് PMOയ്ക്ക്. ഹെഡ് ശരിക്കും പ്രൈം മിനിസ്റ്ററാണ്. ശരിക്കും അതിനൊരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്. അഗൈൻ അദ്ദേഹം ആയിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. നാഷണൽ വാട്ടർ റിസോഴ്സ് കൗൺസിൽ, ദിസ് ഇസ് എൻ എക്സിക്യൂട്ടീവ് ബോഡി. നമ്മൾ അറിയാറുമില്ല ഇങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലും ഉണ്ടെന്നുള്ള കാര്യം. വാട്ടർ മാനേജ്മെൻറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത് വാട്ടർ പോളിസിയായിട്ടൊക്കെ റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ നോക്കേണ്ട ഒരു കൗൺസിലാണ് ആക്ച്വലി. ഇതിനപ്പുറത്തേക്ക് ഇൻഫർമേഷൻ അറിയണ്ട. അവിടെ പ്രൈം മിനിസ്റ്ററാണ് ചെയ്യുന്നത്. ന്യൂസിലുണ്ടെങ്കിൽ നമ്മൾ നോക്കും, ഇല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിന് ചെയർ ചെയ്തേക്കുന്നുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതുകൊണ്ട് ഞാൻ നോക്കുന്നു എന്നുള്ള രീതിയിലേക്ക്. നാഷണൽ ഇൻ്റഗ്രേഷൻ കൗൺസിൽ പണ്ട് ക്രിയേറ്റ് ചെയ്തതാണ് അല്ലേ. രാജ്യത്തിൻ്റെ ഇൻ്റഗ്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു കൗൺസിൽ ക്രിയേറ്റ് ചെയ്തതാണ്. ഇന്ന്
നോൺ എക്സിസ്റ്റൻ്റ് ഉണ്ട്, ഒട്ടുമേ ആക്റ്റീവ് അല്ല. പക്ഷേ ഹെഡ് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്ററാണ്, ചെയർ ചെയ്യുന്ന പ്രൈം മിനിസ്റ്ററാണ്. അപ്പോൾ ഇങ്ങനെ പ്രൈം മിനിസ്റ്റർ ചെയർ ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഹെഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് അറിഞ്ഞിരിക്കുക, യു പി സിക്ക് ഭയങ്കര ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. സോ ആയിട്ട് കാരണം അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസും എടുത്ത് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട്, അൺഎൻഡിങ് ആയിരിക്കും. ഞാൻ തന്നെ നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ നോക്കുകയാണെങ്കിൽ 50 കൂടുതൽ നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ് ഉണ്ട്. ഡിഫിക്കൽട്ട് ടു ഡു ഇറ്റ്. എന്തിനാണ് അത്രയും പഠിക്കുന്നത്? ലോജിക്കലി നോക്കുക, വർക്കബിൾ ആവുന്ന കാര്യം എന്താണെന്ന് നോക്കുക എന്നുള്ള രീതി. ന്യൂസിലുണ്ടോ? യെസ്. കറണ്ട് അഫയേഴ്സ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ നോക്കുന്നുണ്ടോ? അന്ന് നോക്കുക എന്നുള്ള രീതിയുണ്ട്. ഇവിടെ ഞാൻ കണ്ടേക്കുന്ന ഒരു കാര്യമാണ്, അടുത്ത കാര്യം, ഒരു സെലക്ഷൻ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി. അതായത് ഏതെങ്കിലും ആൾക്കാരെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെലക്ഷൻ കമ്മിറ്റിയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ടോ എന്നാണ് നോക്കുന്നത്. NHRCയുടെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു. NHRCയിൽ അപ്പോയിൻമെൻറ്റിൽ പ്രൈം മിനിസ്റ്റർ ഉള്ളതാണ് എന്നുള്ള രീതിയിലേക്ക് കണ്ടോ. CC ആൻഡ് EC നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി പഠിച്ചാണ്, പ്രൈം മിനിസ്റ്റർ ഉള്ളതാണ്. NHRCയിൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രൈം മിനിസ്റ്റർ ഉള്ളതാണ്. CVCയിൽ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അപ്പോയിൻമെൻറ്റ് കമ്മിറ്റി, സെലക്ഷൻ കമ്മിറ്റിയിലാണ് പറഞ്ഞത്, പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അപ്പോയിൻറ്റ് ചെയ്യുന്ന പ്രസിഡൻ്റ് ആയിരിക്കുമേ, പക്ഷേ ഇതുണ്ടായിരിക്കും. CICയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, ലോക്പാലിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, CBIയിൽ പ്രൈം മിനിസ്റ്റർ ഉണ്ട്. അപ്പോൾ ഇവിടെ അപ്പോയിൻമെൻറ്റ് ഹിബിനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ സ്ഥലത്തും പ്രസിഡന്റ് അപ്പോയിൻറ്റ് ചെയ്യുന്നു. അവിടെ എല്ലാം പ്രൈം മിനിസ്റ്റർ സെലക്ഷൻ കമ്മിറ്റിയിലെങ്കിലും ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളതിനെ എന്ത് ചെയ്യാണ് കണ്ടുപിടിക്കുന്നത്. സോ ദിസ് ഇസ് ഹൗ we need to learn എന്നുള്ള രീതിയിലേക്കാണ്. whenever the prime minister is in the committee he will be the chair. അത് ഓട്ടോമാറ്റിക്കലി ഊഹിക്കാം നമുക്ക്, അത് നമുക്ക് പറയേണ്ട പോലും ആവശ്യമില്ല. ബട്ട് സ്റ്റിൽ ഇങ്ങനെയുള്ള ഐഡിയാസ് എടുക്കുക. അല്ലാതെ നമ്മളതൊരു വളരെ ഇൻറ്റൻസീവായിട്ട് എന്താണ് ഓരോ 1 by 1 വെച്ചിട്ട് ഒത്തിരി പഠിച്ച് പ്രിപ്പയർ ചെയ്ത് അവിടെ നമുക്കൊരു ടൈമുണ്ട്, നമ്മൾ ടൈം കൺസ്ട്രെയിൻ ഉണ്ട്. ആ ടൈം കൺസ്ട്രെയിൻ നിന്നുകൊണ്ട് നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യണം, സ്മാർട്ടായിട്ട് വർക്ക് ചെയ്യുക എന്ന് പറയും. അതിൽ വളരെയധികം ന്യൂസിൽ വന്ന കറണ്ട് അഫയേഴ്സിൽ ഒരു ഇവൻ്റ് ഉണ്ടോ, ഒരു ബോഡി ഉണ്ടോ, നോക്കിക്കൊള്ളുക. എന്നാൽ മിനിമം ലെവലിലേക്ക് നോക്കുക. ലെവലിലേക്ക് എങ്ങനെ നോക്കണം? അവിടെ ഫങ്ഷൻ എന്താണ്, അപ്പോയിൻ്റ് ചെയ്യുന്ന ആരാണ്, അപ്പോയിൻമെൻറ്റ് കമ്മിറ്റിയിൽ ആരുണ്ട്, ഫൈൻ, ഇത്രയേ ഉള്ളൂ. അതിനപ്പുറത്തേക്ക് നോക്കേണ്ട ആവശ്യമില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി വരുമ്പോഴേക്കും ഞാൻ കുറച്ചുകൂടെ പറഞ്ഞു തന്നെ. കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡി നമ്മൾ അങ്ങനെ തന്നെ പഠിച്ചു. എന്ത് പഠിച്ചു? നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, ആർട്ടിക്കിൾ എന്തുണ്ട്, അവരുടെ റീ അപ്പോയിൻമെൻറ്റ് ഉണ്ടോ, അങ്ങനെയുള്ള കുറച്ചുകൂടെ ഡെപ്തിലേക്ക് പോയി. നോൺ കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയിലേക്ക് അത്രയും ഡെപ്തിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ബട്ട് അറ്റ് ദ സെയിം ടൈം മിനിമം. അതിലേറ്റവും ഇമ്പോർട്ടൻറ്റ് ഈ പറഞ്ഞ പോലെ അപ്പോയിൻമെൻറ്റ്സിൽ പ്രൈം മിനിസ്റ്ററൊക്കെ ഉണ്ടോ. ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ആക്റ്റീവായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ടും ഒന്ന് വെറുതെ നോക്കുക. ദിസ് ഇസ് ഹൗ യു ഷുഡ് അപ്രോച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് നോൺ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡീസ്. സോ ഐ വുഡ് സേ do not invest too much time, but പഠിക്കാതെ പോകരുത്. പഠിക്കാതെ പോയാൽ 2 ക്വസ്റ്റ്യൻ വെറുതെ മിസ്സായി പോകും. അതുണ്ടാവാൻ പാടില്ല. ഓൺ ആൻ ആവറേജ് അത് മിസ് ആവരുത്. കാരണം ദീസ് ആർ ഏരിയാസ് വേർ ക്വസ്റ്റ്യൻസ് ഒന്നും കോംപ്ലിക്കേറ്റ് ചെയ്തുപോലെ ചോദിക്കുന്നത്, സ്ട്രൈറ്റ് ഫോർവേഡ് ക്വസ്റ്റ്യൻസ് ആണ്. പേഷ്യൻസോടുകൂടി ക്വസ്റ്റ്യൻ വായിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഇവിടെ ചോദിക്കുന്നത്. ഓൾറൈറ്റ്, സോ ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. അതുകൊണ്ട് നമുക്ക് അതൊക്കെ വൈൻഡപ്പ് ചെയ്യാം. If there are any doubts, again, feel free to ask in chats, or else we'll see later. So, once again, thank you for listening to the class. So, if there is some doubts, I'll be here to clear. ഇല്ലേ, ആൾക്കാരുണ്ടോ റെസ്പോണ്ട് ചെയ്തേ? ഉണ്ട്. യെസ്, yes, nodes, yeah, we'll do that. So thank you and good night. Thank you.